Question section A all questions answer ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. 3 point charges are placed at the following points on the x-axis. First charge at x equal to 0 we have 2 microcoulomb, and at x equal to 40 centimeter we have minus 3 microcoulomb, and at x equal to 120 centimeter another charge minus 5 microcoulomb. We have to find the force on the 3 microcoulomb charge. Force on the minus 3 microcoulomb charge. Net force ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 ചാർജുകളുണ്ട്. ഒരു സ്ട്രൈറ്റ് ലൈനിൽ ഇരിക്കുകയാണ്. സ്ട്രൈറ്റ് ലൈനിൽ 3 ചാർജസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 ആണ്. ഒറിജിന് എക്സ് ഈക്വൽ ടു 0യിൽ എത്ര ചാർജ് ഉണ്ട്? 2 മൈക്രോകൂളോം പ്ലസ് 2 മൈക്രോകൂളോംബ് ചാർജ് എക്സ് ഈക്വൽ ടു 0യിൽ. അപ്പോൾ അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 40 എന്ന് പറയുന്ന പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, 40 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 40 സെൻറ്റിമീറ്ററിലാണ് രണ്ടാമത്തെ ചാർജ് മൈനസ് 3 മൈക്രോകൂളോം. അടുത്തായിട്ട് വി ഹാവ് 120 സെൻറ്റിമീറ്റർ. 120 സെൻറ്റിമീറ്ററിലാണ് മൂന്നാമത്തെ ചാർജ്, അതായത് മൈനസ് 5 മൈക്രോകൂളോം. ഇങ്ങനെ 3 ചാർജ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട എന്താ? ഈ മൈനസ് 3 മൈക്രോകൂളോംബിലെ ടോട്ടൽ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലേ? മൈനസ് 3 മൈക്രോകൂളോംബ്. അപ്പോൾ ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം. ഇവിടെ ഇരിക്കുന്ന ചാർജ്, അതായത് ഈ 2 മൈക്രോകൂളോംബ് ഈ മൈനസ് 3 മൈക്രോകൂളോംബിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. മൈനസ് 2 മൈക്രോകൂളോംബ് ഉണ്ടാകുന്ന ഫോഴ്സ് F1 എടുക്കാം, അല്ലേ? ദാറ്റ് ഈസ് ആക്ടിങ് ടുവേഴ്സ് ദ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഇവിടെ മൈനസ് 5 മൈക്രോകൂളോംബ് ഉണ്ട്. ഈ മൈനസ് 5 മൈക്രോകൂളോംബ് എന്ത് ചെയ്യുന്നു? ഈ മൈനസ് 3 മൈക്രോകൂളോംബിനെ റിപ്പൽ ചെയ്യും, ലൈക്ക് ചാർജസ് ആയതുകൊണ്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ ഇതിന് കിട്ടുന്ന ഫോഴ്സ്, അതായത് ഈ മൈനസ് 3 മൈക്രോകൂളോംബിന് മൈനസ് 5 മൈക്രോകൂളോംബ് കൊണ്ട് കിട്ടുന്ന ഫോഴ്സ് അങ്ങോട്ടായിരിക്കും, ലെഫ്റ്റിലേക്ക് തന്നെ ആയിരിക്കും, അല്ലേ? ഓക്കെ, അപ്പോൾ ലെഫ്റ്റിലേക്ക് തന്നെ ആയിരിക്കും. അത് F2 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ 0 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0 ഉറപ്പായിട്ടും വരില്ല, കാരണം 2 ഫോഴ്സിലുണ്ട്, അല്ലേ? 2 ഫോഴ്സിലുണ്ട്. ഈ 2 ഫോഴ്സുകളും സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 0 എന്നുള്ള ഓപ്ഷൻ ഉറപ്പായിട്ടും വരില്ല. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് 5.5 ന്യൂട്ടൺ ടു ലെഫ്റ്റ്, അതൊരു പോസിബിലിറ്റി ആണ്, ലെഫ്റ്റിലേക്കാണ്. കാരണം ഇവിടെ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും, അല്ലേ? അടുത്തായിട്ട് 5.5 ന്യൂട്ടൺ ടു റൈറ്റ് ആണ്, അപ്പോൾ ഇതും വരില്ല. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 0.55 ന്യൂട്ടൺ ടു ലെഫ്റ്റ്, അപ്പോൾ ഇതും ഒരു പോസിബിലിറ്റി ആണ്. അപ്പോൾ 2 പോസിബിലിറ്റീസ് ഉണ്ട് ഇവിടെ. ഒന്ന് സെക്കൻഡ് ഓപ്ഷൻ വരാം, അല്ലെങ്കിൽ ഫോർത്ത് ഓപ്ഷൻ വരാം. ഇതിലേതാണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻസ് കളഞ്ഞു. അപ്പോൾ ഓപ്ഷൻ 2 വരാം, അല്ലെങ്കിൽ ഓപ്ഷൻ 4 വരാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് F1 എത്രയാണെന്ന് നോക്കാം. അതായത് ഈ മൈനസ് 3 മൈക്രോകൂളോംബിന് 2 മൈക്രോകൂളോംബ് കൊണ്ട് കിട്ടുന്ന ഫോഴ്സ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫോഴ്സ് F1 എടുക്കാം. F1 അപ്പോൾ നമുക്കറിയാം, ഇക്വേഷൻ അറിയാം, കുളൂംസിലാണ് 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ. Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ. ഇവിടെ ചാർജുകളുടെ പൊളാരിറ്റി നമ്മൾ കൊടുക്കുന്നില്ല, ഡയറക്ഷൻ നമുക്ക് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ 1/4πε0 9 × 10⁻⁹ Q1 Q2 എന്ന് പറയുമ്പോൾ 2 × 3 ഉണ്ട്, 10⁻⁻6ന്റെ സ്ക്വയർ ഉണ്ട്. 2 മൈക്രോകൂളോംബ് ആണ്, 10⁻⁻6 ഉണ്ട്, 10 × 10⁻⁻6 ഉണ്ട്, 10⁻12 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 40 × 40 × 10⁻⁻4. അപ്പോൾ നമുക്ക് 10⁻³ ഉണ്ട്, ഇവിടെ 4 × 4 10⁻⁻2 ഉണ്ട്. ദിസ് ഈസ് 10⁻². താഴെ 10⁻² ആവും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 × 0.25 × 9 × 2 × 3 × 10⁻⁻1. So this is equal to 625 × 18 × 3 × 10⁻⁻5 ആണ് വരുന്നത്. 625 × 18 × 3 × 10⁻⁻5. ഓക്കെ,
So therefore we get this is 625 into 54 into 10 raised to minus 5. അപ്പോൾ 6025 into 54 ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ് 0.33750. ഓക്കെ, ഇത്രയും ന്യൂട്ടനാണ് കിട്ടുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു 2 മൈക്രോ കുളോംബ് -3 മൈക്രോ കുളോംബിൽ അപ്ലൈ ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ഇത്രയാണ് 0.33750. അത്രയും ന്യൂട്ടനാണ്, അല്ലെങ്കിൽ 0.34 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് എ ഫോഴ്സ്. ദാറ്റ് ഇസ് എ ഫോഴ്സ് ബിറ്റ്വീൻ this 2 micro coulomb and -3 micro coulomb. അത് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു? ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ആക്ടിങ് ടുവേഴ്സ് ലെഫ്റ്റ്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഈ -3 മൈക്രോ കുളോംബിന് ഈ 5 മൈക്രോ കുളോംബ് കൊണ്ട് -5 മൈക്രോ കുളോംബ് കൊണ്ട് കിട്ടുന്ന റിപ്പൾസീവ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 0.33 ന്യൂട്ടൺ ആണ്, ലെഫ്റ്റിലേക്കാണ് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ലെഫ്റ്റിലേക്ക്. ഒന്ന് 5.5 ന്യൂട്ടൺ ടു ലെഫ്റ്റ്, അല്ലെങ്കിൽ 0.55 ന്യൂട്ടൺ ടു ലെഫ്റ്റ്. ഈ രണ്ട് ഫോഴ്സുകളുണ്ട്. അപ്പോൾ ലെഫ്റ്റിലേക്ക് കിട്ടുക ആൻസർ 5.5 ന്യൂട്ടൺ കിട്ടണമെങ്കിൽ ഇപ്പോൾ നമുക്ക് 0.33 ന്യൂട്ടനേ ഉള്ളൂ അല്ലേ. അതിൻ്റെ കൂടെ എത്ര കൂടെ വേണം? മോർ ദാൻ 5 ന്യൂട്ടൺ വേണം അല്ലേ. മോർ ദാൻ 5 ന്യൂട്ടൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ 2 കിട്ടത്തുള്ളൂ. ആക്ച്വലി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ -3 മൈക്രോ കുളോംബ് കൊണ്ട് ഈ 5 മൈക്രോ കുളോംബിന് -3 മൈക്രോ കുളോംബിന് ഈ -5 മൈക്രോ കുളോംബ് കൊണ്ട് കിട്ടുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഈ 5നേക്കാൾ കുറവായിരിക്കും. അതായത് ആൻസർ നമുക്ക് ഇത് എടുക്കാൻ പറ്റും 0.55 ന്യൂട്ടൺ. കാരണം ഓൾറെഡി കിട്ടിയ ഫോഴ്സ് എത്രയേ ഉള്ളൂ? 0.33 ന്യൂട്ടനേ ഉള്ളൂ. അപ്പോൾ ഏകദേശം അതിനോട് അടുത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ആൻസർ സെലക്ട് ചെയ്യാം. ഓപ്ഷൻ 4 0.55 ന്യൂട്ടൺ ടു ലെഫ്റ്റ്. ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് നോക്കിയാൽ മതി. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡ് ബൈ R² ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് F1/F2 എടുക്കാം. രണ്ടാമത്തെ കേസിലെ ഫോഴ്സ്, അതായത് രണ്ടാമത്തെ ചാർജ് കൊണ്ട് -5 മൈക്രോ കുളോംബ് കൊണ്ട് -3ക്ക് കിട്ടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ റിലേഷൻ ഉപയോഗിക്കാം. അപ്പോൾ F1/F2 = Q1 Q2 ഡിവൈഡ് ബൈ R1² ഇൻറ്റു R2² ഡിവൈഡ് ബൈ Q1' ഇൻറ്റു Q2' ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം Q1 Q2 എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഫോഴ്സ് ചാർജിലാണ്. അതായത് 2 × 3 ആണ് Q1 Q2. 2 × 3. രണ്ടാമത്തേന്ന് പറയുന്നത് 3 × 5 ആണ്. അതായത് Q1' Q2'. അതിൽ Q1'ഉം Q1 സെയിം തന്നെയാണ്. അപ്പോൾ അത് 3 × 5 ആണ്. 3 × 5. ഓക്കെ, ഇൻറ്റു R2/R1 ദി ഹോൾ സ്ക്വയർ ആണ്. R2/R1 ദി ഹോൾ സ്ക്വയർ. ഈ കേസിൽ നമുക്കറിയാം എത്രയായിട്ട് മാറി? ഡിസ്റ്റൻസ് എത്രയായിട്ടാണ് വന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ 40 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇവിടെ 120 - 40 ആണ്, അതായത് 80 ആണ്. അപ്പോൾ ആദ്യത്തേൻ്റെ ഡബിൾ ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് ഡിസ്റ്റൻസ് 2R ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ പറയാം R2 = 2 times R1 ആണ്. അപ്പോൾ therefore R2ൻ്റെ സ്ഥലത്ത് നമുക്ക് 2R1 കൊടുക്കാം. 2R1 ഡിവൈഡ് ബൈ R1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 5 × 3 ക്യാൻസൽ ചെയ്തു. പിന്നെ 4 ആണുള്ളത്. 2² വരും 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/5. 8/5. അതായത് F1/F2 = 8/5 ഓർ F2 = 5/8 ഇൻറ്റു F1 ആണ്. ഓക്കെ, 5/8 ഇൻറ്റു F1. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/8 ഇൻറ്റു F1 എന്ന് പറയുമ്പോൾ എത്രയാണ്? നമുക്ക് നേരത്തെ കിട്ടിയ 0.33 സംതിങ് ആണ്. ഓക്കെ, 0.3375 ആണ് കിട്ടുന്നത്. ഓക്കെ, 5/8 ഇൻറ്റു 0.3375. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുക 5/8 എന്ന് പറയുമ്പോൾ 1നേക്കാൾ കുറവാണ്. അപ്പോൾ therefore ഈ ഫോഴ്സ് 0.33യേക്കാൾ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏകദേശ വാല്യൂ എന്ന് പറയുന്നത് ഒരു 0.23 സംതിങ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം 0.23 സംതിങ് വരും.
ഇത്ര ന്യൂട്ടൺ ആണ് F2 എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എത്രയൊക്കെ ആഡ് ചെയ്യുക? 0.3375 പ്ലസ് 0.23 ആണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് F is equal to now F1 plus F2 that is equal to 0.3375 plus 0.23 ആണ്. ഓക്കെ, 0.5675 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര കിട്ടി? 0.55 കിട്ടും. ഓക്കെ, 0.55 ആണ് എടുക്കാൻ പറ്റുന്ന മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ എന്ന് പറഞ്ഞാൽ 0.55 ന്യൂട്ടൺ ടു ലെഫ്റ്റ്. 5.5 വരത്തില്ല, കാരണം 5.5 വരണമെങ്കിൽ അത്രയും ലാർജ് ഫോഴ്സ് വേണം. അത്രയും ഫോഴ്സ് ഇല്ല. നമ്മൾ ആദ്യത്തേത് കണ്ടുപിടിച്ചു, F1 കണ്ടുപിടിച്ചു, അതിന്റെ വാല്യൂ 0.33 ആണ്. ഇവിടെ F2 അതിന്റെ അഡീഷണൽ ആയിട്ട് വരുന്ന F2 എന്ന് പറയുന്നത് 0.33യേക്കാൾ കുറവാണ്. അപ്പോൾ therefore നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടത്തുള്ളൂ? 0.55, അപ്രോക്സിമേറ്റ്ലി 0.55 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ചെയ്യുവാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഓപ്ഷൻ നോക്കിയിട്ട് തന്നെ ആദ്യം തന്നെ നിശ്ചയിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Two charges Q1 and Q2 repel each other if. അപ്പോൾ രണ്ട് ചാർജുകൾ റിപ്പൽ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ലൈക്ക് ചാർജുകളായിരിക്കണം അല്ലേ? ഒന്നുകിൽ രണ്ടും പ്ലസ് ചാർജ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും മൈനസ് ചാർജ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഇതിന്റെ ചാർജുകളുടെ പ്രോഡക്റ്റ് എടുത്താൽ എന്ത് കിട്ടും? രണ്ടും മൈനസ് ആണെങ്കിലും പ്രോഡക്റ്റ് എന്തായിരിക്കും? രണ്ട് മൈനസ് ചാർജുകളാണെന്ന് വിചാരിക്കുക. Q1 and Q2 മൈനസ് ആണ്, അപ്പോൾ പ്രോഡക്റ്റ് എന്ത് വരും? പ്ലസ് ആയിരിക്കും അല്ലേ? അപ്പോൾ രണ്ട് ചാർജുകളും അതുപോലെ പോസിറ്റീവ് ആണെങ്കിൽ, പ്ലസ് ചാർജ് ആണെങ്കിൽ അതിൻ്റെയും പ്രോഡക്റ്റ് എന്താണ്? അതിൻ്റെയും പ്രോഡക്റ്റ് പ്ലസ് തന്നെയാണ് അല്ലേ? അതായത് പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് ദി ചാർജ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് Q1 Q2 ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുക്കാം. അപ്പോൾ ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുന്നു. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം അല്ലേ? പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ Q1 ഇൻറ്റു Q2 എന്നുള്ളത് പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. പറഞ്ഞിരിക്കുന്ന two thin infinite parallel sheets have uniform surface charges, surface charge density, surface densities of charge plus sigma and minus sigma. Electric field in the space between the two sheets. നമുക്ക് രണ്ട് ഇൻഫിനിറ്റ് ഷീറ്റുകളുണ്ട്, ചാർജ് ഷീറ്റുകളുണ്ട്. ഈ ചാർജ് ഷീറ്റുകളുടെ സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ആണ് സിഗ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പ്ലസ് സിഗ്മയും മറ്റേത് മൈനസ് സിഗ്മയും ആണ്. അപ്പോൾ നമുക്കറിയാവുന്നത് ഒരു സിംഗിൾ ഇൻഫിനിറ്റ് ചാർജ് ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ് ഒരു സിംഗിൾ ചാർജ് ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ചാർജ് ഷീറ്റുകളുണ്ട്. വൺ ഈസ് പ്ലസ് സിഗ്മ ആൻഡ് അതർ ഈസ് മൈനസ് സിഗ്മ. അപ്പോൾ ഹിയർ വി ഹാവ് മൈനസ് സിഗ്മ പ്ലേറ്റ് ആൻഡ് ഇവിടെ നമുക്ക് പ്ലസ് സിഗ്മ ഉള്ള പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്ലേറ്റുകൾക്കും കൂടെ ഇടയ്ക്കായിട്ട് ഒരു പോയിന്റ് എടുക്കുക. ആ ഒരു പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇത് പ്ലസ് സിഗ്മ പ്ലേറ്റ് ആണ്. ദിസ് ഈസ് പ്ലേറ്റ് 1 എന്ന് എടുക്കുക, ഇത് പ്ലേറ്റ് 2 എന്ന് എടുക്കാം അല്ലേ? അപ്പോൾ പ്ലേറ്റ് 1ന്റെ ഫീൽഡ് എങ്ങോട്ടായിരിക്കും? പ്ലേറ്റ് 1 എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് പ്ലേറ്റ് 1ന്റെ ഫീൽഡ് ഈ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ആയിരിക്കും ആക്ട് ചെയ്യുക. ഇത് നമുക്ക് E1 എന്ന് എടുക്കാം, ശരിയല്ലേ? E1 നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ആയിരിക്കും ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇതിന്റെ ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ഡയറക്റ്റഡ് എവേ ഫ്രം പ്ലേറ്റ് 2 ആണ്. അപ്പോൾ പ്ലേറ്റ് 2 പോസിറ്റീവ് ആയതുകൊണ്ട് അതിന്റെ ഫീൽഡ് ഡയറക്റ്റഡ് എവേ ഫ്രം ദി പ്ലേറ്റ് 2 ആയിരിക്കും. അപ്പോൾ therefore ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഇത് E2 ആണ്. അപ്പോൾ ടോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത് രണ്ടും കൂടെ സം ആയിട്ട് എടുക്കാം. അപ്പോൾ ടോട്ടൽ ഫീൽഡ് ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2 ആണ്. E1 പ്ലസ് E2. അപ്പോൾ നമ്മളിവിടെ ചാർജിന്റെ പൊളാരിറ്റി ഉപയോഗിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് മാഗ്നിറ്റ്യൂഡുകൾ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സെക്കൻഡ് വണ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0 or we get a sigma by epsilon 0. So answer is sigma by epsilon 0. അപ്പോൾ ഇത്രയും കാൽക്കുലേഷൻ നമ്മൾ സാറിനായിട്ട് ചാർജിന്റെ സൈൻ ഉപയോഗിക്കാറില്ല ഇലക്ട്രിക് ഫീൽഡ് എടുക്കുമ്പോൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡയറക്ഷൻ കൊടുക്കാം. ഉദാഹരണത്തിന് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് E1 ആണ് അല്ലേ? അപ്പോൾ അത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആക്ട് ചെയ്യുന്നതായിട്ട് വിചാരിക്കാം. ഇങ്ങോട്ട് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ, റൈറ്റിലേക്ക് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ E1 നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കൊടുക്കാം? സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഇൻറ്റു യൂണിറ്റ് വെക്ടർ മൈനസ് ഐ ക്യാപ്പ് കൊടുക്കാം. അതുപോലെ തന്നെ E2 വെക്ടർ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഇൻറ്റു ഇത് എങ്ങോട്ട് തന്നെ ആക്ട് ചെയ്യുക? ഇതും ആക്ട് ചെയ്യുന്ന നെഗറ്റീവ് എക്സ് ഡയറക്ഷനാണ്, അതുകൊണ്ട് മൈനസ് ഐ ക്യാപ്പ് തന്നെ കൊടുക്കാം അല്ലേ?
അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E വെക്ടർ ഇസ് ഈക്വൽ ടു E1 പ്ലസ് E2 വെക്ടർ ആണ്. E1 പ്ലസ് E2 വെക്ടർ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര വരിക? സിഗ്മ ബൈ 2 എപ്സിലോൺ 0 അല്ലേ? സിഗ്മ ബൈ 2 എപ്സിലോൺ 0 മൈനസ് ഐ ക്യാപ് പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 മൈനസ് ഐ ക്യാപ്. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു മൈനസ് ഐ ക്യാപ്. അതായത് റിസൾട്ടന്റ് ഫീൽഡ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു? റിസൾട്ടന്റ് ഫീൽഡ് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നു. സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു മൈനസ് ഐ ക്യാപ്. അപ്പോൾ അതിന്റെ മോഡുലസ് മാത്രം എടുത്താൽ എത്ര കിട്ടും? ആൻസർ സിഗ്മ ബൈ എപ്സിലോൺ 0 ഓപ്ഷൻ 3 കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. The length of a conductor is doubled and its radius is halved. Its resistance is. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അതിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറയുന്നത് R is equal to rho into L by A ആണ് അല്ലേ? Rho is a resistivity of the material of the conductor and L എന്ന് പറയുന്നത് എന്താണ്? Length of the conductor. A is the area of cross section. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരും പൈ ആർ സ്ക്വയർ എന്ന് എടുക്കാം. അപ്പോൾ റോ ഇൻറ്റു എൽ ബൈ പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ടു എൽ ബൈ ആർ സ്ക്വയർ ആണ്. പ്രൊപ്പോർഷൻ ടു എൽ ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് R1 ബൈ R2 എടുക്കുകയാണെങ്കിൽ R1 by R2 is equal to L1 by L2 into R2 divided by R1 ആണ്. R1 by R2 is equal to L1 by L2 into R2 by R1. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ലെങ്ത് എന്ത് ചെയ്യുന്നു? ലെങ്ത് ഡബിൾ ആക്കി മാറ്റി. അതായത് L1 divided by L2 എന്നുള്ള 2 times L1 into R2 by R1 the whole square ആണ്. അപ്പോൾ L1 by 2 L1 into R2 എന്ന് പറയുന്ന റേഡിയസ് ഹാഫ് ആക്കി മാറ്റി അല്ലേ? R2 is equal to R1 by 2 ആണ്. R1 by 2 into R1. അപ്പോൾ R1 ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? L1 ക്യാൻസൽ ചെയ്തു. അപ്പോൾ therefore എത്ര വന്നു? 1 by 2 into 1 by 4 ആണ്. ദാറ്റ് is equal to 1 by 8 ആണ് അല്ലേ? 1 by 8. അപ്പോൾ R1 by R2 is equal to 1 by 8. therefore R2 is equal to സെക്കൻഡ് കേസിലെ റെസിസ്റ്റൻസ് ആണ് R2. R2 is equal to 8 times R1 ആണ്. ഓക്കെ, R2 is equal to 8 times R1. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്ന ഓപ്ഷൻ 4 ആണ്. റെസിസ്റ്റൻസ് ഇൻ ദ സെക്കൻഡ് കേസ് ബിക്കംസ് 8 times ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. At what temperature the resistance of a copper wire will become 3 times its value at a 0 degree Celsius? Temperature coefficient of resistance for copper is 4 into 10 raised to minus 3 per degree Celsius. അപ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ റെസിസ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് കാണിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? റെസിസ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. ആ ഇക്വേഷൻ നമുക്കറിയാം. റെസിസ്റ്റൻസ് അറ്റ് എനി ടെമ്പറേച്ചർ T ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി എന്നൊരു അപ്രോക്സിമേറ്റ് റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ R0 എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റീരിയൽ, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ആൽഫ എന്നുള്ളത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ടി എന്നുള്ളത് ടെമ്പറേച്ചർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസിന്റെ 3 ടൈംസ് ആയിട്ട് മാറുന്ന പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അറ്റ് വാട്ട് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഓഫ് എ കോപ്പർ വയർ വിൽ ബിക്കം 3 ടൈംസ് ഇറ്റ്സ് വാല്യൂ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അതായത് ആർ ടി എന്ന് പറയുന്നത് എത്രയായിട്ട് മാറണം? ആർ ടി എന്ന് പറയുന്നത് 3 ടൈംസ് R0 ആയിട്ട് മാറണം അല്ലേ? R0 എന്താണ്? റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതിന്റെ 3 ടൈംസ് ആയിട്ട് ആർ ടി ചേഞ്ച് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആർ ടിക്ക് വരെ എത്ര കൊടുക്കാം? ആർ ടിക്ക് വരെ 3R0 കൊടുക്കാം അല്ലെ? 3R0 is equal to R0 into 1 plus alpha t ആണ്. അപ്പൊ therefore it is 3R0 that is equal to R0 plus, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം. R0 ഫസ്റ്റ് തന്നെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ R0 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 is equal to 1 plus alpha t എന്ന് എഴുതാം. ഓർ 3 minus 1 2 is equal to alpha t എന്ന് എഴുതാം. നമുക്ക് ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ടെമ്പറേച്ചർ T is equal to 2 divided by alpha ആണ്. That is equal to 2 divided by alpha എന്ന് പറഞ്ഞിരിക്കുന്നത് 4 into 10 raised to minus 3 ആണ്. 4 into 10 raised to minus 3. Okay, that is equal to 1 by 2 into 10 raised to 3 അല്ലെങ്കിൽ 1000 divided by 3. That is equal to 500 degree Celsius.
അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് 500 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഓക്കെ, ആൻസർ ഓപ്ഷൻ 3 ആണ്, 500 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 6. The fringe width in a Young's double slit experiment can be increased if you decrease. Fringe width Young's double slit experiment നമ്മൾ പഠിച്ചതാണ് ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ അല്ലേ. ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു ഓർക്കാമല്ലോ? ബാൻഡ് വിഡ്ത്ത് ബീറ്റ ആണ് റെപ്രസെന്റ് ചെയ്യുന്ന. ബീറ്റ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ഇൻറ്റു ലാംഡ. ഇതാണ് ഇക്വേഷൻ. ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ഇൻറ്റു ലാംഡ. അപ്പോൾ നമുക്ക് അതിനകത്ത് ടേംസ് ഒക്കെ അറിയാം. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്ലിറ്റിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് അല്ലേ. അതിന്റെ സ്മോൾ ഡി എന്ന് പറയുന്ന രണ്ട് സ്ലിറ്റുകൾക്കിടയ്ക്കുള്ള സെപ്പറേഷൻ ആണ്, സ്ലിറ്റ് സെപ്പറേഷൻ എടുക്കാം. ഓർ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ലാംഡ ഇസ് എ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ നമുക്ക് അറിയാം. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ക്യാപിറ്റൽ ഡി ആണ്. ക്യാപിറ്റൽ ഡി കൂടുന്നതനുസരിച്ച് ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു. വേവ് ലെങ്ത് കൂട്ടിയാലും ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ലിറ്റ് സെപ്പറേഷൻ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് the fringe width in a Young's double slit experiment can be increased if it decrease. നമ്മൾ ഏത് ഡിക്രീസ് ചെയ്യണം? സ്ലിറ്റ് സെപ്പറേഷൻ അല്ലെ. സെപ്പറേഷൻ ഓഫ് സ്ലിറ്റ് ഡിക്രീസ് ചെയ്യുക. അതായത് ബീറ്റ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഡി ആണ്. അപ്പോൾ നമ്മൾ സ്ലിറ്റ് സെപ്പറേഷൻ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഇഫ് ഈ ഡിക്രീസ് സ്ലിറ്റ് സെപ്പറേഷൻ. അപ്പോൾ ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. In Young's double slit interference experiment, if the slit width is made 1/3 folds, the fringe width becomes. Young's double slit interference experiment, slit width is made 1/3 fold എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി സ്ലിറ്റ് വിഡ്ത്ത് അല്ല, സ്ലിറ്റ് സെപ്പറേഷൻ ആണ്. സ്ലിറ്റ് സെപ്പറേഷൻ. സ്ലിറ്റ് സെപ്പറേഷൻ. അതായത് ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ഇൻറ്റു ലാംഡ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ലിറ്റ് സെപ്പറേഷൻ ആണ്. സ്ലിറ്റ് സെപ്പറേഷൻ 1/3 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയായിട്ട് മാറും? ഫ്രിഞ്ച് വിഡ്ത്ത് 3 ടൈംസ് ആയിട്ട് മാറും അല്ലേ. ഓക്കെ, അതായത് നമുക്കിവിടെ എന്തൊക്കെ ഫിക്സഡ് ആണ്? ക്യാപിറ്റൽ ഡി ഫിക്സഡ് ആയിട്ട് എടുക്കണം, വേവ് ലെങ്ത് ഫിക്സഡ് ആയിട്ട് എടുക്കണം, വേരിയബിൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡി ആണ്. അതായത് ബാൻഡ് വിഡ്ത്ത് ബീറ്റ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു സ്ലിറ്റ് വിഡ്ത്ത് ആണ്. അപ്പോൾ ബീറ്റ 2 ഡിവൈഡ് ബൈ ബീറ്റ 1 എന്ന് എടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു d1 ബൈ d2 ആണ്. d1 ബൈ d2. അപ്പോൾ സ്ലിറ്റ് സെപ്പറേഷന് ഫസ്റ്റ് കേസിൽ d ആണ്, രണ്ടാമത്തെ കേസിൽ എത്രയാണ്? d/3 ആണ്. d/3 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? b2 ബൈ b1. b2 ബൈ b1 ഇസ് ഈക്വൽ ടു നമുക്ക് 3 എന്ന് കിട്ടും. ദെർഫോർ b2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3 ടൈംസ് b1 ആണ്. ബീറ്റ 2 ഇസ് ഈക്വൽ ടു 3 ടൈംസ് ബീറ്റ 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സ്ലിറ്റ് സെപ്പറേഷൻ 1/3 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എത്രയായിട്ട് മാറി? 3 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു, 3 ഫോൾഡ് ആയിട്ട് മാറി. ഓക്കെ, ഓപ്ഷൻ 2 ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The de Broglie wavelength of a neutron at a 27 degrees Celsius is lambda. What will be its wavelength at a 927 degree Celsius? അപ്പോൾ ഡ്യുവൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ്. ഡ്യുവൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ ഇക്വേഷൻ വന്നാൽ നമുക്കറിയാം. അതായത് തെർമൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്. തെർമൽ കൈനറ്റിക് ആവറേജ് തെർമൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3/2 kBT എന്നുള്ള ഇക്വേഷൻ. kB is a Boltzmann constant, T is absolute temperature അല്ലേ. അപ്പോൾ നമുക്കിവിടെ തെർമൽ കൈനറ്റിക് എനർജിക്ക് പകരം എന്ത് കൊടുക്കാം? p²/2m എന്ന് എടുക്കാം. അപ്പോൾ p²/2m is equal to 3/2 into kBT ആണ്. p²/2m. അപ്പോൾ നമുക്കവിടെ 2 ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്താൽ മൊമെന്റം സ്ക്വയർ എടുക്കാം. therefore മൊമെന്റം is equal to √3m kBT എന്ന് കിട്ടും. മൊമെന്റം √3m kBT ആണ്. therefore നമുക്ക് വേണ്ട ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു നമുക്കറിയാം h/p ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു h ഡിവൈഡ് ബൈ √3m kBT ആണ്. 3m kBT അല്ലേ. അപ്പോൾ ഇവിടെ h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, m മാസ്, kB ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആൻഡ് T is absolute temperature.
അപ്പോൾ ഇവിടെ ന്യൂട്രോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഇവിടെ മാസ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ വേരിയബിൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മാത്രമാണ്. അപ്പോൾ ദെയർഫോർ നമുക്കിവിടെ ചെയ്യാൻ പറ്റിയ ലാംഡ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ ഈ റിലേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കിവിടെ രണ്ടാമത്തെ കേസിൽ വാട്ട് ഈസ് എ വേവ് ലെങ്ത് അറ്റ് 927 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്കിവിടെ റേഷ്യോ എടുക്കുക ഇങ്ങനെ ലാംഡ 2 ഡിവൈഡ് ബൈ ലാംഡ 1 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചർ T1 ഡിവൈഡ് ബൈ T2. അബ്സല്യൂട്ട് ടെമ്പറേച്ചേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ T1 എന്ന് പറയുന്നത് എത്രയാണ്? T1 എന്നാൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 27 പ്ലസ് 273 എന്നെടുക്കണം. അപ്പോൾ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുപോലെ സെക്കൻഡ് കേസിലെ ടെമ്പറേച്ചർ 927 ആണ്. 927 പ്ലസ് 273 ആണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക? റൂട്ട് ഓഫ് ഇത് 300 ആണ്. ഫസ്റ്റ് ടെമ്പറേച്ചർ 300 കെൽവിൻ ഡിവൈഡഡ് ബൈ 1200 കെൽവിൻ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4. റൂട്ട് ഓഫ് 1/4 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ആണ്. അതായത് ലാംഡ 2 ബൈ ലാംഡ 1 1/2 ആണ്. ദെയർഫോർ ലാംഡ 2 ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ലാംഡ 2 ഇസ് ഈക്വൽ ടു എത്രയാണ്? ലാംഡ 1/2 ആണ് ആൻസർ. ലാംഡ 1/2. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ഓപ്ഷൻ 3 കിട്ടും, ലാംഡ ബൈ 2. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. അത് ഡ്യുവൽ നേച്ചർ ആയ ക്വസ്റ്റ്യൻ തന്നെയാണ്. മെറ്റൽ ഹൂസ് വർക്ക് ഫംഗ്ഷൻ ഈസ് 3.3 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഇലൂമിനേറ്റഡ് ബൈ എ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 3 × 10⁻⁻⁷ മീറ്റർ. വാട്ട് ഈസ് എ മാക്സിമം എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്? വാട്ട് ഈസ് എ മാക്സിമം എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്? യെസ്, അപ്പോൾ മാക്സിമം എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ എങ്ങനെ എഴുതുന്നു? ഇൻസിഡന്റ് എനർജി എന്ന് പറയുന്നത് എന്തൊക്കെയായിട്ട് മാറുന്നു? ഇൻസിഡന്റ് എനർജി എന്ന് പറയുന്നത് മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ പ്ലസ് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്യുന്നു. ആ ഇൻസിഡന്റ് റേഡിയേഷന്റെ എനർജിയാണ് ഈ ഐ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫൈ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഫംഗ്ഷൻ ആണ്. അതായത് ഈ മെറ്റലിന് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാൻ വേണ്ട ഏറ്റവും മിനിമം എനർജിയാണ്, ഏറ്റവും കുറഞ്ഞ എനർജിയാണ് ഫൈ. ദാറ്റ് ഇസ് എ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ. ആൻഡ് കെ മാക്സിമം എന്ന് പറഞ്ഞാൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ മാക്സിമം കൈനറ്റിക് എനർജി. അതായത് ഇൻസിഡന്റ് എനർജിയുടെ ഒരു ഭാഗം ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. റിമൈനിങ് പോർഷന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ മാക്സിമം കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഐഡിയ അല്ലേ. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ദെയർഫോർ കെ മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ്? ഇൻസിഡന്റ് എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ്. ഇൻസിഡന്റ് എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം ഇൻസിഡന്റ് എനർജിയാണ്. അപ്പോൾ ഇവിടെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 3.3 ഇലക്ട്രോൺ വോൾട്ട്. തന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ആണ്, ഇൻസിഡന്റ് റേഡിയേഷന്റെ വേവ് ലെങ്ത് ആണ് 3 × 10⁻⁷ മീറ്റർ. അപ്പോൾ ഈ വേവ് ലെങ്തിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് h ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു hc/λ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കൊടുക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വേവ് ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എനർജി ജൂൾസിൽ കിട്ടും. ഈ ജൂളിലുള്ള എനർജി എന്ത് ചെയ്യണം? ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം നമുക്കറിയാം. ദാറ്റ് ഈസ് 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁻19 ജൂൾ വെച്ചിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എനർജി ജൂളിൽ കിട്ടിയിട്ടുണ്ട്, അതിനെ നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അതാണ് ശരിയായ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ നമുക്കിവിടെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു വേവ് ലെങ്ത് ഉണ്ട്. ഈ വേവ് ലെങ്തിനെ നമ്മൾ ആദ്യമേ ഒന്നുകിൽ ആങ്സ്ട്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നാനോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്താൽ എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രോൺ വോൾട്ടിലുള്ള എനർജി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന വേവ് ലെങ്ത് നോക്കുക. ലാംഡ ഇസ് ഈക്വൽ ടു എത്രയാണ്? 3 × 10⁻⁷ മീറ്റർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 300 × 10⁻⁹ മീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് 300 എത്രയാണ്? നാനോമീറ്റർ ആണ് അല്ലേ. 300 നാനോമീറ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന റിലേഷൻ ഇതാണ്. നമുക്കിവിടെ ലാംഡ എന്തിൽ തന്നിരിക്കുകയാണ്? നാനോമീറ്ററിലാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോൺ വോൾട്ടിലുള്ള എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട്. എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1240 ഡിവൈഡ് ബൈ ലാംഡ ഇൻ നാനോമീറ്റർ. ഈ റിലേഷൻ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു അപ്രോക്സിമേറ്റ് ആൻസർ കിട്ടുള്ളൂ, എങ്കിലും നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1240 ഡിവൈഡ് ബൈ ലാംഡ ഇൻ നാനോമീറ്റർ. അപ്പോൾ therefore it is equal to 1240 ഡിവൈഡ് ബൈ വേവ് ലെങ്ത് എത്രയാണ്? 300 നാനോമീറ്റർ ആണ്. ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് 300 നാനോമീറ്റർ എന്ന് എഴുതാം.
Okay, അപ്പോൾ that is equal to 124 divided by 3 into 10 ആണ്. Okay, അപ്പോൾ that is equal to 124 by 3. Okay, അപ്പോൾ നമുക്ക് 4.1 കിട്ടും. അപ്പോൾ that is equal to 41 by 10, that is equal to approximately 4.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്രോക്സിമേറ്റ്ലി ആണ് കേട്ടോ, 4.1 ഇലക്ട്രോൺ വോൾട്ട്. വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ പോയിന്റ് 133 എന്ന് കിട്ടും. 4.133 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. അപ്പോൾ 4.1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് എഴുതി. അപ്രോക്സിമേറ്റ്ലി ഇതെന്താണ്, ഇൻസിഡന്റ് എനർജിയാണ് അല്ലേ. അപ്പോൾ ഇൻസിഡന്റ് എനർജി ഈസ് ഈക്വൽ ടു 4.1 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം ഇതാണ്. വന്നു വീഴുന്ന ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എനർജി, ഇൻസിഡന്റ് എനർജി ഈസ് ഈക്വൽ ടു 4.1 ഇലക്ട്രോൺ വോൾട്ട്. വർക്ക് ഫംഗ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാ? മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 3.3 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, 3.3 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ therefore നമുക്ക് എന്ത് ചെയ്യാം, കൈനറ്റിക് എനർജി കെ മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ്? ഇൻസിഡന്റ് എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ therefore ഈ 4.133 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ 3.3. ഓക്കെ, 3.3. So 4.133 minus 3.3, that is equal to 0.833 electron volt എന്ന് കിട്ടും. 0.833 electron volts. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്ന മാക്സിമം കൈനറ്റിക് എനർജി എത്രയാണ്? മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0.833 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ അതിനോട് അടുത്ത് കിടക്കുന്ന ആൻസർ നമുക്ക് എടുക്കാം. അപ്പോൾ അതിനോട് അടുത്ത് കിടക്കുന്ന ആൻസർ ഇതാണ്, ഓപ്ഷൻ 1 ആണ്. 0.825 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, 0.825 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇൻസിഡന്റ് എനർജിയുടെ ഇക്വേഷൻ ആണ് 1240 ഡിവൈഡ് ബൈ ലാംഡ ഇൻ നാനോമീറ്റർ. ഇനി ലാംഡ വന്നിരിക്കുന്ന ആങ്സ്ട്രത്തിലാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട്, എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 12400 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ നാനോമീറ്റർ. ഇത് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ലാംഡ ഇൻ ആങ്സ്ട്രം. ദിസ് വൺ ഈസ് ഫോർ ലാംഡ ഇൻ ആങ്സ്ട്രം. ആങ്സ്ട്രത്തിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ റിലേഷൻ എടുക്കാൻ പറ്റും. 12400 ഡിവൈഡ് ബൈ ലാംഡ ഇൻ ആങ്സ്ട്രം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ബോർസ് തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ബേസ്ഡ് ഓൺ ദി പോസ്റ്റുലേറ്റ്. അത് നമുക്കറിയാം. ബോർസ് തിയറി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേഷനറി ഓർബിറ്റുകളുടെ കൺസെപ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആദ്യം റുദർഫോർഡ് ഫസ്റ്റ് ആറ്റം മോഡൽ നമുക്കറിയാം, തോംസൺ ആറ്റം മോഡലാണ്. പിന്നീട് വന്നത് റുദർഫോർഡ് ആറ്റം മോഡലാണ്. റുദർഫോർഡ് ആറ്റം മോഡലിന് എന്തില്ല, ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല അല്ലെ. അപ്പൊ അതിന് ഒരു പരിഹാരവുമായിട്ടാണ് ആര് വന്ന, ബോർസ് തിയറി വന്നത് അല്ലെ. ബോർസ് തിയറി പറയുന്നത് എന്താണ്, സ്റ്റേഷനറി ഓർബിറ്റുകളുടെ കൺസെപ്റ്റ് ആണ്. അതായത് ഒരു ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം എന്തായിരിക്കണം, ഇറ്റ് ഇസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഓർബിറ്റിലാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എനർജിക്ക് യാതൊരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. അപ്പൊ അത്തരം ഓർബിറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്ന് വിളിക്കുന്നു അല്ലെ. സ്റ്റേഷനറി ഓർബിറ്റ്സ്. അപ്പോൾ ഫോർ എ സ്റ്റേഷനറി ഓർബിറ്റ് ദ ആംഗുലർ മൊമെന്റം ഓഫ് ദി ഇലക്ട്രോൺ ഇസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കണം. അപ്പൊ അതാണ് കണ്ടീഷൻ അല്ലെ. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തായിരുന്നു കണ്ടീഷൻ, ആംഗുലർ മൊമെന്റം L = nh/2π ആണ്. ഫോർ n = 1 2 3 എക്സെട്ര. അപ്പൊ ഈ കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് ബോർസ് തിയറി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബോർസ് തിയറിയുടെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് ഇതാണ്, ദ ആംഗുലർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ in a stationary orbit is always an integral multiple of h/2π. അപ്പോൾ that shows the quantization of angular momentum. അപ്പോൾ ഓപ്ഷൻ 4 ആണ്, quantization of angular momentum. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. The half-life of a radioactive substance is 30 days. The time taken for 3/4 of its original mass. 3/4 എന്നാണ്, 3/4 of its original mass to disintegrate is
3/4 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള സമയം എത്രയാണെന്നുള്ളത്. അപ്പോൾ ഹാഫ് ലൈഫ് തന്നിരിക്കുന്നത് എത്രയാണ്? 30 days ആണ്. അപ്പോൾ എത്ര ഹാഫ് ലൈഫ് കഴിയുന്നു നോക്കി വെച്ചാൽ മതി അല്ലേ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ദ ടൈം ടേക്കൺ ഫോർ 3/4 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ മാസ് ടു ഡിസിൻറ്റഗ്രേറ്റ്. ഒറിജിനൽ മാസിന്റെ 3/4 പോർഷൻ എന്ത് ചെയ്തു? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോയി. പിന്നീട് റിമെയിൻ ചെയ്യുന്ന എത്രയാണ്? ഒറിജിനൽ മാസ് മൈനസ് 3/4 ഓഫ് ദി മാസ് ആണ് അല്ലെ, റിമൈനിങ് നമ്പർ ഓഫ് ആറ്റംസ്. അപ്പൊ നമുക്ക് റിമൈനിങ് നമ്പർ ഓഫ് ആറ്റംസ് n എന്ന് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു n0 മൈനസ് 3/4 ഓഫ് n0 ആണ്. ശരിയല്ലേ? അതായത് ഒറിജിനലി എത്ര ഉണ്ടായിരുന്നു? നമ്പർ ഓഫ് ആറ്റംസ് n0 ആയിരുന്നു. അതിന്റെ എത്ര പോർഷൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി? 3/4 പോർഷനും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു അല്ലെ. റിമെയിൻ ചെയ്യുന്ന എത്രയാണ്? 1/4 ഉള്ളൂ. അപ്പൊ therefore that is equal to n0/4 ആണ്. അപ്പൊ ശരിയല്ലേ? അപ്പൊ n എന്നുള്ള എത്രയായിട്ട് മാറി? n0/4 ആയിട്ട് മാറി. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? n0 എന്നുള്ളത് n0/2 ആയിട്ട് മാറാൻ എത്ര സമയം എടുക്കുന്നു? ഹാഫ് ലൈഫ് ടൈം എടുക്കുന്നു. അതായത് ഇവിടെ എത്ര സമയം എടുക്കും? 30 days എടുക്കും. ശരിയല്ലേ? അപ്പൊ n0/2 ആൻ 30 days എടുക്കും. n0/2 n0/4 ആയിട്ട് മാറാൻ വീണ്ടും ഒരു 30 days കൂടി എടുക്കും അല്ലെ. ഓക്കെ, അപ്പൊ നൗ n0/2 എന്നുള്ളത് എന്തായിട്ട് മാറി? n0/2 എന്നുള്ള n0/4 ആയിട്ട് വീണ്ടും ഹാഫ് ആയിട്ട് കുറഞ്ഞു. അതായത് രണ്ട് ഹാഫ് ലൈഫുകൾ ഇവിടെ കംപ്ലീറ്റ് ആയി അല്ലെ. ഓക്കെ, n0/4 ആയിട്ട് മാറി. അപ്പൊ രണ്ട് ഹാഫ് ലൈഫ് കഴിയും. അപ്പൊ രണ്ട് ഹാഫ് ലൈഫിന് എത്ര സമയം എടുക്കുന്നു? 60 days എടുക്കും. ഒരു ഹാഫ് ലൈഫിന് 30 days, രണ്ട് ഹാഫ് ലൈഫ് കഴിയുന്നതുകൊണ്ട് 60 days എടുക്കും. അപ്പൊ ആൻസർ 60 days ആണ് കിട്ടുന്നത് അല്ലെ. ആൻസർ 60 days. അപ്പൊ അതിനകത്ത് കിടക്കുന്ന ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ടേക്കൺ ഫോർ 3/4 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ മാസ് ടു ഡിസിൻറ്റഗ്രേറ്റ്. 3/4 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി. റിമെയിൻ ചെയ്യുന്നത് 1/4 മാത്രമാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ഈ രീതി ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ആ ഇക്വേഷൻ ഇതായിട്ട് നമുക്ക് എടുക്കാം. n is equal to n0 into half raised to t/t half. half raised to t/t half. അപ്പൊ ഇവിടെ t എന്ന് പറയുന്നത് എത്ര സമയമാണെന്നുള്ളതാണ്. t half എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് പീരീഡ് ആണ്. അപ്പൊ t/t half എന്ന് പറയുന്നത് ആക്ച്വലി നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് n എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിങ്ങിൽ n0 ഉണ്ട്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് എത്രയായിട്ട് മാറി? അത് n0, കുറെ സമയം കഴിഞ്ഞപ്പോൾ അത് n0/4 ആയിട്ട് മാറി. അതായത് n എന്നുള്ള എത്രയായി? n0/4 ആയി. അപ്പൊ n0/4 is equal to n0 into half into t/t half. അപ്പൊ നമുക്ക് ഇവിടെ t ആണ് കണ്ടുപിടിക്കേണ്ടത്, എത്ര സമയം കഴിഞ്ഞിട്ടുള്ളതാണ്. t half ഇവിടെ തന്നിട്ടുണ്ട്. t half 30 days എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സൈഡിൽ n0 ക്യാൻസൽ ചെയ്താൽ 1/4 is equal to എന്ന് കിട്ടി. 1/4 is equal to 1/2 raised to t/30 ആണ്. ഇത് 1/2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ 1/2 സ്ക്വയർ is equal to 1/2 raised to t/30 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സൈഡിലും പവറുകൾ ഇക്വേറ്റ് ചെയ്യാം. പവർ ഇക്വേറ്റ് ചെയ്താൽ 2 is equal to t/30 ആണ്, അല്ലെങ്കിൽ t is equal to 30 into 2 ആണ്. ദാറ്റ് is equal to 60 days നമുക്ക് ആൻസർ കിട്ടും. ഇതിങ്ങനെ ചെയ്യണമെന്നില്ല. ഈ കേസ് നമുക്ക് നേരത്തെ തന്നെ ആൻസർ കിട്ടി. ഇതിനേക്കാൾ പെട്ടെന്ന് തന്നെ ആൻസർ നമ്മൾ ഗസ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാം ആൻസർ 60 days ആണ്. ഇവിടെ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 3/4 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ മാസ് കുറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിമെയിൻ ചെയ്യുന്നത് എത്രയാണെന്നാണ് നോക്കേണ്ടത് അല്ലെ. റിമെയിൻ ചെയ്യുന്നത് ഓൺലി 1/4 ഉള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 12. In the following figure, the diodes which are forward biased. Forward biased ഉള്ള ഡയോഡ്സ് ഏതൊക്കെയാണ് നോക്കുക. അപ്പോൾ ഫോർവേഡ് ബയസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പി റീജിയൺ ഈസ് പോസിറ്റീവ് ആൻഡ് എൻ റീജിയൺ നെഗറ്റീവ് ആയിരിക്കണം അല്ലേ. ദാറ്റ് ഈസ് ഫോർവേഡ് ബയസിങ്. അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ് ആയിട്ട് നോക്കിയാലും മതി. അപ്പോൾ ഓപ്ഷൻ എ നോക്കിയാൽ ഈ ഡയോഡിന്റെ നെഗറ്റീവ് എൻ റീജിയൺ, ദിസ് ഈസ് എൻ റീജിയൺ ആൻഡ് ദിസ് വൺ ഈസ് പി റീജിയൺ അല്ലേ. നമുക്കറിയാം ഡയോഡിന്റെ സിമ്പിൾ ഇതാണ്. ദിസ് വൺ ഈസ് എ പി റീജിയൺ ആൻഡ് ദിസ് വൺ ഈസ് എൻ റീജിയൺ. അപ്പൊ ഡയോഡ് ഫോർവേഡ് ബയസ് ആണെങ്കിൽ പി റീജിയൻ എന്തായിരിക്കണം? പി റീജിയൻ ഷുഡ് ബി മോർ പോസിറ്റീവ് കമ്പയർഡ് ടു എൻ റീജിയൻ, ഓർ എൻ റീജിയൻ ഷുഡ് ബി മോർ നെഗറ്റീവ് കമ്പയർഡ് ടു ദ പി റീജിയൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന എൻ റീജിയൻ +5 വോൾട്ടും പി റീജിയന് 10 വോൾട്ടും ആണ് അല്ലെ. അതായത് ഇവിടെ പി റീജിയന് മോർ പോസിറ്റീവ് ആണ്, എൻ റീജിയന് ലെസ് പോസിറ്റീവ് ആണ്. അതായത് ഓപ്ഷൻ എ എന്താണ്? ഫോർവേഡ് ബയസ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് എങ്ങനെ പറയാം? ഓപ്ഷൻ എയുടെ കേസിൽ പി റീജിയൺ ഈസ് മോർ പോസിറ്റീവ്. പി റീജിയൺ ഈസ് മോർ പോസിറ്റീവ്. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്? ഫോർവേഡ് ബയസ് ആണ്. ഫോർവേഡ് ബയസ് ആണ് അല്ലെ. പി റീജിയണ് മോർ പോസിറ്റീവ് ആയതുകൊണ്ട്.
അടുത്തായിട്ട് ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് നോക്കി, ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് എൻ റീജിയണ് -12 വോൾട്ട് ആണ്, പി റീജിയണ് -5 വോൾട്ട് ആണ് അല്ലെ. അതായത് എൻ റീജിയൻ എന്താണ്? എൻ റീജിയൻ ഈസ് മോർ നെഗറ്റീവ് ആണ്, കൂടുതൽ നെഗറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാ? എൻ റീജിയൻ ആണ്. അതുകൊണ്ട് അത് എന്താണ്? ഫോർവേഡ് ബയസ് ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സിയും ഫോർവേഡ് ബയസ് ആണ്. അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ റീജിയൻ ആണ്. എൻ റീജിയണ് മോർ നെഗറ്റീവ് ആണ്. എൻ റീജിയൻ ഈസ് മോർ നെഗറ്റീവ്, മോർ നെഗറ്റീവ് കമ്പയർഡ് ടു പി റീജിയൻ. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ എയും കറക്റ്റ് ആണ്, ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ ഓപ്ഷൻ 3 എടുക്കാം അല്ലെ, സി ആൻഡ് എ. എന്നാൽ ഓപ്ഷൻ ബി നോക്കിയാൽ എന്താ വന്നിരിക്കുന്നത്? ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്ന പി റീജിയൻ ഈസ് മോർ നെഗറ്റീവ് ആണ് അല്ലെ. പി റീജിയൻ ഈസ് മോർ നെഗറ്റീവ്, therefore it is reverse bias. പി റീജിയൻ ഈസ് മോർ നെഗറ്റീവ്, റിവേഴ്സ് ബയസ്. അപ്പൊ ഫോർവേഡ് ആണെങ്കിൽ എന്ത് വേണം? പി റീജിയൻ മോർ പോസിറ്റീവ് ആയിരിക്കണം അല്ലെ. ഓക്കെ, അപ്പൊ ദിസ് വൺ പറഞ്ഞിരിക്കുന്ന പി റീജിയൻ മോർ നെഗറ്റീവ് ആണ്, അപ്പൊ റിവേഴ്സ് ബയസ് ആണ്, റിവേഴ്സ് ബയസ് ആണ്. അതുപോലെ ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത്, ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്ന നോക്കി, ഇവിടെ ഇത് ഗ്രൗണ്ട് ആണ്, 0 പൊട്ടൻഷ്യലാണ്, ഇത് +5 വോൾട്ട് ആണ്. അപ്പൊ അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന എൻ റീജിയൻ ഈസ് മോർ പോസിറ്റീവ് എന്നാണ് അല്ലെ. ഓപ്ഷൻ ഡിയിൽ വരുന്നിരിക്കുന്നത് എന്താ? എൻ റീജിയൺ മോർ പോസിറ്റീവ് ആണ്, എൻ റീജിയൻ മോർ പോസിറ്റീവ്. അപ്പൊ അത് തന്നെയാണ് റിവേഴ്സ് ബയസ് ആണ്. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി ഓപ്ഷൻ 3 ആണ്, സി ആൻഡ് എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. In a common emitter transistor amplifier, the output resistance is 500 kilo ohm and the current gain beta is equal to 49. If the power gain of the amplifier is 5 into 10⁻⁶, then the input resistance is. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പവറിന്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം നോക്കാം. പവർ ഇസ് ഇക്വൽ ടു I² ഇൻറ്റു R എന്നൊരു ഫോം നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പവർ ഗെയിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ therefore പവർ ഗെയിൻ ഇസ് ഇക്വൽ ടു കറണ്ട് ഗെയിൻ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ഗെയിൻ എന്ന് എഴുതാം. റെസിസ്റ്റൻസ് ഗെയിൻ എഴുതാം. പവർ ഗെയിൻ നമുക്ക് വേണമെങ്കിൽ AP എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് ബീറ്റയാണ്. അപ്പോൾ β² ഇൻറ്റു റെസിസ്റ്റൻസ് ഗെയിൻ എന്ന് പറയുന്ന ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് എഴുതാം. R ഔട്ട്പുട്ട് ബൈ R ഇൻപുട്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പവർ ഗെയിൻ ഈസ് 5 into 10⁻⁶. പവർ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ഈസ് 5 into 10⁻⁶. ദാറ്റ് ഇസ് ഈക്വൽ ടു ബീറ്റ തന്നിരിക്കുന്നത് 49 ആണ്. 49² ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എത്രയാണ്? 500 കിലോ ഓം. ഓക്കെ, 500 കിലോ ഓം. 500 into 10⁻³ ഡിവൈഡ് ബൈ R ഇൻപുട്ട്. അപ്പോൾ therefore നമുക്ക് കിട്ടുന്ന R ഇൻപുട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. R ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 49² ഇൻറ്റു 500 into 10⁻³ ഡിവൈഡഡ് ബൈ 5 into 10⁻⁶. ഓക്കെ, അപ്പോൾ 49² എടുത്താൽ മതി. 49² ഇപ്പോൾ 2401 എന്ന് കിട്ടി. ഇൻറ്റു 10⁻⁵ ഉണ്ട്, 10⁻⁻⁶ ഉണ്ട്. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 2401 ഇൻറ്റു 10⁻⁻1 ദാറ്റ് ഇസ് ഈക്വൽ ടു 240.1. ഇത്ര ഓം വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഓപ്ഷൻ 4 ആണ്, 240 ഓം. 240 ഓം. Question number 14. The radius of curvature of the path of a charged particle in a uniform magnetic field is directly proportional to. Radius of curvature നമുക്കറിയാം, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അതൊരു സർക്കുലർ പാത്ത് ട്രേസ് ചെയ്യുന്നുണ്ട്. ആ സർക്കുലർ പാത്തിന്റെ റേഡിയസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. റേഡിയസ് R is equal to mv/qb ആണ്. mv/qb. അപ്പോൾ ഇവിടെ mv എന്ന് പറയുന്നത് നമുക്കറിയാം മൊമെന്റം ആണ്. അപ്പോൾ മൊമെന്റം ഡിവൈഡ് ബൈ qb ആണ്. അപ്പോൾ therefore റേഡിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റം ഓഫ് ദി പാർട്ടിക്കിൾ ആണ്. ഓക്കെ, അപ്പോൾ therefore ആൻസർ ഓപ്ഷൻ 3 ആണ്, മൊമെന്റം ഓഫ് ദി പാർട്ടിക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. A cyclotron can be used to accelerate
സൈക്ലോട്രോൺ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ, അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഹെവിയർ പാർട്ടിക്കിൾസിനെ ആക്സിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സൈക്ലോട്രോണിനെ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ആൽഫ പാർട്ടിക്കിൾ. Question number 16. A charged particle is projected in a magnetic field B is equal to 3 I cap plus 4 j cap into 10 raised to minus 2 Tesla. The acceleration of the particle is found to be x I cap plus 2 j cap. The value of x is. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 3 I cap plus 4 j cap into 10 raised to minus 2. ആൻഡ് പാർട്ടിക്കിളിന്റെ ആക്സലേഷൻ എത്രയാണ്? x I cap plus 2 j cap. അപ്പോൾ അതിനകത്ത് ഒരു അൺനോൺ വാല്യൂ ഉണ്ട് x, അത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? F is equal to Q into V cross B ആണ്. അതായത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഫോഴ്സ് ബിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആക്സലറേഷൻ എന്താണ്? പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആണ് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ബി വെക്ടർ. അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സ് എ വെക്ടറും ബി വെക്ടറും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ബി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 0 കിട്ടും അല്ലെ. ബി ഡോട്ട് എ 0 ആയിരിക്കണം. അപ്പൊ ബി തന്നിരിക്കുന്ന 3 I cap plus 4 j cap. ഓക്കെ, ബി ഡോട്ട് എ എടുക്കുക. ബി ഡോട്ട് എ 0 ആയിരിക്കണം. അപ്പൊ ബി തന്നിരിക്കുന്ന എത്രയാണ്? 3 I cap plus 4 j cap into 10 raised to minus 10 raised to minus 2 അല്ലെ. 10 raised to minus 2. That's dot into ഡോട്ട് എടുക്കേണ്ടതാണ് x I cap plus 2 j cap. ഇതാണ് ആക്സലറേഷൻ. അപ്പോൾ ഈ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം I ക്യാപ്പിന്റെ കോഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, j ക്യാപ്പിന്റെ കോഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 3x plus 8j. ഓക്കെ, 3x plus 8 into 10 raised to minus 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അതായത് 3x plus 8 എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ 3x എന്ന് പറയുന്നത് എത്രയായിരിക്കും? -8 ആണ്. അപ്പോൾ x ഈക്വൽ ടു -8/3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 4 കിട്ടും. -8/3, ഓപ്ഷൻ 4. നെക്സ്റ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 17. If the distance between two similar poles of equal strength is doubled, to get the same repulsive force, the pole strength of each pole should be. അപ്പോൾ രണ്ട് മാഗ്നറ്റിക് പോൾസിനിടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ അതിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പോൾ സ്ട്രെങ്തിന്റെ ടേംസിൽ. അതായത് കുളൂംസ് ലോയ്ക്ക് അനലോഗസ് ആയിട്ട് കുളൂംസ് ലോ പറയുന്നത് 1/4πε0 Q1 Q2 /r² ആണ് അല്ലേ. അതേ സ്ഥലത്ത് രണ്ട് മാഗ്നറ്റിക് പോളുകൾക്കിടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ആണ് F is equal to μ0/4π ഇൻറ്റു എന്താണ് P1 P2 /r² എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സിമിലർ പോൾസ് ആയതുകൊണ്ട് എന്ത് ഫോഴ്സ് ആണ്? റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സിമിലർ പോൾസ് ഓഫ് ഈക്വൽ സ്ട്രെങ്ത് ഈസ് ഡബിൾഡ്. ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കുന്നതാണ് ഡിസ്റ്റൻസ് r എന്തായിട്ട് മാറി? 2r ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എത്രയായിട്ട് മാറും? ഫോഴ്സ് F becomes F/4 ആയിട്ട് മാറും. പക്ഷെ നമുക്കിവിടെ എന്ത് ചെയ്യണം? ഫോഴ്സ് സെയിം ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യണം അല്ലേ. ഫോഴ്സ് സെയിം ആയിട്ട് റിമെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ പോൾ സ്ട്രെങ്തുകളുടെ പ്രോഡക്റ്റ് എത്രയായിട്ട് മാറണം? 4 times ആയിട്ട് മാറണം അല്ലേ. ഓക്കെ, അപ്പോൾ therefore ഓരോ പോൾ സ്ട്രെങ്ത് എത്രയായിട്ട് മാറണം? അതായത് P1 എത്രയായിട്ട് മാറണം? P1 2P1 ആയിട്ട് മാറണം. P2 എത്രയായിട്ട് മാറണം? 2P2 ആയിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഫോഴ്സ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. F remain unchanged. ശരിയല്ലേ? അപ്പോൾ രണ്ട് പോൾ സ്ട്രെങ്തുകൾ എത്രയാക്കി മാറണം? ഡബിൾ ചെയ്യണം. ഓക്കെ, ഡബിൾ ആക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. All magnetic materials lose their magnetic properties when they are strongly heated. നമുക്കറിയാം മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസിൽ പാരാമാഗ്നറ്റിക് ഉണ്ട്, ഫെറോമാഗ്നറ്റിക് ഉണ്ട്. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കേസ് നമുക്കറിയാം കൈ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. കൈ = C/T എന്ന റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ കൈ = C/T-Tc എന്നുള്ള റിലേഷൻ ഉണ്ട്. ഈ രണ്ട് കേസിലും പാരാമാഗ്നറ്റിക് ആണെങ്കിൽ ടെമ്പറേച്ചറിനനുസരിച്ച് അതിന്റെ പാരാമാഗ്നറ്റിക് ബിഹേവിയർ കുറഞ്ഞു വരുന്നു. ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഫെറോമാഗ്നറ്റിക് ബിഹേവിയർ കുറഞ്ഞു വരുന്നു. ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയുന്ന പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫെറോമാഗ്നറ്റ് പാരാമാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പോൾ എനിവേ ടെമ്പറേച്ചർ കൂട്ടിയാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യും.
അപ്പോൾ all magnetic materials lose their magnetic properties when they are strongly heated. Okay, question number 19. A current from A to B is increasing in magnitude. What is the direction of the induced current? Current in the loop shown in the figure. അപ്പോൾ നമുക്കവിടെ ലെൻസസിലും അപ്ലൈ ചെയ്യാം അല്ലേ? ലെൻസസിലും അപ്ലൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വയർ എ ടു ബി എന്നുള്ള വയറിലെ കറണ്ട് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പാസ് ചെയ്യുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് സറൗണ്ടിങ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതായത് ഇവിടെ ലൂപ്പ് ഇരിപ്പുണ്ട്. ഈ ലൂപ്പിന്റെ ലൊക്കേഷനിൽ എന്തുണ്ട്? ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ കറണ്ട് റൈറ്റിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കേൾഡ് ഫിംഗേഴ്സ് ആണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക, ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെച്ച്ഡ് തമ്പ് കറണ്ടിനെ കാണിക്കുന്നു, കേൾഡ് ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നു. അപ്പോൾ ഈ കേസിൽ എന്താണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, ഈ കണ്ടക്ടറിനുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്ന ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി ബോർഡ് ആണ്. ശരിയല്ലേ? അതായത് ഈ ലൂപ്പുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എയിൽ നിന്ന് ബിയിലേക്ക് പാസ് ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യുന്നു? കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻ ടു ദ പ്ലെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? അത് ഇൻക്രീസ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലൂപ്പുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? പക്ഷെ ലെൻസസ് ലോ അനുസരിച്ച് എന്ത് പറയാൻ പറ്റും? ഈ ഫ്ലക്സിനുണ്ടാകുന്ന ഏത് ചേഞ്ചിനെയും ഒപ്പോസ് ചെയ്യാൻ വേണ്ടി സർക്യൂട്ട് ട്രൈ ചെയ്യുന്നതാണ് ലെൻസസ് ലോ പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻക്രിമെന്റിനെ കുറയ്ക്കണം അല്ലേ? അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ ടു ദ പ്ലെയിൻ ആണ്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ എന്ത് മതി? ഒരു പുതിയ ഫീൽഡ് ഉണ്ടായാൽ മതി അല്ലേ? ആ ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്ന ഈ ഫീൽഡിനെ എന്ത് ചെയ്യണം? ഒപ്പോസ് ചെയ്യണം. അപ്പൊ നിലവിലുള്ള ഫീൽഡ് എങ്ങോട്ടാ? ഇൻ ടു ദ പ്ലെയിൻ ആണ്. അപ്പൊ പുതിയതായിട്ടുണ്ടാകുന്ന ഫീൽഡ് എങ്ങോട്ടായിരിക്കണം? ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആയിരിക്കണം. അപ്പൊ ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആയിട്ട് ഒരു ഫീൽഡ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കറണ്ട് എന്തായിരിക്കണം? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം അല്ലെ? അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാകുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ റൂൾ അനുസരിച്ച് അറിയാം ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ആണ്. ദെർഫോർ തമ്പ് എങ്ങോട്ട് പോയിന്റ് ചെയ്യും? ഔട്ട് ഓഫ് ദി പ്ലെയിൻ. അതായത് ഒരു ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആയിട്ട് പുതിയ ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആ ഫീൽഡ് എന്ത് ചെയ്യും? നിലവിലുള്ള ഫീൽഡിനെ മോഡിഫൈ ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഇൻക്രിമെന്റിനെ കുറയ്ക്കും, അക്കോർഡിംഗ് ടു ലെൻസസ് ലോ അല്ലെ? അപ്പൊ ദെർഫോർ ഇവിടെ ഏത് കറണ്ട് ഉണ്ടാകണം? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് എവിടെ ഉണ്ടാകുന്നു? ഈ ലൂപ്പിൽ ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ 1 ആണ്, ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 19 ആൻസർ ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. Two solenoids of equal length and almost equal cross sectional area are fully inserted into one another. If the inductance of the solenoids are L1 and L2, then their mutual inductance is. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് സോളിനോയിഡ്സ് ഉണ്ട്. ഈ രണ്ട് സോളിനോയിഡ്സിന്റെ സെൽഫ് ഇൻഡക്ടൻസുകൾ തന്നിട്ടുണ്ട്. സെൽഫ് ഇൻഡക്ടൻസ് L1 ആൻഡ് L2 ആണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഒരു സോളിനോയിഡ് ഉണ്ട്, ഇതിന് കൊയാക്സിൽ ആയിട്ട് നമുക്ക് രണ്ടാമത് സോളിനോയിഡ് ഉണ്ട് അല്ലെ? അതായത് മ്യൂച്വലി കപ്പിൾഡ് ആയിട്ടുള്ള രണ്ട് സോളിനോയിഡ്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് സെൽഫ് ഇൻഡക്ടൻസുകളുണ്ട്. അപ്പൊ ഈ രണ്ട് സെൽഫ് ഇൻഡക്ടറുകളും അല്ലെങ്കിൽ രണ്ട് കോയിലുകളും ചേരുമ്പോൾ അവർക്ക് ഇടയ്ക്ക് എന്തുണ്ട്? മ്യൂച്വൽ ഇൻഡക്ടൻസ് ഉണ്ട്, മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും തമ്മിലുള്ള കണക്ഷൻ നമുക്കറിയാം. അതിനൊരു ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ആ കണക്ഷൻ ഓർക്കാം വളരെ എളുപ്പത്തിൽ. മ്യൂച്വൽ ഇൻഡക്ടൻസ് M = K × √L1 L2 എന്നാണ് ജനറൽ ഇക്വേഷൻ. മ്യൂച്വൽ ഇൻഡക്ടൻസ് M = K × √L1 L2, വേർ K എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്, K is a coefficient of coupling. Coefficient of coupling. For ideal coupling ആണെങ്കിൽ, for ideal coupling കേസിൽ നമുക്ക് എത്ര എടുക്കാം? K = 1 എന്ന് എടുക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കൊയാക്സിൽ കപ്ലിംഗ് എന്ന് പറയുന്ന two solenoids of equal length and almost equal cross section areas are fully inserted into one another. ഓക്കെ, ഒന്ന് മറ്റൊന്നിനകത്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്? ഒരു ഐഡിയൽ കപ്ലിംഗ് ആണ്. അപ്പൊ K = 1 ആണ്. അപ്പൊ therefore മ്യൂച്വൽ ഇൻഡക്ടൻസ് എത്ര വരും? M = √L1 × L2 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ത്രൂ മീഡിയം ഡിപ്പെൻഡ്സ് അപ്പോൺ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്പീഡ്, ഒരു ഗിവൺ മീഡിയത്തിലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് നമുക്കറിയാം. അതായത് ഫ്രീ സ്പേസ് ആണെങ്കിൽ നമ്മൾ എത്രയെന്ന് എടുക്കും? C = 1/√μ0 ε0 എന്ന് എഴുതും അല്ലെ?
mu 0 എന്താണ്? പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, മാഗ്നറ്റിക് പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എപ്സിലോൺ 0 എന്ന് പറയുന്ന ഇലക്ട്രിക് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫോർ എനി ഗിവൺ മീഡിയം എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/√mu എപ്സിലോൺ അല്ലേ. അപ്പം mu എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ മീഡിയത്തിന്റെ പർട്ടിക്കുലർ മീഡിയത്തിന്റെ പെർമിബിലിറ്റി ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ് അല്ലെ. പെർമിബിലിറ്റി എന്ന് പറയുന്നത് എന്ത് പ്രോപ്പർട്ടിയാണ്? ഇറ്റ്സ് എ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് പ്രോപ്പർട്ടിയാണ്. അപ്പം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന? ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 22 which among the following does not represent Maxwell's equations? ഓക്കെ, മാക്സ്വെൽസ് ഇക്വേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് മാക്സ്വെൽ ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഇതാണ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ദാറ്റ് ഈസ് ഇ ക്ലോസ് ഇൻഡൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അടുത്തായിട്ട് ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം ആണ്. ക്ലോസ് ഇൻഡൽ ബി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 0. അടുത്ത എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. ആക്ച്വലി മൈനസ് ഡി ഫൈവ് എം ബൈ ഡി ടി. ഇത് ഫാരഡേസ് ലോ ആണ്. ഇത് ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇത് ഗോസ് തിയറം ഇൻ magnetism. It is Faraday's law in electromagnetic induction. And then we have closed integral B dot dl. This is a modified Ampere circuit theorem. That is mu 0 into IC plus ID, where IC is a conduction current and ID is a displacement current. Okay, but this is equal to mu 0 into IC plus displacement current എന്ന് പറയുമ്പോൾ എപ്സിലോൺ 0 into d phi e by dt ആണ്. phi എന്നുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ് അല്ലെ, ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ. ഇത് ഫസ്റ്റ് വൺ എന്താണ്? ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ദിസ് വൺ ഈസ് എ ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം. ഇത് എന്താണ്? ഇ ഡോട്ട് ഡി എൽ ഇസ് ഇക്വൽ ടു ഡി ഫൈ എം ബൈ ഡി ടി എന്നുള്ളത് ഫാരഡേസ് ലോ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആൻഡ് ക്ലോസ് ഇന്റർവൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഇക്വൽ ടു mu 0 into IC plus ID എന്ന് പറയുന്ന മോഡിഫൈഡ് ആംബിയർ സർക്യൂട്ട് തിയറം. അപ്പോൾ ഇത്രയാണ് എന്താ മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് കറക്റ്റ് അല്ലാത്തതാണ് ഈ ഓപ്ഷൻ 3 ആണ്. ഇവിടെ മൈനസ് ഡി ബി ബൈ ഡി ടി ആണ്. ആക്ച്വലി വരേണ്ടത് എന്തായിരുന്നു? മൈനസ് ഡി ഫൈ എം ബൈ ഡി ടി, അതായത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് എന്നാണ്. മൈനസ് ഡി ഫൈ എം ബൈ ഡി ടി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. A concave mirror of focal length f in air is immersed in water of refractive index 4/3. The focal length of the mirror in water will be. അപ്പോൾ നമുക്ക് മിറർ എന്ന് പറയുന്നത് അത് ഏത് ടൈപ്പ് മിറർ ആയാലും മിറേഴ്സ് എന്ന് പറയുന്നത് അതായത് കർവ്ഡ് മിറർ ഉണ്ട്, പ്ലെയിൻ മിറർ ഉണ്ട്. ഏത് മിറേഴ്സ് ആണെങ്കിലും എന്താണ്? ലോസ് ഓഫ് റിഫ്ലക്ഷന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ therefore എന്താണ്? ഫോക്കൽ ലെങ്ത് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 തന്നെയാണ്, സെയിം ഫോക്കൽ ലെങ്ത് തന്നെയാണ്. 24. If a glass rod is immersed in a liquid of same refractive index, then it will appear invisible. അതായത് നമുക്കിവിടെ ഫോക്കൽ ലെങ്തിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. 1/f is equal to n2 by n1 minus 1 into 1 by r1 minus 1 by r2. അപ്പോൾ ഇവിടെ n2 എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും n1 സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആണ്. അപ്പോൾ ഇവിടെ ഗ്ലാസ് റോഡിന്റെയും സറൗണ്ടിങ് മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ആണ്. n2 by n1 സെയിം ആണ്. അപ്പോൾ ഇവിടെ n2 by n1 ഉള്ള 1 വരും. അപ്പോൾ 1 minus 1 0 വരും. അതായത് 1/f is equal to 0 എന്ന് വരും. ഓർ ഫോക്കൽ ലെങ്ത് f is equal to 1/0 ഓർ ഇൻഫിനിറ്റി എന്ന് കിട്ടും അല്ലേ. ഫോക്കൽ ലെങ്ത് ബിക്കംസ് ഇൻഫിനിറ്റി. അപ്പോൾ ഈ ഗ്ലാസ് റോഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഇൻവിസിബിൾ ഇൻ ദ മീഡിയം. സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെ ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിഫ്രാക്ഷൻ ഉണ്ടാകത്തില്ല, നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഇൻവിസിബിൾ ആയിട്ട് മാറുന്നതാണ് കണ്ടീഷൻ അല്ലേ. ഇറ്റ് ബിക്കംസ് ഇൻവിസിബിൾ. ഇത് NCERTക്ക് അത് പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു മജീഷ്യൻ ഒരു ട്രേയില് ഒരു പർട്ടിക്കുലർ ലിക്വിഡിലേക്ക് ഒരു ലെൻസ് ഡിപ്പ് ചെയ്യുന്നു അല്ലേ. ആ ലെൻസിന്റെയും ആ ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് ഡിസപ്പിയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് NCERTയിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25. The minimum magnifying power of a telescope is m. If the focal length of its eye lens is halved, the magnifying power will become. മിനിമം ഫോക്കൽ ലെങ്ത് എന്ന് പറയും, മിനിമം മാഗ്നിഫൈങ് പവർ എന്ന് പറയുന്നത് എന്താണ്? When the final image is formed at infinity. When the final image is formed at infinity, the magnifying power is given by f4 by fe ആണ്.
ഓക്കെ, എം ഈസ് ഈക്വൽ ടു FO by FE when the final image is formed at infinity അല്ലേ. അപ്പോൾ ഈ കേസിലാണ് മിനിമം മാഗ്നിഫൈങ് പവർ വരുന്നത്. അപ്പോൾ എം ഈസ് ഈക്വൽ ടു FO by FE ആണ്. ഓർ മാഗ്നിഫൈങ് പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐ പീസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐ ലെൻസ് ഈസ് ഹാവ്ഡ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫൈങ് പവർ എത്രയായിട്ട് മാറും? 2 times ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഹിയർ FE becomes FE by 2 അല്ലേ. FE becomes FE by 2. ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐ ലെൻസ് ഹാഫ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫൈങ് പവർ M becomes 2m ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് മിനിമം മാഗ്നിഫൈങ് പവറിൻ്റെ ഇക്വേഷൻ ആണ്. മിനിമം മാഗ്നിഫൈങ് പവർ കിട്ടുന്ന എപ്പോഴാണ്? വെൻ ദി ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ നമുക്കിത് എടുത്ത് വെച്ചാൽ മതി. ഇനി മാക്സിമം മാഗ്നിഫൈങ് പവർ കിട്ടുന്നത് വെൻ ദി ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് നിയർ പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വേറെ ഫോം ആണ്. M ഈസ് ഈക്വൽ ടു FO by FE ഇൻറ്റു 1 പ്ലസ് FE by D എന്നുള്ള ഇക്വേഷൻ വരും. 1 പ്ലസ് FE by D. ഇതെപ്പോഴാണ്? വെൻ ദി ഫൈനൽ ഇമേജ് അറ്റ് നിയർ പോയിന്റ്. ഫൈനൽ ഇമേജ് അറ്റ് നിയർ പോയിന്റ്. ഇത് മാക്സിമം മാഗ്നിഫൈങ് പവർ ആണ്. നമുക്കിവിടെ വേണ്ട മിനിമം മാഗ്നിഫൈങ് പവർ ആണ്. അതായത് വെൻ ദി ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഫൈനൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. ഇപ്പോഴാണ് എന്ത് കിട്ടുക? മിനിമം മാഗ്നിഫൈങ് പവർ കിട്ടുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. M ഈസ് ഈക്വൽ ടു FO by FE. അപ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐ പീസ് ഹാഫ് ആയിട്ട് മാറി. ദെർഫോർ മാഗ്നിഫൈങ് പവർ ഡബിൾ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു. Hi all. So the question discussion from our chemistry, the screening test in the question അതിൻ്റെ ആൻസർ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കെമിസ്ട്രി രണ്ടാമത്തെ സെക്ഷനാണ് അല്ലേ. കെമിസ്ട്രി രണ്ടാമത്തെ സെക്ഷനാണ്. ദ ക്വസ്റ്റ്യൻ നമ്പർ ഇസ് സ്റ്റാർട്ടിങ് ഫ്രം 26 അല്ലേ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിക്കാതെ ഡയറക്റ്റായിട്ട് ഹറി ബറിയായിട്ട് പോയിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യമല്ല, 1, 2, 3 പ്രാവശ്യം നിങ്ങൾ വായിക്കുക, മനസ്സിരുത്തി വായിക്കുക. ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത് അതിൻ്റെ രീതിയെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അതിൻ്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ. ധൃതി പിടിച്ച് വായിച്ചിട്ട് അതല്ല ഇതല്ല ഇതെങ്ങനെയാണ് എന്ന് ആലോചിച്ച് വെറുതെ സമയം കളയാനേക്കാൾ നല്ലതാണല്ലോ വളരെ വായിച്ചിട്ട് വളരെ കാം ആൻഡ് കൂളായിട്ട് ആൻസറിലേക്ക് എത്തുന്നത് അല്ലേ. അല്ലാതെ വെറുതെ വായിച്ച് നമ്മളത് തെറ്റ് വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. Anyway, dear students, let's start with our question number 1 അല്ലേ. സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫിസിക്കൽ കെമിസ്ട്രിയിലെ സൊല്യൂഷൻ എന്ന ചാപ്റ്റർ. എ പ്ലാന്റ് സെൽ വിൽ ഷ്രിങ്ക് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ. എ പ്ലാന്റ് സെൽ വിൽ ഷ്രിങ്ക് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ്. ഒരു പ്ലാന്റ് സെൽ എപ്പോഴാണ് ഷ്രിങ്ക് ചെയ്ത് പോകുന്നത്? ഏതവസ്ഥയിലാണ് അത് ഷ്രിങ്ക് ചെയ്ത് പോകുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഓരോന്നും നിങ്ങൾ അനലൈസ് ചെയ്തേ. വാട്ടറിൽ ഇടുമ്പോഴാണോ, ഹൈപ്പോട്ടോണിക്കാണോ, ഹൈപ്പർ ടോണിക്കാണോ, ഐസോട്ടോണിക്കാണോ? വാട്ടർ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു മൂവ്മെന്റ് ഓഫ് ദ സോൾവെന്റ് ആണ് വേണ്ടത്, ശരിയല്ലേ? അപ്പോൾ ഞാൻ പറയട്ടെ, എ പ്ലാന്റ് സെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സോൾവെന്റ് ഉണ്ട്. നമ്മുടെ ഓസ്മോസിസ് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ദ സോൾവെന്റ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ്. സോൾവെന്റിന്റെ മൂവ്മെന്റ് ആണ്. വാട്ടറിൻ്റെ അകത്ത് സോൾവെന്റ് ഉണ്ട്, ശരിയല്ലേ? അപ്പം ഞാൻ പറയുകയാണേ, ഒരു പ്ലാന്റ് സെൽ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറവ്, ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ സെയിം കോൺസെൻട്രേഷൻ, ഹൈപ്പർ ടോണിക് എന്ന് പറഞ്ഞാൽ ആ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലല്ലേ. ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ്റെ അകത്ത് ഒരു സെല്ലിട്ട് വയ്ക്കുമ്പോൾ ഹൈപ്പർ ടോണിക് എന്ന മീനിങ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലല്ലേ, സോൾവെൻറ്റ് വളരെ കുറവല്ലേ. അങ്ങനെ സെല്ലിട്ട് വച്ചാൽ സെല്ലിൻ്റെ അകത്തെ സോൾവെൻറ്റ് നേരെ മൂവ് ചെയ്ത് വെളിയിലോട്ട് വരും, ശരിയല്ലേ? അങ്ങനെ മൂവ്മെന്റ് ഓഫ് ദ സോൾവെന്റ് ഫ്രം ഇൻസൈഡ് ഓഫ് ദ സെൽ ടു ദ ഔട്ട്സൈഡ്, ബിക്കോസ് ഔട്ട്സൈഡ് ദ ഹൈപ്പർടോണിക് ആണ്, ഹയർ കോൺസെൻട്രേഷൻ ആണ്. ഹയർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് വളരെ കുറവാണ്. അങ്ങനെ മൂവ്മെന്റ് ഓഫ് ദ സോൾവെന്റ് ഫ്രം ദ ഇൻസൈഡ് ദ സെൽ ടു ദ ഔട്ട്സൈഡ് ദ സെൽ. ദെൻ വാട്ട് വിൽ ഹാപ്പൻസ്? ഒബ്വിയസ്ലി ഇൻസൈഡ് ദ സെൽ ആ സോൾവെന്റ് കുറയും. അങ്ങനെ സെല്ല്
അങ്ങനെ സെല്ല് ഷ്രിങ്ക് ചെയ്യും. അതിൻ്റെ പേരാണ് ഫ്ലാസിഡ്സ് എന്ന ഫിനോമിന. ഫ്ലാസിഡ്സ്, ആ ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് പ്ലാസ്മോളിസിസ്. അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? എന്നാൽ പിന്നെ അതൊന്നും ഈ കെമിസ്ട്രിക്കകത്ത് വേണ്ട. കെമിസ്ട്രിക്കകത്ത് എന്താണ് മൂവ്മെൻറ്റ് ഓഫ് ദ സോൾവെൻറ്റ്. ആ സോൾവെൻറ്റിനെ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ ഇടുമ്പോൾ സെല്ലിൻ്റെ അകത്തുള്ള സോൾവെൻറ്റ് വെളിയിലോട്ട് സഞ്ചരിക്കുന്നു. കാര്യം എന്താണ്? ദ സോൾവെൻറ്റ് ഈസ് ദ മൂവ്മെൻറ്റ്. സോൾവെൻറ്റ് ക്യാൻ ഏബിൾ ടു മൂവ് ഫ്രം ദ ഹയർ കോൺസെൻട്രേഷൻ ടു ദ ലോവർ കോൺസെൻട്രേഷൻ. സെല്ലിൻ്റെ അകത്ത് സോൾവെൻറ്റ് ഉണ്ട്, വെളിയിൽ സോൾവെന്റ് ഇല്ല. കാര്യം വെളിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. കേട്ടല്ലോ? ഓക്കെ. ഇത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് സ്റ്റഡീസ് ഓഫ് കാൽസ്യം നൈട്രേറ്റ് ഗീവ്സ് മോളാർ മാസ് ആസ് 132.2. ദ പെർസെൻറ്റേജ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് കാൽസ്യം നൈട്രേറ്റ് ഈസ്. പെർസെൻറ്റേജ് ഓഫ് ഡിസോസിയേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. എന്താ ചോദിച്ചേക്കുന്നത്? പെർസെൻറ്റേജ് ഓഫ് ഡിസോസിയേഷൻ. ഈ പെർസെൻറ്റേജ് ഓഫ് ഡിസോസിയേഷൻ കാണണമെങ്കിൽ ആദ്യം ഈ വ്യക്തിയുടെ ഒരു ഡിസോസിയേഷൻ അങ്ങോട്ട് എഴുതുക. എന്ത് തന്നെയായാലും അത് നമുക്ക് എഴുതണമല്ലോ, ശരിയല്ലേ? എന്നാൽ പിന്നെ ഞാൻ എഴുതിക്കോട്ടെ. എന്താണിത്? കാൽസ്യം നൈട്രേറ്റ് അല്ലേ? കാൽസ്യം നൈട്രേറ്റ് ഗേവ്സ് എന്താണ്? Ca2++ എന്താണ്? 2NO3 മൈനസ്. ഡിസോസിയേഷൻ എന്ന് കണ്ടതുകൊണ്ട് ഞാൻ ചാടി കയറി അതിൻ്റെ ജനറൽ ഇക്വേഷൻ എഴുതി. CaNO3 ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താണ്? 2 ടൈംസ് ഉണ്ട്, അതുകൊണ്ട് 2NO3 മൈനസ് എനിക്ക് കിട്ടി. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഡിസോസിയേഷൻ എഴുതി വെച്ചു. കാര്യം എനിക്ക് കാണാനുള്ളത് പെർസെൻറ്റേജ് ഓഫ് ദ ഡിസോസിയേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഈ ഐ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1+. നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ ഞാൻ പറയാണ്, ഡിഗ്രി ഓഫ് ദ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൽഫയായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഐ ഫാക്ടർ, വാൻകോവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1+2 ആൽഫ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതെന്താണ് ഇപ്പം ഇവിടെ കൊണ്ടുവന്നത്? കാരണമുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ തന്നേക്കുന്ന സാധനം എന്താണെന്നറിയാമോ? ഈ 132 ഒബ്സേർവ്ഡ് മോളിക്കുലർ വെയിറ്റ് ആണ്. ഇവൻ്റെ ഒബ്സേർവ്ഡ് മോളിക്കുലർ വെയിറ്റ്. മനസ്സിലായല്ലോ? അപ്പം അവൻ്റെ ഒബ്സേർവ്ഡ് മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒബ്സേർവ്ഡ് മോളിക്കുലർ വെയിറ്റ്. ഒബ്സേർവ്ഡ് മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു 131.2. ഇനി ഒബ്സേർവ്ഡ് മോളിക്കുലർ വെയിറ്റ്. ഇനി കാൽക്കുലേറ്റഡ് മോളിക്കുലർ വെയിറ്റ് എങ്ങനെയായിരിക്കും? ഒറിജിനൽ കാൽക്കുലേറ്റഡ് മോളിക്കുലർ വെയിറ്റ്. കാൽക്കുലേറ്റഡ് മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നിങ്ങൾ ഇവൻ്റെ കൂട്ടി നോക്കൂ. നമ്മുടെ CaNO3 എല്ലാം നിങ്ങൾ അതിൻ്റെ ആറ്റോമിക് മാസ് വെച്ച് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 164 ആയിരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതെന്തിനാ സാറേ? ഒബ്സേർവ്ഡ് മോളിക്കുലർ വെയിറ്റും കാൽക്കുലേറ്റഡ് മോളിക്കുലർ വെയിറ്റും. ഒബ്സേർവ്ഡ് മോളിക്കുലർ വെയിറ്റ് ക്വസ്റ്റ്യനിലുണ്ട്, കാൽക്കുലേറ്റഡ് മോളിക്കുലർ വെയിറ്റ് നമുക്ക് CaNO3 2- കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ ആറ്റോമിക് മാസ് പ്ലസ് എന്താണ്? അടുത്ത നൈട്രജൻ്റെ ആറ്റോമിക് മാസ് പ്ലസ്, പിന്നെ 3 ഇൻറ്റു ഓക്സിജൻ്റെ മാസ് പ്ലസ്, പിന്നെ ട്വൈസ് ഉണ്ടല്ലേ. അപ്പം ഇത് 2 വരും. 2 ഇൻറ്റു ഇങ്ങനെ വരും അല്ലേ? എങ്ങനെ വരും? ഇതിങ്ങനെയല്ല വരുന്ന. കാര്യം എന്താണ്? ട്വൈസ് അല്ലേ വന്നേക്കുന്നത്? ഇതെന്താണ്? CaNO3 ട്വൈസ് അല്ലേ വന്നേക്കുന്നത്? അപ്പോൾ 2 ഇൻറ്റു 2 വരും. അപ്പോൾ എന്താണ്? കാൽസ്യത്തിൻ്റെ ആറ്റോമിക് മാസ് പ്ലസ് 2 ഇൻറ്റു നൈട്രജൻ്റെ ആറ്റോമിക് മാസ് പ്ലസ് 6 ഇൻറ്റു 3 ഇൻറ്റു 2 6 ഇൻറ്റു ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് പ്ലസ് ഇത്രയും നമുക്ക് എന്ത് കിട്ടുമെന്ന് പറയുന്നത്? 164 കിട്ടിക്കഴിഞ്ഞു. ഇതാണ് കാൽക്കുലേറ്റഡ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്സേർവ്ഡ് ഡിവൈഡ് ബൈ ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കാൽക്കുലേറ്റഡ് ഡിവൈഡ് ബൈ ഒബ്സേർവ്ഡ്. എന്താണ്? കാൽക്കുലേറ്റഡ് മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ എന്താണ്? ഒബ്സേർവ്ഡ് മോളിക്കുലർ മാസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഈ ഐ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും? 164 ഡിവൈഡ് ബൈ 131.2 ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടിയെന്നറിയാമോ? നമുക്ക് എത്ര കിട്ടും? 134.2 എന്ത് കിട്ടും? അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ വേണമെങ്കിൽ ഈ ഐ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഐ ഈക്വൽ ടു എന്താണ്? 1+2 ആൽഫ. അപ്പം ഐ ഈക്വൽ ടു 164 131.2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1+2 ആൽഫ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതിന് കാണുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ എന്താണ്? 1+2 ആൽഫ ഈക്വൽ ടു
164 divided by 131.2. ഇതിൽ നിന്ന് നിങ്ങളെല്ലാം ന്യൂമറിക്കൽ നിങ്ങൾ ഇതെന്നെ സോൾവ് ചെയ്യണേ. അങ്ങനെ ആൽഫ എന്ന് പറയുന്നത് എന്ത് കിട്ടുമെന്ന് അറിയാം? 0.125 കിട്ടും. എത്ര കിട്ടും? 125. ആൻസർ 125. ഡിഗ്രി ഓഫ് ദ ഡിസോസിയേഷൻ എന്ത് കിട്ടി? സിമ്പിൾ ഇക്വേഷൻ അല്ലേ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഞാൻ ചെയ്തേക്കുന്ന ഓരോ സ്റ്റെപ്പും നോക്ക്. ഈ ഇക്വേഷനിൽ നിന്ന് ഞാൻ ഡിറൈവ് ചെയ്തു, ഇതിനെ ഞാൻ ഡിസോസിയേറ്റ് ചെയ്യിപ്പിച്ചു. ഡിസോസിയേറ്റ് ചെയ്യപ്പോൾ ഇതിന് 2 ആയതുകൊണ്ട് അത് 2 എന്ന് ഇട്ട് കൊടുത്തു. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് എഴുതി വെച്ചു. ഇനി വാൻകോഫ് ഫാക്ടറും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവ് ഡിവൈഡ് ബൈ കാൽക്കുലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ കണക്ട് ചെയ്തത്. അങ്ങനെ എനിക്കിത് കിട്ടി. സോ അതിൽ നിന്ന് ഞാൻ എന്താണ് I = 164 divided by 131.2 = 1 + 2 ആൽഫ എന്ന് കിട്ടി. എനിക്ക് എന്ത് കിട്ടി? ഫൈനലി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. പെർസെൻറ്റേജ് ആണ് വേണ്ടത്. അതുകൊണ്ട് എന്താണ്? ഇതിൻ്റെ പെർസെൻറ്റേജ് എടുത്താൽ മതി. ഇതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 100 കൊണ്ട് ചെയ്താൽ പോരെ. അപ്പോൾ എനിക്ക് എത്ര കിട്ടും ആൻസർ? ഏറ്റവും അവസാനം പെർസെൻറ്റേജ് ചോദിച്ചേക്കുന്നുണ്ട്. ഓപ്ഷൻ 3. എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ്. 12.5% ആൻസർ കിട്ടും. കാര്യം പെർസെൻറ്റേജ് ചോദിച്ചേക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായല്ലോ? കണ്ടല്ലോ അല്ലേ? ഓക്കെ. ഫോർ എ റിയാക്ഷൻ A ഫോർ എ റിയാക്ഷൻ എന്താണ്? A ഇതാണ് റിയാക്ഷൻ അല്ലേ? A gives B ഫോർ എ റിയാക്ഷൻസ് A gives എന്താണ്? B റിയാക്റ്റന്റ് പ്രോഡക്റ്റ്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? K × മോളാർ കോൺസെൻട്രേഷൻ A / എന്താണ്? 3/2 തന്നിട്ടുണ്ട്. ശരിയല്ലേ? അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ റേറ്റ് ഓഫ് ദ റേറ്റ് എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ റിയാക്റ്റന്റ് ആണല്ലോ അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇത് R1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ R2 ഇഫ് ദ കോൺസെൻട്രേഷൻ A ഇസ് ഡബിൾഡ്. ഇതിനെ ഡബിൾ ആക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ എനെ എന്താക്കി? 2A ആക്കി. അപ്പോൾ എന്തായിരിക്കും? A × 2A / എന്തായിരിക്കും? 3/2. ദെൻ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വുഡ് ബിക്കം. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ദെൻ ഈ R1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ കണ്ടാൽ പോരെ. എന്ന് പറഞ്ഞാൽ R2 / R1 എടുത്തു കഴിഞ്ഞാൽ K × എന്താണ്? 2A / 3/2 / K × എന്താണ്? A/2 എന്താണ്? 3/2. ഇതെല്ലാം ക്യാൻസൽ ആയി പോകും അല്ലേ? ശരിയല്ലേ? ഏറ്റവും എന്ത് കിട്ടും? 2 × 3/2 കിട്ടും. അപ്പം രണ്ടാമത്തെ റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? R2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? R2 എന്ന് പറഞ്ഞാൽ 2�3/2 × R1 എന്ന് കിട്ടി പുതിയ റേറ്റ്. ഈ 2�3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2.8. ആൻസർ എത്രയാണ്? 2.8. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയതാണ്. ഓപ്ഷൻ എത്ര അറിയാം? 4. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ A is doubled then rate reaction would become. അപ്പോൾ എനിക്കത് രണ്ടും കൂടി കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ആ റേറ്റ് ഓഫ് ദ റിയാക്ഷൻസ് ഇപ്പോൾ ഒരു റേറ്റ് തരുന്നു, അടുത്ത റേറ്റ് ഡബിൾഡ് ഇതുപോലെ തന്നിട്ട് പുതുതായിട്ടുണ്ടാകുന്ന റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ റേഷ്യോ എടുത്താൽ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, ഞാനിങ്ങനെ R2/R1 എടുത്തുകൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടിയത്. അങ്ങനെ R2/R1 എടുത്തപ്പോൾ R2ൻ്റെ ഫോമിൽ കിട്ടി, പുതിയ റേറ്റ് ഇക്വേഷൻ്റെ ഫോം കിട്ടി. അതെന്ന് പറഞ്ഞാൽ 2.8 times R1 ആയിരിക്കും എന്താണ് പുതിയയുടെ റേറ്റ്, പുതിയ ആളുടെ റേറ്റ്. ശരിയല്ലേ? ഇനി ഞാൻ പറയട്ടെ, ഇവിടെ ഫോർ എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2x + y gives Z ആണ്. ഇതാണ് ഒരു കെമിക്കൽ ഇക്വേഷൻസ്. ദ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ദ Z ഈ 0.05. ഇതെന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ് ആണ്, ഇത് പ്രോഡക്റ്റ് ആണ്. ഇതെന്താണ്? പ്രോഡക്റ്റ് ആണ്. ഇതെന്താണ്? റിയാക്റ്റന്റ്. ഉറപ്പായിട്ട് റിയാക്റ്റന്റ് റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പ്രോഡക്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ റേറ്റ് ഇക്വേഷൻ എഴുതാനായിട്ട്. ശരിയല്ലേ? d/dx ഇട്ട് റേറ്റ് ഇക്വേഷൻ എഴുതാൻ ആർക്കെങ്കിലും അറിയാമല്ലതുണ്ടോ? അതാ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിക്കുന്ന സംഭവം അത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ റേറ്റ് ഈക്വൽ ടു എന്താണ്? d/dx. ശരിയല്ലേ? d/dx അല്ല, റേറ്റ് ഓഫ് dt അല്ല വരുന്നത്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? d/dt എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. ശരിയല്ലേ? ഇങ്ങോട്ട് നോക്കിയേ, ഇത് റേറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തുമാത്രം റിയാക്റ്റൻ്റ് ആണ് കൺസ്യൂം ചെയ്യുന്നത്. ഇത് ഡിക്രീസ് ആണ്. d/dt എന്ന് പറഞ്ഞാൽ എന്തുമാത്രം പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. ഇത് കൂടിക്കൂടി വരുന്നു. ഇത് ഇൻക്രീസിങ് ആണ്, ഇത് ഡിക്രീസിങ് ആണ്. അതുകൊണ്ട് ഇവിടെ മൈനസ് കൊടുക്കണം. പിന്നെ കോഎഫിഷ്യൻറ്റ്, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ കോഎഫിഷ്യൻറ്റ് ആ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം.
ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതാം. വേണമെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് മൈനസ് ഡി ബൈ വൈ ഈക്വൽ ടു ഡി ബൈ ടി എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇങ്ങനെ റേറ്റ് ഇക്വേഷൻ എഴുതാൻ അറിയാമല്ലോ നമ്മുടെ കെമിക്കൽ ഇക്വേഷൻ നോക്കിയിട്ട്. അപ്പോൾ ഇവിടെ മൈനസ് വരാൻ കാരണം ഇത് റിയാക്റ്റന്റ് സൈഡാണ്, കുറഞ്ഞുകൊണ്ടേ വരുന്നു. ഇവിടെ പോസിറ്റീവ് വരാൻ കാരണം പ്രോഡക്റ്റ് സൈഡാണ്, കൂടിക്കൊണ്ടേ വരുന്നു. പിന്നെ സ്റ്റോഷിയോമെട്രി കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അത് ഫ്രണ്ടിൽ ഇതുപോലെ 1/2 ആയിട്ട് അതിൻ്റെ ഒരു റെസിപ്രോക്കൽ പോലെ ഇട്ട് കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി ഞാൻ പറയട്ടെ, നമുക്ക് ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സാധനമാണ് നമുക്ക് എന്ത് തന്നേക്കുന്നത്? 0.05 മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത്. ശരിയല്ലേ? ദ റേറ്റ് അപ്പിയറൻസ്, ദ ഈവൻ റേറ്റ് അപ്പിയറൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയട്ടെ, ക്വസ്റ്റ്യൻ കാണേണ്ടത് ദ റേറ്റ് ഡിസപ്പിയറൻസ് ഓഫ് ദ എക്സ്. ഇതെല്ലാം ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇന്ന് പറയട്ടെ, ഈ റേറ്റ് ഈക്വൽ ടു ശരിയല്ലേ -1/2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി ഈക്വൽ ടു 0.05 മോൾ ലിറ്റർ റൈസ് ടു -1 എന്ന് എനിക്ക് എഴുതത്തില്ലേ? അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ദ ഡിസപ്പിയറൻസ് ഡി ഓഫ് എക്സ് ഡിവൈഡ് ബൈ എന്താണ് ഈ D2 എന്ന് പറയുന്നത്, ഈ 2നെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 0.05 എന്ന് കിട്ടത്തില്ലേ? അതിൻ്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും? 0.1 മോള് ലിറ്റർ റൈസ് ടു -1 മിനിറ്റ് റൈസ് ടു -1 കിട്ടിയില്ലേ? ഈ മൈനസ് എന്ന് പറഞ്ഞാൽ ഡിസപ്പിയറൻസ്, അത് കാണിക്കണമെന്നില്ല. ഈ മൈനസ് വരുമ്പോൾ അതിൻ്റെ മീനിങ് കിട്ടിക്കണം. നമ്മുടെ ആൻസർ പറയുന്നത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് വിൽ ബി, മോൾ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 0.1 മോൾ പെർ ലിറ്റർ ആണ് അതിൻ്റെ ഡിസപ്പിയറൻസ് പെർ മിനിറ്റിൽ. കേട്ടല്ലോ? പെർ മിനിറ്റിൽ അത്രയും കുറഞ്ഞുകൊണ്ടേ വരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. കാര്യം പെർ മിനിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആൻസർ എന്ത് വരും? പെർ മിനിറ്റ് വരും. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്രയാണ് ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 അല്ലേ? 29 എത്രയാണ്? ഓപ്ഷൻ 3 ആണ്. കേട്ടല്ലോ? കൂടെ ഞാൻ എഴുതുന്നുണ്ട് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 3. മനസ്സിലായ കൺസെപ്റ്റ്? The KMnO4 and H2SO4. നോക്കിക്കേ, KMnO4 H2SO4 എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ അല്ലേ സംഭവിക്കുന്നത്. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ഇങ്ങനെ അങ്ങ് ക്ലീവേജ് ചെയ്തോണം. അപ്പം എനിക്ക് എന്ത് കിട്ടും? ഇപ്പം ഈ ഭാഗത്തും ഈ ഭാഗത്ത് CHO എഴുതിക്കോണം. അപ്പം ഒരാൾ എന്താണ്? CHO ആണ്. പിന്നെ എന്താണ്? CH2 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 1 2 3 4 എന്തുണ്ട്? 4 ടൈംസ് CH2 ഉണ്ട്, 4 ടൈംസ്. പിന്നെ ഇവിടെ എന്താണ്? CHO. മനസ്സിലായോ? ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ തരുവാണേ, ഇത് ഇങ്ങനെ. ഇപ്പം ഇവിടെ എന്ത് എഴുതണം? ഈ ഭാഗത്ത് CHO എന്ന് എഴുതുക, CHO. പിന്നെ ഇതെന്താണ്? 1 2 CH2 ഇതെന്താണ്? ട്വൈസ്. പിന്നെ എന്താണ്? ഇവിടെ എന്താണ്? ഇവിടെ CHO. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഇങ്ങനെയാണ് അതിൻ്റെ ക്ലീവേജ് എഴുതുന്നത് ഓക്സിഡേഷനിൽ. എന്നിട്ട് മനസ്സിലായിക്കോണം, ഇത് ഡ്രാസ്റ്റിക് കണ്ടീഷനാണ് കൊടുത്തേക്കുന്ന, ഹെവി കണ്ടീഷൻ. ആ ഹെവി കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ അൾഡിഹൈഡിനെ എന്തായിട്ട് മാറ്റിക്കളയും? ഈ ഓക്സിഡേഷൻ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് മാറ്റിക്കളയും? ഉറപ്പായിട്ടും ഇത് ഇങ്ങനെ അങ്ങ് മാറ്റിക്കളയും. എന്താണ്? CH2 4 ടൈംസ്. ഇതെന്താണ്? COH ആണ്. ഇതെന്താണ്? COH. ഇതിൻ്റെ പേര് അറിയാമല്ലോ, എന്താണ്? ഇത് അഡിപ്പിക് ആസിഡാണ്. ഇതെന്താണ്? അഡിപ്പിക് ആസിഡ് അല്ലേ? 1 2 3 4 5. അതായത് എന്ത് പറയാം? വേണമെങ്കിൽ എന്ത് പറയാം? ബ്യൂട്ടേൻ അല്ല, 4 2 6 അല്ലേ? ഹെക്സെയിൻ. ശരിയല്ലേ? ഹെക്സെയിൻ 1,6 ശരിയല്ലേ? 1,6 ഡയോയിക് ആസിഡ് എന്ന് പറയാം. ഹെക്സെയിൻ 1,6 ഡയോയിക് ആസിഡ് എന്ന് പറയാം. ആൻസർ 3. അപ്പം നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് എന്താ അറിയാമോ? ഏതൊരു ആൽക്കഹോൾ കേട്ടല്ലോ, ഈ ആൽക്കഹോളിന് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അൾഡിഹൈഡ് കിട്ടും. അതാണ് മനസ്സിലാക്കേണ്ടത് ആദ്യം. അൾഡിഹൈഡിനെ ഓക്സിഡൈസ് എന്ത് കിട്ടും? ആസിഡ് കിട്ടും. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കും. നേരെ തിരിച്ചെന്ത് ചെയ്യണമെങ്കിൽ എന്ത് കാണാം? റിഡക്ഷൻ. ആസിഡ് റിഡക്ഷൻ ചെയ്ത് അൾഡിഹൈഡ് കിട്ടും. തിരിച്ച് റിഡക്ഷൻ ചെയ്ത് എന്ത് കിട്ടും? ആൽക്കഹോളും കിട്ടും. ഓക്സിഡൈസിങ് ഏജന്റായ KMnO4 ഉപയോഗിച്ചാൽ അത് കിട്ടും. തിരിച്ച് വേണമെങ്കിൽ എന്ത് വിടാം? ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെയാണ് H2SO4 ഇട്ട് കൊടുക്കുന്നത്. അപ്പം അൾഡിഹൈഡിൽ നിന്ന് നിൽക്കില്ല, നേരെ ആൽക്കീൻ ആയാലും എന്താണ്? നേരെ അടിച്ച് പറത്തി അവസാനത്തെ പ്രൊഡക്റ്റിൽ മാറും. അപ്പോൾ ഇവിടെ ഈ ആൽക്കീനിനെ ഓക്സിഡൈസ് ചെയ്താൽ അൾഡിഹൈഡ് കിട്ടും എന്നാണ് കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലായവർക്ക് ബാക്കി അഡിപ്പിക് ആസിഡിലേക്ക് വരാൻ കഴിയും. മനസ്സിലായല്ലോ? ഓക്കെ. ദ ക്യാരക്ടറിസ്റ്റിക് ഫ്ലേവേഴ്സ് ഓഫ് ദ വിനെഗർ ഈസ് ഡ്യൂ ടു. കണ്ണും അടച്ച് പറയാം, വിനെഗറിൻ്റെ അകത്തുള്ളത് എന്താണ്? അസറ്റിക് ആസിഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഗീവ് എ കീറ്റോൺ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ്? ആരാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് തരുന്നത്? ഓരോ വ്യക്തികളും എടുത്തു നോക്ക്. ഞാൻ പറയട്ടെ, CH3CN എന്ന് എടുത്തു നോക്കിയാൽ ഞങ്ങൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് തരുമെന്ന് നോക്കി. എന്തായാലും ഇവനെ ഉറപ്പായിട്ട് എന്താണ്? ഇവൻ ആൽക്കഹോളെ തരത്തുള്ളൂ. അത് നിങ്ങൾ പഠിച്ചതല്ലേ? ഇനി ഞാൻ പറയട്ടെ, നമുക്ക് ഞാനൊരു RMgX എടുത്തേ. നോക്ക്, RMgX എടുത്തേ. RMgX എടുത്തിട്ട് ഞാൻ എന്തെടുത്തു? ഈ CH3 C ട്രിപ്പിൾ ബോണ്ട് N എടുത്തു.
ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമല്ലോ എന്തായാലും. ഇത് പോളറൈസ് ചെയ്ത് ഇത് ഗ്രിഗ്നാർഡ് റിയേജന്റ് പോളറൈസ് ചെയ്ത് ഡെൽറ്റ മൈനസും ഇത് ഡെൽറ്റ പോസിറ്റീവും ഇത് ഡെൽറ്റ മൈനസാണ്. കാര്യം എന്താണ്, ഇവൻ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് ഇതെന്താണ് ഡെൽറ്റ പോസിറ്റീവ്. അപ്പോൾ ഇതെന്താണ് ഡെൽറ്റ മൈനസ്. ഇനി ക്ലീവേജ് നടന്നിട്ട് ഈ ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവൻ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യും, ഈ വ്യക്തി കയറി ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ എനിക്ക് എന്ത് റിയാക്ഷൻ കിട്ടും? സി ഇവിടെ എന്താണ്, ഇവിടെ CH3 കിട്ടി, ഇവിടെ എന്ത് കിട്ടി, ഇവിടെ R കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ്, ഇവിടെ ഡബിൾ ബോണ്ട് N ഉണ്ട്, ഇവിടെ എന്താണ് ഇവിടെ MgX ഉണ്ട്. ശരിയല്ലേ? MgX ഉണ്ട്. പിന്നെ എന്താണ്, ഇവനെ രണ്ടും കൽപ്പിച്ച് ഹൈഡ്രോളിസിസ് ചെയ്താൽ മതി. ഈ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താണ് H+ഉം OH- അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ ക്ലീവ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, ഇവിടെ Oയും ഇവിടെ OH ആയിട്ട് മാറും. ഈ ഓക്സിജൻ ഇങ്ങോട്ട് വരും. ഓക്സിജൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹൈഡ്രോളിസിസ് നടക്കുകയാണ് കേട്ടോ. ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ അഡീഷൻ ഓഫ് ദ വാട്ടർ ആണ് അത് നടക്കുന്ന. എന്താണ് പ്രോസസ്? H+OH- അല്ലേ? അസിഡിക് ഹൈഡ്രോളിസിസ് നടത്തണം. എന്ത് നടത്തണം? അസിഡിക് ഹൈഡ്രോളിസിസ്, വെറുതെ അല്ല, അസിഡിക് ഹൈഡ്രോളിസിസ്. അങ്ങനെ നടക്കുമ്പോൾ ഇതിലെ ഓക്സിജൻ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒന്ന് ആഡ് ചെയ്തോളും. അങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു കീറ്റോൺ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എന്ത് കിട്ടും? ഇവിടെ CH3 ആണ്, ഇവിടെ R ആണ്, ഇവിടെ എന്ത് കിട്ടും? നമുക്കൊരു കീറ്റോൺ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ കൺസെപ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ സൈനൈഡ് അല്ലെങ്കിൽ നൈട്രൈൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഈൽഡ് കീറ്റോൺസ്. അപ്പോൾ ഇവിടെ ഒരു പെർഫെക്റ്റ് ഹൈഡ്രോളിസിസ്, അതായത് ശരിക്കും പറഞ്ഞാൽ ഓക്സിഡേഷൻ പോലെയാണ്. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഓക്സിജൻ ആണ് ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തോട്ടുള്ള. പിന്നെ അതിന് ബാക്കി എന്താണ്, ഇതിൻ്റെ കൂടെ എന്താണ് ഓക്സിജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൈ പ്രോഡക്റ്റ് പോലെ പോകും. ഓക്കെ, എനിവേ നിങ്ങൾ കൺസെപ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഗ്രിഗ്നാർഡ് റിയേജന്റ് റിയാക്ട് വിത്ത് നൈട്രൈൽ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഈൽഡ് കീറ്റോൺസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല ഈ റിയാക്ഷൻ, പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടല്ലോ. അപ്പോൾ എന്ത് കിട്ടും? ഇവൻ എനിക്ക് എന്ത് തന്നു? കീറ്റോൺ തന്നു. ഈ റിയാക്ഷൻ മനസ്സിലായല്ലോ? യെസ്, ഇവനും കീറ്റോൺ തന്നു. ഇനി ആരെങ്കിലും കീറ്റോൺ തരുമോ നോക്കാം. കാര്യം ഇനി ആരെങ്കിലും കീറ്റോൺ തരുമോ? ഇനി ഇവനെ നോക്കാമല്ലോ. ഇങ്ങോട്ട് നോക്കിയേ, ഇതെന്താണ് CH3 ആണ്, ഇത് C ഡബിൾ ബോണ്ട് ഉണ്ട്, ഇതെന്താണ് O, ഇതെന്താണ് C2H5 ഉണ്ട്, പ്ലസ് എന്താണ് RMgX ഉണ്ട്. കണ്ണുടച്ച് എഴുതിക്കും RMgX എന്താണ്, ഇത് ഡെൽറ്റ മൈനസ് ആണ്, ഇത് ഡെൽറ്റ മൈനസ് ആണ്, ഡെൽറ്റ പോസിറ്റീവ് ആണ്. ഇവൻ ഇങ്ങോട്ട് ചാടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഈ വ്യക്തി ഇങ്ങോട്ട് ചാടും. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി ഇങ്ങോട്ട് ചാടും. ഞാൻ പറയട്ടെ, ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ എസ്റ്റർ ആണ്. ഇതെന്താണ് ശരിക്കും പറഞ്ഞത്? ഇത് എസ്റ്റർ ആണ്. അപ്പം ഇവിടെ കിട്ടുന്നുണ്ട്, ഇവിടെ CH3 കിട്ടുന്നുണ്ട്, ഇവിടെ ആര് കിടപ്പുണ്ട്? ഇവിടെ R കിടപ്പുണ്ട്. പിന്നെ എന്താണ് ഇവിടെ എന്താ കിടപ്പുണ്ട്? OC2H5 ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ എന്താണെന്നറിയാമോ? ഈ O- എന്ന രീതിയിലുള്ള ഇവന് കയറി അറ്റാക്ക് ചെയ്യില്ല. കാര്യം എസ്റ്ററിന്റെ അകത്തോട്ട് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ ഇവൻ ഇവിടെ നിന്ന് കയറി അറ്റാക്ക് ചെയ്യുക എന്നുള്ളതിലുപരി മാക്സിമം ഗ്രിഗ്നാർഡ് റിയേജനെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആര്? നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് മാക്സിമം ഈ എസ്റ്ററിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കാതെ എന്തിനാ സാറേ മാക്സിമം ആഡ് ചെയ്യുന്നത്? അങ്ങനെ മാക്സിമം ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ടിലേക്ക് ഇത് മാറും. അപ്പോൾ എക്സസ് ഗ്രിഗ്നാർഡ് റിയേജന്റ് വേണം എസ്റ്ററിന്റെ കൂടെ റിയാക്ട് ചെയ്യാൻ. അപ്പോൾ ഇവൻ പോയി ഇവിടെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവൻ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റോർ ചെയ്യും. ഇവൻ ഇങ്ങോട്ട് റീസ്റ്റോർ ചെയ്യുമ്പോൾ ഈ ബോണ്ടിനെ വലിച്ചെടുത്തുകൊണ്ട് ഇവൻ തിരിച്ചിങ്ങോട്ട് ഇറങ്ങിപ്പോകും. അവൻ ഇറങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ C2H5 എന്താണ് O- ആയിട്ട് ഇറങ്ങിപ്പോയി. ബാക്കി കിട്ടുന്ന സാധനം ഇവിടെ എന്താണ്? ഇവിടെ CH3 കിടപ്പുണ്ട്, ഇവിടെ എന്ത് കിടപ്പുണ്ട്? R കിടപ്പുണ്ട്, ഇവിടെ എന്ത് കിടപ്പുണ്ട്? ഇവിടെ O കിടപ്പുണ്ട്. അപ്പോൾ അവിടെ കീറ്റോൺ കിടപ്പുണ്ട്. എന്നിട്ട് പിന്നെയും ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? എനിവേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മോർ സ്റ്റേബിൾ കോമ്പൗണ്ടിലേക്ക് പോകാൻ വേണ്ടി എസ്റ്ററിലെ C2H5 എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പർട്ടിക്കുലർ ഈ നെഗറ്റീവ് ചാർജ് പിന്നെയും ഡിസോസിയേറ്റ് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് നടത്തുകയും നമുക്ക് എന്ത് കിട്ടും? ഫൈനലി കീറ്റോൺ കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത് എസ്റ്ററിൻ്റെ കേസാണ്. രണ്ടും ഇച്ചിരി എക്സ്ട്രീം റിയാക്ഷനാണ് അല്ലേ? നിങ്ങൾ കേട്ട് കാണത്തില്ല, എന്നാൽ ഇങ്ങനെ റിയാക്ഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ രണ്ട് കേസാണ്. ഒന്ന് സൈനൈഡിൻ്റെ കേസ് ഗ്രിഗ്നാർഡ് റിയേജന്റും നൈട്രൈലും മീഥൈൽ സൈനൈഡും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് കീറ്റോൺ കിട്ടും. എസ്റ്ററും അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ മെക്കാനിസം വഴി എന്താണ് നമുക്ക് കീറ്റോൺ കിട്ടും. ഫോർമാലിറ്റിക്കായിട്ട് നമുക്ക് ആൽക്കഹോളെ തരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എത്രയാണ്? 4 ഇതിൻ്റെ ഓപ്ഷൻ. ഇനി അടുത്ത ഞാൻ പറയട്ടെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഗീവ് ദ ഐഡോഫോം ടെസ്റ്റ്? മീഥൈൽ കീറ്റോൺ എന്ന കണ്ടീഷൻ ഉണ്ടോ? ഇതാണ് മീഥൈൽ കീറ്റോൺ. ഈ മീഥൈൽ കീറ്റോൺ എന്ന് പറയുന്നത് എന്താണ്? CH3 C ഡബിൾ ബോണ്ട് O.
ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഐഡോഫോം ടെസ്റ്റ് തരും. ശരിയല്ലേ? ഉറപ്പായിട്ട് അതിൻ്റെ അകത്ത് ഐഡോഫോം ടെസ്റ്റ് തരത്തില്ലേ? അപ്പം ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോ, ഈ 1 എന്ന് പറഞ്ഞ വ്യക്തി എന്താണ്? 1. ഞാൻ പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഐഡോഫോം ടെസ്റ്റ് തരുവേ. ഈ ഒരു കണ്ടീഷൻ, ഇതിൻ്റെ പേരാണ് മീഥൈൽ കീറ്റോൺ. അസറ്റോഫിനോൺ നിങ്ങൾ എഴുതിക്കേ. എന്താണ് അസറ്റോഫിനോൺ? C6H5 C ഡബിൾ ബോണ്ട് CH3. നിങ്ങൾ നോക്കിയേ, മീഥൈൽ കീറ്റോൺ വന്നു കഴിഞ്ഞു. ഇത് ഐഡോഫോം ടെസ്റ്റ് തരും. ശരിയല്ലേ? യെസ്, തരുമല്ലോ. മാറ്റിക്കോട്ടെ. ഇനി അടുത്ത് നോക്ക്. 2 എഥനാൽ. എന്താണ് എഥനാൽ? CH3 C ഡബിൾ ബോണ്ട് H. ഇതാണ് എഥനാൽ. ദേ മീഥൈൽ കീറ്റോൺ. ഇവനും തരും ടെസ്റ്റ്. രണ്ടും തരും. ഇവൻ തരും. ഇനി എഥനോൾ നോക്കട്ടെ. ഈ എഥനോൾ തരുമോ? എഥനോൾ ഞാൻ എന്താ ഞാൻ പോകുന്നത്? 4ാമത്തെ ഓപ്ഷനാണ്. 4ാമത്തെ ഓപ്ഷൻ എഥനോൾ. എഥനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? CH3 CHOH അല്ലേ? ഈ ഹൈഡ്രജൻ ഇങ്ങനെ ഇടുന്നു. CH3 CH2OH എന്നാണേ. ഇനി ഞാൻ പറയട്ടെ, ഇതിൻ്റെ അകത്ത് ഒരു ഡീഹൈഡ്രജനേഷൻ നടക്കുക. ഡീഹൈഡ്രേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഈ 2 ഹൈഡ്രജൻ CH3 CH2OH ആണ്. ഈ 2 ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജനും കൂടി എലിമിനേറ്റ് ചെയ്ത് പോകുമെന്ന് വിചാരിക്കുക. 2 ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരത്തില്ലേ? എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് വരും. അപ്പോൾ എങ്ങനെ കിട്ടുമെന്ന് അറിയാം? CH3 C ഡബിൾ ബോണ്ട് OH എന്ന കൺസെപ്റ്റിലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ അതെ സെക്കൻഡറി ആൽക്കഹോൾ CH3 ഈ CHOH CH3 ഈ കൺസെപ്റ്റ് ഉള്ള വ്യക്തിയും എന്ന് പറഞ്ഞാൽ ഈ 2 ഹൈഡ്രജനും പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടുള്ളൂ? ഇവിടെ ഡബിൾ ബോണ്ട് വരും. അപ്പോൾ എന്തായി? നമുക്ക് മീഥൈൽ കീറ്റോൺ കിട്ടി. ഇങ്ങനെ എഥനോൾ വന്നാൽ നമുക്ക് എന്താണ്? ഇവിടെ ഡീഹൈഡ്രജനേഷൻ നടന്നു കഴിഞ്ഞാൽ മീഥൈൽ കീറ്റോൺ എന്ന കൺസെപ്റ്റിലേക്ക് വന്നു. ഇതാണ് മീഥൈൽ കീറ്റോൺ. ശരിയല്ലേ? അപ്പോൾ എഥനോളിന്റെ കേസ് നിങ്ങളൊന്ന് ഓർത്തോണം. അതിൻ്റെ അകത്ത് ഡീഹൈഡ്രജനേഷൻ ഉടനെ തന്നെ നടക്കും. അങ്ങനെ ഡീഹൈഡ്രജനേഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ്? മീഥൈൽ കീറ്റോൺ എന്ന കൺസെപ്റ്റ് വരും. അങ്ങനെ മീഥൈൽ കീറ്റോൺ എന്ന കൺസെപ്റ്റ് വരുന്നത് കൊണ്ട് അതിൻ്റെ അകത്തും ഐഡോഫോം ടെസ്റ്റ് കാണിക്കും. പിന്നെ അവസാനം പറയുന്ന ബെൻസോഫിനോൺ. ഈ ബെൻസോഫിനോൺ മാത്രമാണ് മീഥൈൽ കീറ്റോൺ ഇല്ലാത്തത്. കാര്യം ബെൻസോഫിനോൺ എന്ന് പറയുന്നത് എന്താണ്? ഇതാണല്ലോ ബെൻസോഫിനോൺ. ഇതാണ് ബെൻസോഫിനോൺ. ഇതിനകത്ത് മീഥൈൽ കീറ്റോൺ ഇല്ല. ഇത് കാണിക്കില്ല. അപ്പോൾ ആൻസർ ഇതാണ്. കേട്ടല്ലോ? അടുത്ത എന്താണ്? വെൻ ആൻ അക്വസ് സൊല്യൂഷൻസ് H2SO4 ഈസ് ഹൈഡ്രോളൈസ്ഡ്. അപ്പോൾ H2SO4 ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം വരും? അതിനകത്ത് എന്തെല്ലാം കിടപ്പുണ്ട്? ശരിയല്ലേ? അതിനകത്ത് H+ ഇല്ലേ? ഈ H2SO4 തന്നെ ഹൈഡ്രോളൈസ് ഇലക്ട്രോളിസിസ് വിധേയമാക്കി കഴിഞ്ഞാൽ ഇത് H+ കിട്ടും, SO4 2- കിട്ടും. ഇത് അക്വസ് എന്ന മീഡിയം പറഞ്ഞതുകൊണ്ട് H2O ഉണ്ട്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇതിനകത്തും H+ ഉണ്ട്, OH- ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഇലക്ട്രോലൈറ്റിക് ടാങ്ക് എടുക്കുന്നു. ഇതിൻ്റെ അകത്ത് H2SO4 എടുത്ത് ഒഴിക്കുന്നു. ഇതിൻ്റെ അകത്ത് 2 ഇലക്ട്രോഡ് ഇറക്കി വയ്ക്കുന്നു. ഒരാൾ ആനോഡ്, ഒരാൾ കാഥോഡ്. ഇതാണ് എൻ്റെ കാഥോഡ് എന്ന് കരുതുക, ഇതാണ് എൻ്റെ ആനോഡ് എന്ന് കരുതുക. കറണ്ട് പാസ് ചെയ്യുമ്പോൾ അക്വസ് H2SO4 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ H+ഉം SO4 2- OH- ആയിട്ട് മാറും. എന്നിട്ട് ഓപ്പോസിറ്റ് ഇലക്ട്രോഡിലേക്ക് മാറും. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന അയൺ ഡിസ്ചാർജ് അറ്റ് ആനോഡാണ്. അറ്റ് ആനോഡിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഓപ്പോസിറ്റ് ചാർജിലാണ് ഇത് വരുന്നത്. ആനോഡിൽ വരുന്ന വ്യക്തി SO4 2- വരുന്നുണ്ട്. ആരൊക്കെ വരുന്നുണ്ട്? SO4 2- വരുന്നുണ്ട്, OH- വരുന്നുണ്ട് ആനോഡ്. കാര്യം ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് സൈനാണ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ തിരിഞ്ഞു പോയി ഞാൻ എഴുതിയേക്കുന്നത്. ശരിയല്ലേ? വലുതല്ലേ എപ്പോഴും ആനോഡായിട്ട് എഴുതേണ്ടത്? ഈ വലുതാണ് എന്താണ്? ആനോഡ്. ചെറുതാണ് എന്ത്? കാഥോഡ്. ഇതാണ് എൻ്റെ ആനോഡ്, ഇതാണ് എൻ്റെ കാഥോഡ്. ചെറിയ സൈൻ ബാറ്ററിയാണ് കാഥോഡ്. അപ്പോൾ വലിയ ആനോഡിലേക്ക് ആര് വരും? നെഗറ്റീവ് സൈനായ OH- വരും. അപ്പോൾ ഇത് ഡിസ്ചാർജ് ചെയ്യില്ല. ഇലക്ട്രോ കെമിക്കൽ സീരീസ് അനുസരിച്ച് OH- ഇസ് എ പ്രിഫറൻഷ്യലി ഡിസ്ചാർജ്. മനസ്സിലായോ? SO4 2- OH- പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിൽ എത്തിച്ചേരുന്നുണ്ടെങ്കിലും അക്കോർഡിംഗ് ബൈ ദ reactivity series, according by the electrochemical series, OH- is a preferential discharge. അതിനൊരു സീരീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ OH- ആണ് പ്രിഫറൻഷ്യൽ ഡിസ്ചാർജ്. അങ്ങനെയാണെങ്കിൽ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും അറിയാമോ? 4 OH- gives H2O+, O2 gives 4 ഇലക്ട്രോൺ നമുക്ക് കിട്ടും. ഓക്സിജൻ ഗ്യാസ് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? ഓക്സിജൻ ഗ്യാസ്. ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ആൻസർ എന്താണ്? OH- ആണ് പ്രിഫറൻഷ്യലി ഡിസ്ചാർജ് ആകുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? യെസ്. ഇൻ ദ ഇലക്ട്രോലൈറ്റിക് സെൽ the flow of the electron is from the. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? കറണ്ടിനെ കൊടുക്കുകയാണ് അല്ലേ?
അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ പവർ സപ്ലൈ കൊടുക്കുകയാണ്. അല്ലാതെ ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, അതിൻ്റെ അകത്ത് റിയാക്ഷൻ നടന്നുകൊണ്ട് ഒരു അയോണൈസേഷൻ കാരണം റിയാക്ഷൻ നടന്നുകൊണ്ട് ഒരു സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ നടന്നതുകൊണ്ട് നമുക്ക് കറണ്ട് കിട്ടും. അതാണല്ലോ ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഔട്ട്സൈഡായിട്ട് ഇലക്ട്രോൺസ് നമ്മുടെ എനർജി സപ്ലൈ ചെയ്യുന്നു. മനസ്സിലായല്ലോ? In an electrolytic cell, electrons do not flow themselves. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, നമ്മൾ എനർജി വെളിയിൽ നിന്ന് കൊടുക്കുന്നു. പവർ സപ്ലൈ വെളിയിൽ നിന്ന് അകത്തോട്ട് കൊടുക്കുന്നു. അങ്ങനെ പവർ സപ്ലൈ വെളിയിൽ നിന്ന് അകത്തോട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്ത് സംഭവിക്കുന്നറിയാമോ? നമ്മുടെ ആ സോഴ്സ് ഉണ്ടല്ലോ, ഏതാണ് ഇലക്ട്രോണിൻ്റെ സോഴ്സ്? കാഥോഡ്. ആ കാഥോഡ് ഇലക്ട്രോണിൻ്റെ സോഴ്സ് ആയ കാഥോഡിൽ നിന്നും ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ തുടങ്ങും ആനോഡിലേക്ക്. ഉറപ്പല്ലേ? ഞാൻ പറയട്ടെ, നമ്മുടെ ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, എന്നിട്ട് കറണ്ട് പാസ്സാകുന്നു. ആ കറണ്ട് നമുക്ക് കിട്ടും, നേരെ തിരിഞ്ഞ് വരും, ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് വരും. എന്നാൽ ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തോട്ട് എനർജി കൊടുക്കുക, ആ സെല്ലിലേക്ക് കൊടുക്കുന്ന എനർജി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ എവിടെയാണോ കാണപ്പെടുന്നത് അവിടെ നിന്നല്ലേ ഇലക്ട്രോൺ സഞ്ചരിക്കത്തുള്ളൂ. കാഥോഡിലാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്, അങ്ങനെ കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺ സഞ്ചരിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 35ാമത്തെ ആൻസർ ഏതാണ്? 3 എന്ന് പറഞ്ഞാൽ എന്താണ്? കാഥോഡ് ടു ആനോഡ് ത്രൂ ദ ഇന്റേണൽ സപ്ലൈ. മനസ്സിലായല്ലോ? യാ. ഇനി അടുത്തത് ഡിക്രീസിങ് ഓർഡർ ദ റിയാക്ടിവിറ്റി ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ സൈസ് കൂടുന്നതനുസരിച്ച് 36ാമത്തതിൻ്റെ ആൻസർ എത്ര അറിയാം? സൈസ് കൂടുന്നതനുസരിച്ച് ബോണ്ട് ക്ലീവേജ് നടക്കും. അപ്പോൾ ഇവിടെ സൈസ് കൂടുതൽ ഇവിടെയല്ലേ, ഇവനല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ബോണ്ട് ക്ലീവേജ് നടക്കുന്ന ഇവനാണ്. കാര്യം ഇവനാണ് പെട്ടെന്ന് അറിയുന്നത്. കാര്യം അയഡിൻ്റെ സൈസ് വലുത്, ബോണ്ട് ലെങ്ത് വലുത്, ക്ലീവേജ് ഈസി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കാണിക്കുന്ന ഇവൻ, അതിനുശേഷം ബ്രോമിനായിരിക്കും, അതിനുശേഷം ക്ലോറിനായിരിക്കും. ആൻസർ ഇതാണ്. The conductivity of 0.20 m KCl solution at 298 Kelvin is 0.0258 s centimeter raised to -1. What will be its molar conductivity? ആ ഇക്വേഷൻ നിങ്ങൾ ആദ്യം പഠിക്കണം. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? കാപ്പ ഇൻറ്റു 1000 ഡിവൈഡ് ബൈ എന്താണ്? സി ആണ്. ഇവിടെ എല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ടല്ലോ. ഈ സാധനം എന്താണ് തന്നേക്കുന്നത്? 0.0248 ആണ് തന്നേക്കുന്നത്. ഇതിൻ്റെ എന്താണ്? 1000 കിടപ്പുണ്ട്. ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. 0. എത്ര തന്നേക്കുന്നത്? 20 ആണ് കോൺസെൻട്രേഷൻ തന്നേക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ എത്ര കിട്ടും? 124 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റൈസ് ടു -1. അങ്ങനെ ആൻസർ എത്രയാണ്? 4 ആണ്. എത്രയാണ് ആൻസർ? 4. ഇതാണ് മോളാർ കണ്ടക്ടിവിറ്റി. ഈ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിക്കുക കേട്ടോ. ഓക്കെ. Which one of the following square planar complex will be able to show the geometrical isomerism? Geometrical isomerism എന്ന സിസ്-ട്രാൻസ് ഐസോമറിസം ആണ്. ഞാൻ ഇത് ഇങ്ങനെ എടുക്കുന്നു. നോക്കിയേ, നിങ്ങൾ നോക്കിയേ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിൽ ഇത് എന്താണ്? സിസ്-ട്രാൻസ് ഐസോമറിസം. ഇത് എ, ഇതെന്താണ്? ഇത് എ, ഇത് എ ഡാഷ്, ഇതും ഇത് എ, ഇത് എ ഡാഷ്. കണ്ടോ? ഇങ്ങനെയാണെങ്കിൽ എന്താണ്? സെയിം ഗ്രൂപ്പ് സെയിം സൈഡ് വന്നില്ലേ? സെയിം ഗ്രൂപ്പ് സെയിം സൈഡ് വന്നില്ലേ? ഇത് സിസ്സായിട്ട് എഴുതത്തില്ലേ? ഇതിന് ട്രാൻസ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന് ട്രാൻസ് ഉറപ്പായിട്ട് ഇത് എ, ഇത് എ, ഇത് എ ഡാഷ്, ഇത് എ ഡാഷ്. അങ്ങനെ രണ്ട് ഡിഫറൻറ്റ് ആറ്റംസ് ഒരു 4 എന്ന കൺസെപ്റ്റിൽ വരുമ്പോൾ സ്ക്വയർ പ്ലാനർ എന്ന് പറഞ്ഞാൽ ഞാൻ 4 എന്ന് മനസ്സിലാക്കി, ജോമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ സിസ്-ട്രാൻസ് എന്ന് മനസ്സിലാക്കി, സിസ്-ട്രാൻസ് വേണമെങ്കിൽ സെയിം സൈഡ് ഓപ്പോസിറ്റ് സൈഡ് വേണമെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എങ്ങനെ എത്തിച്ചേർന്നു? ആൻസർ 3ലേക്ക് എത്തിച്ചേർന്നു. The coordination number and geometrical shape of the complex എന്തായിരിക്കും? അത് നിങ്ങൾ സ്ട്രക്ചർ പഠിച്ചാൽ പോരെ. എന്താണ് പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ? എന്താണ് സ്ക്വയർ പ്ലാനർ അല്ലേ? ഈ പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. പ്ലാറ്റിനം കാര്യം എന്താണ്? 4 അമോണിയാണുള്ളത്. ഇത് NH3 ഉണ്ട്, ഇതെന്താണ്? NH3 ഉണ്ട്, ഇതെന്താണ്? NH3 ഉണ്ട്, ഇത് NH3 ഉണ്ട്. അപ്പോൾ ദ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര ലിഗാൻഡ് ആണ് സെൻട്രൽ ആറ്റത്തിൽ ടച്ച് ചെയ്തേക്കുന്നത്? 1 2 3 4 ലിഗാൻഡ് സെൻട്രൽ മെറ്റൽ ടച്ച് ചെയ്തേക്കുന്നു. കോർഡിനേഷൻ നമ്പർ 4. മനസ്സിലായല്ലോ? എന്നിട്ട് 4 എന്ന കൺസെപ്റ്റ് വന്നതുകൊണ്ട് സ്ക്വയർ പ്ലാനർ. ആൻസർ എന്താണ്? സ്ക്വയർ പ്ലാനർ. ഓക്കെ. നെക്സ്റ്റ്, the transition element have a general electronic configuration. Question number 40, very easy, direct question ആയിരുന്നു. ഞാൻ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല. 40ാമത്തെ ആൻസർ എത്രയാണ്? 3 ആയിരുന്നു കേട്ടോ. തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റഡ് ബൈ ആക്ടിനോയിഡ് അയോൺസ്. എന്തുകൊണ്ടാണ് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്? നമ്മുടെ ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ്. അതായത് F ബ്ലോക്കിലെ 2ാമത്തെ ആളാണ് ആക്ടിനോയിഡ്സ്. മനസ്സിലായല്ലോ? ഈ താഴെ കിടക്കുന്ന വ്യക്തിയില്ലേ,
അതിലെ ഏറ്റവും താഴെ കിടക്കുന്ന ആളാണ് ലാന്തനോയിഡ്സ്, തൊട്ട് താഴെ വരുന്ന ആളാണ് ആക്ടിനോയിഡ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആക്ടിനോയിഡ്സ് +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് റീസൺ? എന്താണ് എന്തുകൊണ്ടായിരിക്കും അവർ മാക്സിമം +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും? എന്താണെന്ന് പറയുമ്പോൾ റീസൺ എന്താണ്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ആക്ടിനോയിഡ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 5F ഉണ്ട്, 6D ഉണ്ട്, 7S ഉണ്ട്. മനസ്സിലായോ? ആക്ടിനോയിഡ്സ് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ ഇങ്ങനെ പീരിയഡിക് ടേബിൾ വരയ്ക്കുമ്പോഴേ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതാണ് ലാന്തനോയിഡ്സ്, ഇതാണ് ആക്ടിനോയിഡ്സ്. ഇതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ 5F 6D 7S. ഡിയർ സ്റ്റുഡൻസ്, ഇതെല്ലാം കമ്പാരബിൾ എനർജിയാണ്, ഏകദേശം ഒരേ ലെവൽ എനർജിയാണ്. അതുകൊണ്ട് ഇലക്ട്രോൺസ് എവിടെ നിന്ന് വേണേലും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും ഒരേപോലത്തെ എനർജി ആണെങ്കിൽ അവന്മാർ ഇലക്ട്രോണെ ഒരേപോലെ വിട്ടുകൊടുക്കത്തില്ലേ? അങ്ങനെ ഇലക്ട്രോണെ ഒരേപോലെ വിട്ടുകൊടുത്താൽ ഇവിടെ നിന്നും ഇലക്ട്രോൺ ചാടും, ഇവിടെ നിന്നും ഇലക്ട്രോൺ ചാടും, ഇവിടെ നിന്നും ഇലക്ട്രോൺ ചാടും. അങ്ങനെ അവിടെ നിന്നെല്ലാം ഇലക്ട്രോൺ ചാടുന്നതിൻ്റെ ഭാഗമായിട്ട് മാക്സിമം ഓക്സിഡേഷൻ നമ്പർ കാണിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ +7 ആണ് അതിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മനസ്സിലായല്ലോ? ബിക്കോസ് എന്താണ്? ആക്ടിനോയിഡ്സിൻ്റെ എല്ലാ സബ്ഷെല്ലും കമ്പാരബിൾ എനർജി, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. ദ കളർ ഓഫ് ടൈറ്റാനിയം H2O+. ഞാൻ പറയട്ടെ, ഈ ടൈറ്റാനിയം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? 22 ആണ്. 22 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എന്തായിരിക്കും അറിയാമോ? ആർഗൺ ഡിവൈഡ് ബൈ എന്താണ് 4s2 3d2 ആണ്. ഇനി ഞാൻ പറയട്ടെ, ടൈറ്റാനിയം ഈ ടൈറ്റാനിയം 3+ ആയതുകൊണ്ട് ഇത് 0 ആണ്. അപ്പോൾ ഇത് X ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റാനിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 3 എന്ന് കിട്ടും, +3 എന്ന് കിട്ടും. കാര്യം ഇത് 0 ആണ്, പിന്നെ ഇതിൻ്റെ ആയിരിക്കും ഇത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇത് ടൈറ്റാനിയം 3+ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് 2 ഇലക്ട്രോൺ പോയി, ഇവിടെ നിന്നും പോയി 1 ഇലക്ട്രോൺ പോയി. കാര്യം 3 അല്ലേ പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? 4s0 എന്താണ് 3d1. മനസ്സിലായില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എങ്ങനെയായിരിക്കും? ഈ T2G ആണല്ലോ നമ്മുടെ ഈ 5 1 2 3 4 5 ആണല്ലോ. 1 2 3 4 5 നമ്മുടെ ഡി ഓർബിറ്റിൽ ഇങ്ങനെയല്ലേ കിടക്കുന്നത്? എങ്ങനെ കിടക്കുന്നത് ഡി ഓർബിറ്റിൽ? ഇതാണല്ലോ ഡി ഓർബിറ്റിൽ അല്ലേ? 1 2 3 4 1. ഈ 4 വേക്കൻറ്റ്. ഇതാണ് എന്ത്? 3d1. ഇവൻ ഇത് നോക്കിയാൽ ഇത് 6 എന്നുണ്ട് ശരിക്കും. ഇത് ഒക്ടാഹെഡ്രൽ കൺസെപ്റ്റ് ആണ്. ഇത് വന്നതുകൊണ്ട് എന്താണ് ഇവിടെ? ഇത് ശരിക്കും എന്താണ്? ഇത് EG ആണ്. ഇതെന്താണ്? T2G ആണ്. ഇവിടെ എന്താണ്? ആ 1 ഇലക്ട്രോൺ നിൽക്കുന്നു. ശരിയല്ലേ? അതായത് കൺസെപ്റ്റ് എന്താണ് ഇവിടെ? അതായത് T2G1 2 എന്താണ്? EG 0 ആണ്. ഇത് എനർജി കിട്ടിക്കഴിയുമ്പം E2G0 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? EG1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നടക്കുന്നത്? DD ട്രാൻസിഷൻ നടക്കുന്നു. അങ്ങനെ DD ട്രാൻസിഷൻ നടക്കുമ്പോൾ ഇവിടെ നിന്ന് ഇവൻ മുകളിലോട്ട് ചാടുന്നു. അവൻ DD ട്രാൻസിഷൻ T2G നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ അവൻ ആ വിസിബിൾ റീജിയനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ പർപ്പിൾ കളർ കാണിക്കും. അങ്ങനെയാണെങ്കിൽ 42ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണെന്ന് പറയാമോ? 42ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ 3 ആണ് അല്ലേ? എക്സൈറ്റേഷൻസ് ഓഫ് എന്താണ്? ശരിയല്ലേ? നോക്കിക്കേ, സെക്ഷൻ B വരുമ്പോൾ ആൻസർ ഇനി 5 ക്വസ്റ്റ്യൻസ് ആണ്. 43ാമത്തെ ആൻസർ എന്താണ്? 43ാമത്തെ ആൻസർ നിങ്ങൾ നോക്ക്. സോഡിയം ഇനി ഡ്രൈ ഈതർന്ന് കണ്ട കണ്ണുടച്ച് എഴുതിക്കും. അത് എന്താണത്? അത് വ്രുട്സ് റിയാക്ഷൻ ആണ്. എന്താണ്? ദ വ്രുട്സ് റിയാക്ഷൻ ആണ്. വ്രുട്സ് സോഡിയം ഇൻ ഡ്രൈ ഈതർ. ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, വ്രുട്സ് ആണോ അത്? വ്രുട്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം വ്രുട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് വരത്തില്ലേ? വ്രുട്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? വ്രുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഫാറ്റിക് വരും. CH3Cl. ഇതല്ല വ്രുട്സ്. CH3X പ്ലസ് എന്താണ്? 2Na പ്ലസ് XCH3 2 മോളിക്കൂൾ ഇതുപോലെ വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ആരാണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്? നിങ്ങൾ നോക്കിയാൽ ഈ X എലിമിനേറ്റ് ആയി പോകും. എന്ത് കിട്ടും ഇവിടെ? CH3. ഈ റിയാക്ഷൻ്റെ പേരാണ് എന്ത്? വ്രുട്സ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ അരോമാറ്റിക് വന്നേക്കുന്നത്. എന്താ വന്നേക്കുന്നത്? അരോമാറ്റിക് വന്നു കഴിഞ്ഞാൽ ആരാ വെളിയിൽ പോകുന്നത്? ഇത് ഇവൻ ഇറങ്ങിപ്പോവും അല്ലേ? ഇതിൻ്റെ പേര് ശരിക്കും ഫിറ്റിക് ആണ്. എന്ത് റിയാക്ഷനാണ്? ഫിറ്റിക്. യു അണ്ടർസ്റ്റുഡ്? എന്ന് പറഞ്ഞാൽ 2 ക്ലോറിൻ ആറ്റം. ഇതിങ്ങനെ ക്ലോറിൻ ഇവിടെ CH3 കിടപ്പുണ്ട്, ഇവിടെ എന്ത് കിടപ്പുണ്ട്? ക്ലോറിൻ കിടപ്പുണ്ട്. പ്ലസ് 2 സോഡിയം എടുത്ത് ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് കിടപ്പുണ്ട്? അടുത്തൊരു മോളിക്കൂൾ എക്സസ് ഉണ്ട്. അപ്പോൾ എന്താണ്? ഇവിടെ ക്ലോറിൻ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? CH3 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഈതർ ഇട്ട് കൊടുത്തു. ഈതർ. അങ്ങനെയാണെങ്കിൽ ഇവന്മാർ എങ്ങനെ പോകും? ഇത് ഇങ്ങനെയല്ല പോകുന്നത്. എങ്ങനെ എലിമിനേറ്റ് ആകുന്നത്? ശരിയല്ല? അത് ഇങ്ങനെ എലിമിനേറ്റ് ആകത്തില്ലേ? അങ്ങനെ ആൻസർ എന്ത് കിട്ടും? ഇത് കിട്ടും. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പോൾ ഫിറ്റിക് റിയാക്ഷനാണ്. അരോമാറ്റിക് വന്നുകൊണ്ടാണ് ഫിറ്റിക് എന്ന് വിളിച്ചത്.
നോക്കാം. 13ാമത്തത് ഫിനോൾ പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് പി. എന്താണ് ഈ റിയാക്ഷൻസ്? 44ാമത്തെ റിയാക്ഷൻ എന്താണ്? ഈ ഫിനോൾ പ്ലസ് എന്ന് പറയുമ്പോൾ തന്നെ ഫിനോൾ എഴുതാം ആദ്യം. ഞാൻ കണ്ടോ ഫിനോൾ എഴുതിയേ. ഇതാണല്ലോ എൻ്റെ ഫിനോള്. ഞാൻ ആ ഫിനോളിലേക്ക് ഇനി ആരെ ഇട്ട് കൊടുക്കണ്ടേ? ഞാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇട്ട് കൊടുത്തു. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇട്ട് കൊടുത്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ്, ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ സോഡിയം ഫിനോക്സൈഡ് കിട്ടും. ഇതിൻ്റെ പേരെന്താണ്? സോഡിയം ഫിനോക്സൈഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അങ്ങനെ സോഡിയം ഫിനോക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സോഡിയം ഫിനോക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇവിടെ ആര് കിടപ്പുണ്ട്? ഒരു ഹാലോ ആൽക്കൻ കിടപ്പുണ്ട്. ഇത് മൈനസ് പോസിറ്റീവ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വില്യംസൺ സീതർ സിന്തസിസ്. ഇവൻ നേരെ ചാടിക്കറി ഇവിടെ ഇടിക്കും, ഇവൻ ഇറങ്ങിപ്പോകും. എനിക്ക് എന്ത് കിട്ടും? ആൻസർ എന്ത് കിട്ടും? 44ാമത്തെ ആൻസർ എന്താണ്? എന്താണ് കിട്ടുന്നത്? നോക്കിയേ, ഇങ്ങനെയല്ലേ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? OCH3 കിട്ടത്തില്ലേ? എന്ത് കിട്ടും? OCH3 കിട്ടും. ഇതിന്റെ പേരെന്താ? ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? അനിസോൾ. ഈ റിയാക്ഷന്റെ പേരെന്താണ്? വില്യംസൺസ് ഈതർ സിന്തസിസ് അല്ലേ? വില്യംസൺസ് റിയാക്ഷൻസ്. എന്തൊക്കെ റിയാക്ഷൻസ്? ഇതെന്താണ്? ഒരു ബേസ് പോലെ ആക്ട് ചെയ്തു. ഇതെന്താണ്? ഒരു ഹാലോ ആൽക്കെയിൻസ്. അങ്ങനെ ഒരു ബേസും ഹാലോ ആൽക്കെയിൻസും ഒരു ആൽക്കലിയും ഹാലോ ആൽക്കലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈതർ കിട്ടും. അതാണ് വില്യംസൺസ് ഈതർ സിന്തസിസ്. നമുക്ക് ഇത് കിട്ടും. ആൻസർ എന്താണ്? ആൻ അറേൽ ആൽക്കെയിൽ ഈതർ. ഇതൊരു അറേലാണ്, ഇതൊരു ആൽക്കെയിലാണ്, ഇതൊരു ഈതറാണ്. അപ്പോൾ എന്താണ് ആൻസർ? എന്താണ്? ഒരു അറേൽ ആൽക്കെയിൽ ഈതർ. അതിന്റെ പേര് അനിസോള്. കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണേ. ഫിനോള്, NaOH, സോഡിയം ഫിനോക്സൈഡ്. അങ്ങനെ ഈ ആൽക്കലി ഒരു സ്ട്രോങ് ബേസും ഒരു ഹാലോ ആൽക്കനായിട്ട് റിയാക്ട് ചെയ്തു, ഈതർ കിട്ടി. ഇതാണ് വില്യംസൺസ് ഈതർ സിന്തസിസ്. ഇത് അറയിൽ പാർട്ടാണ്, ഇത് ആൽക്കൈൽ പാർട്ടാണ്. അപ്പോൾ ആൻസർ 2. 45 കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻസ് വിത്ത് ദ ഫീനോൾ. എഴുതിക്കോ. ഇതൊന്നും ഗസ് ചെയ്യാൻ പോകണ്ട. ഞാൻ എന്തെടുത്തു? ഞാൻ ഫീനോൾ എടുത്തേ. ഫീനോളിലേക്ക് ഞാൻ എന്തെടുത്തിട്ടു? സിങ്ക് എടുത്തിട്ടു. ഉറപ്പായിട്ടും ഇവനെ കൊണ്ടുവരത്തില്ലേ? സിങ്ക് ഓക്സിജനെ കൊണ്ടുപോകും. ഇസഡനോ കിട്ടി. എനിക്ക് എന്ത് കിട്ടി? എനിക്ക് ബെൻസീൻ കിട്ടി. ശരിയല്ലേ? എനിക്ക് ബെൻസീൻ കിട്ടി. ഞാൻ അതിലേക്ക് അടുത്ത് എന്താ എടുത്തിടുന്നത്? ഞാൻ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കലേഷൻ ആണ്. എന്താണ്? ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കലേഷൻ ആണ്. ഈ ക്ലോറിനെ ഇവൻ കൊണ്ടുപോകത്തില്ലേ? CH3+ ആകും. ഇവൻ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യത്തില്ലേ? എനിക്ക് എന്ത് കിട്ടി? എനിക്ക് ടൊളീൻ കിട്ടി. എനിക്ക് എന്ത് കിട്ടി? എനിക്ക് ടൊളീൻ കിട്ടി. ഈ ടൊളീനെ പിന്നെ എന്താണ്? ഏതൊരു സൈഡ് ചെയിനിനെയും നിങ്ങൾ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ KMnO4 വെച്ച് ഓക്സിഡേഷൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഉറപ്പായിട്ട് എന്ത് കിട്ടും? എന്താണ്? COOH. എന്ത് കിട്ടും? ബെൻസോയിക് ആസിഡ് കിട്ടും. ഇതിന്റെ പേരെന്താണ്? ബെൻസോയിക് ആസിഡ്. എന്താണിത്? ബെൻസോയിക് ആസിഡ്. കണ്ണു മുടച്ച് പറയാം ബെൻസോയിക് ആസിഡ്. അപ്പൊ ഇവിടുത്തെ കൺസെപ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ സിങ്ക് ടെസ്റ്റ് ഉപയോഗിച്ച് ഓക്സിജനെ മാറ്റി അങ്ങനെ ബെൻസിൻ കിട്ടി. പിന്നെ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കലേഷൻ. ഇവിടുത്തെ പേരിന്റെ പേര് എന്താണ്? ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. നടത്തിയപ്പോൾ എനിക്ക് ഇത് കിട്ടി. പിന്നെ ഒരു ബെൻസീനിലെ സൈഡ് ചെയിനെ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. എന്ത് തന്നെയായാലും അതൊരു എന്തായിരിക്കും? ഒരു കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും, COH ഗ്രൂപ്പ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ KMnO4 വെച്ച് ഓക്സിഡൈസ് ചെയ്തപ്പോൾ ഇവൻ കംപ്ലീറ്റ് ആയിട്ട് COH ആയിട്ട് മാറി, ബെൻസോയിക് ആസിഡ് കിട്ടി. മനസ്സിലായല്ലോ? 45. 46 റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ് വിത്ത് ഹൈഡ്രോ അയോഡിക് ആസിഡ്. യെസ്, പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ കണ്ണുടച്ച് എഴുതിക്കും. എന്താണ്? CH3CH ആണല്ലോ ആൽഡിഹൈഡ്. അതിനെന്താണ്? ഹൈഡ്രജൻ അയോഡൈഡ് വിത്ത് റെഡ് ഫോസ്ഫോർ. പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. കംപ്ലീറ്റ്ലി റെഡ്യൂസ് ടു ആൽക്കെയിൻ. നമ്മുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും അറിയോ? CH3 ആയിരിക്കും ആൻസർ. മനസ്സിലായല്ലോ? ഏതായിരിക്കും ആൻസർ? ആൽക്കെയിൻ. അപ്പൊ നിങ്ങൾ ഇത് ഉപയോഗിച്ചോണേ. HI ഇൻ റെഡ് ഫോസ്ഫറസ്, ഹൈഡ്രജൻ അയോഡൈഡ് ഇൻ റെഡ് ഫോസ്ഫറസ് എന്ന പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് എന്നുള്ള കാര്യം മറക്കരുതേ. ഓക്കെ. 47 ആൻ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ദ മെഥനോളിസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 47 കണ്ണു അടച്ച് എനിക്ക് എഴുതാമല്ലോ. ഇതാണ് അറിയാൻ മേലത്തിൽ പഠിച്ചോ. ബൈ കാറ്റലിറ്റിക് റിഡക്ഷൻ ഓഫ് കോപ്പർ മോണോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ZNO Cr2O3 ആണ്. കേട്ടല്ലോ? 3. മാച്ച് ദ ഫോളോയിങ്. ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻസ്. 48 ഏതാണ്? മോർഫിൻ എന്ന് പറഞ്ഞാൽ B ആണ്, നാർക്കോട്ടിക് അനാലജീസ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഇതാണ് അല്ലേ? NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അറിയാമല്ലോ അല്ലേ? ഓക്കെ. 49 പോട്ടെ. എസ്റ്റർ A വിത്ത് മോളിക്കുലർ ഫോർമുല C9H10O2. അപ്പൊ ഞാൻ പറയട്ടെ, അത് ഏത് എസ്റ്റർ എന്നാണ് അറിയേണ്ടത്. ഞാൻ എസ്റ്റർ ഇതിൽ ഏത് എസ്റ്റർ ആണ് C8H8O എന്നുള്ള കാര്യം നിങ്ങൾ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഇതിലെല്ലാവരും C8H8O ഉള്ള ഏത് വ്യക്തിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? നിങ്ങൾ നോക്കിയേ, 6 കാർബണും 6 2 8 C8, 5 ഹൈഡ്രജനും 5 5 10. നോ, അതല്ല, ഇതല്ല, തെറ്റി. അത് മാറ്റിയേ.
ഞാൻ ഈ ഒരു സെന്റൻസ് വായിച്ചിട്ട് ഇതിലേക്ക് വരുന്നത് C8H8O എന്നാ. ഇത് നോക്കി, ഒന്നാമത്തെ നോക്കിയേ, 6 1 7 1 8 5 3 8 ഓക്സിജൻ. അവിടെ എന്താണ് ഓക്സിജൻ? എന്തുണ്ട്? കീറ്റോൺ 2 ഉണ്ട് അല്ലേ, ഒരു കീറ്റോൺ തരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏതാണ് നമ്മുടെ എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ വായിക്കാം. ആൻ എസ്റ്റർ എ വിത്ത് മോളിക്കുലർ ഫോർമുല C9H10O2. ഓക്കെ, ആൻ എസ്റ്റർ. അപ്പം COO ഉള്ളത് മാത്രം എടുത്താൽ മതി. ഇത് എസ്റ്റർ ആണോ? യെസ്, ഇത് എസ്റ്റർ ആണ്. ഇത് എസ്റ്റർ അല്ല, അത് ഇങ്ങനെ വരുന്നത്, ഇത് എസ്റ്റർ ആണ്. അപ്പം ഈ എ എന്ന് പറഞ്ഞാൽ ആൻ എസ്റ്റർ എ വിത്ത് മോളിക്കുലർ ഫോർമുല C9H10O2. നമുക്ക് എടുക്കേണ്ട എസ്റ്റർ ഇതാണ്, C9H10O2. 6 1 7 7 2 9. ഇത് C9 ഉണ്ട്, H10 ഉണ്ട്, 5 5 10 O2 ഉണ്ട്. യെസ്, എസ്റ്റർ കിട്ടിപ്പോയി കേട്ടോ. ഏതാ എസ്റ്റർ? നമ്മുടെ ഇത് തന്നെ എസ്റ്റർ. അതെന്താണ്? C6H5 COO C2H5 was treated with the Grignard reagent CH3MgBr. പിന്നെയും ട്വിസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കിടപ്പുണ്ട് എക്സസ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. നേരത്തെ ഒരു റിയാക്ഷൻ പറഞ്ഞായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ. ഗ്രിഗ്നാർഡ് റിയേജന്റ് എസ്റ്ററിൽ കയറിക്കഴിഞ്ഞാൽ മാക്സിമം ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യും. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ റിയാക്ഷൻ നിങ്ങൾ നോക്ക്, ഞാൻ എങ്ങനെ കാണിച്ചു തരാം. നോക്ക്, ഇതാണ് എസ്റ്റർ ആണെന്ന് വിചാരിക്കുക. ഈ എസ്റ്റർ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ നിൽക്കുന്നത്? എസ്റ്റർ എന്താണ്? ഇത് C ഡബിൾ ബോണ്ട് ആയിട്ട് നിൽപ്പുണ്ട്. ഇവിടെ എന്താണ്? OC2H5 ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ COO ആയി. മനസ്സിലായ? ഇനി എന്താണ് ഇവിടെ കിടക്കുന്നത്? ഇവിടെ എന്താണ്? ഇവിടെ C6H5 ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ ഇവിടെ ശരിക്കും ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്താണ്? CH3MgBr ആണ്. ഇത് ഡെൽറ്റ മൈനസ് ആണ്, ഡെൽറ്റ പോസിറ്റീവ് ആണ്, ഡെൽറ്റ മൈനസ് ആണ്. ഇവൻ ഇങ്ങോട്ട് ചാടുമ്പോൾ തന്നെ ഇവൻ എന്ത് ചെയ്യും? ഇവൻ ഇങ്ങോട്ട് ചാടുകയും ഈ വ്യക്തി ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഒരു മൈനസ് ഇങ്ങോട്ട് വരുമല്ലോ. അത് ശരിക്കും സംഭവിക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കേ, ഇവിടെ എന്താണ്? ഇവിടെ ഇങ്ങനെ O- ഇവിടെ വന്നു കഴിഞ്ഞു. ഇവിടെ എന്താണ്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ C6H5 കിടപ്പുണ്ട്. ഇവിടെ എന്താ കിടപ്പുണ്ട്? OC2H5 കിടപ്പുണ്ട്. ഇവിടെ എന്താ കിടപ്പുണ്ട്? ഈ വന്ന് കയറിയ CH3 ഉണ്ട്. ഞാൻ പറയട്ടെ, ഇവൻ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇവൻ പെട്ടെന്ന് റിസൊണൻസ് നടന്നിട്ട് ഇവൻ റിസൊണൻസ് നടക്കുമ്പോൾ ഇവൻ ഈ ബോണ്ട് ഉൾപ്പെടെ ഇറങ്ങിപ്പോവും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ -C2H5O- കിട്ടും. എസ്റ്റർ വരുമ്പോൾ ഇതുപോലെ നടക്കും. കാര്യം മാക്സിമം നമ്പർ ഓഫ് ദ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന റിയാക്ഷൻ എന്താ അറിയാം? ഇവിടെ C കിടപ്പുണ്ട്. ഇവിടെ എന്താണ്? C6H5 കിടപ്പുണ്ട്. ഇവിടെ എന്താ കിടപ്പുണ്ട്? CH3 കിടപ്പുണ്ട്. ഇവിടെ എന്താണ്? ഡബിൾ ബോണ്ട് O കിടപ്പുണ്ട്. ഇനിയും മാക്സിമം എമൗണ്ട് ഓഫ് ദ ആഡ് ചെയ്യണേ. ഇനി എന്താണ് കിട്ടുന്നത്? മാക്സിമം എമൗണ്ട് ഓഫ് ദ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ CH3 എന്താണ്? MgBr ആണ്. പിന്നെയും ഡെൽറ്റ മൈനസ്, ഡെൽറ്റ പോസിറ്റീവ്, ഡെൽറ്റ മൈനസ് ആണ്. ഇവൻ ഇങ്ങോട്ട് ചാടുമ്പോൾ എന്താണ്? ഈ വ്യക്തി ഇങ്ങോട്ട് കയറി അടിക്കും, ഇവൻ ഇങ്ങോട്ടും കയറി അടിക്കും. എനിക്ക് എന്ത് കിട്ടും? പറയൂ. മാക്സിമം ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം പറഞ്ഞാൽ 2 ഗ്രിഗ്നാർഡ് റിയേജന്റ് വരെ ആഡ് ചെയ്യാം, മോർ സ്റ്റേബിൾ കോമ്പൗണ്ടായി കീറ്റോൺ കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ എന്താണ്? C6H5 കിട്ടി. ഇവിടെ എന്ത് കിട്ടി? ഇവിടെ CH3 കിടപ്പുണ്ട്. ഇവിടെ ആര് കയറി? CH3 കയറി. ഇവിടെ എന്താണ്? OMgBr ഉണ്ട്. ഇനി ഇവനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ ക്ലീവേജ് നടന്ന് ഇവിടെ H-ഉം ഇവിടെ എന്താണ്? OH- ആയിട്ട് മാറും. അങ്ങനെ ഫൈനൽ പ്രോഡക്റ്റ് എന്താണ് ഇവിടെ വരുന്നത്? ഇവിടെ OH-ഉം ഇവിടെ എന്താണ്? CH3, ഇവിടെ എന്താണ്? CH3, ഇവിടെ എന്താണ്? C6H5 പ്ലസ് ബൈ പ്രോഡക്റ്റ് എന്ത് വരും നമുക്കിവിടെ? ബൈ പ്രോഡക്റ്റ് എന്താണ്? ബൈ പ്രോഡക്റ്റ് എന്ത് വരും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ Mg, ഇവിടെ എന്താണ്? Br, ഇവിടെ എന്താണ്? OH, MgBr. ഓക്കെ, അപ്പം നമ്മുടെ എസ്റ്റർ എന്ന് പറയാൻ, നിങ്ങൾ ഈ എസ്റ്റർ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കണ്ടു കഴിഞ്ഞാൽ 2 ഗ്രിഗ്നാർഡ് റിയേജന്റിനെ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ ഗ്രിഗ്നാർഡ് റിയേജന്റിനെ യൂസ് ചെയ്തിട്ട് ഒരു കീറ്റോൺ ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത്തെ ഗ്രിഗ്നാർഡ് റിയേജന്റിനെ യൂസ് ചെയ്തിട്ട് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് ആൽക്കഹോൾ കിട്ടും. ഫൈനലി കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ആൽക്കഹോൾ ആണ്. അപ്പോൾ എസ്റ്റർ എന്ന കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ, എസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, ഇത് എന്താണ് ശരിക്കും? C ഡബിൾ ബോണ്ട് O. ഇങ്ങനെയാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 2 ഗ്രിഗ്നാർഡ് റിയേജന്റിനെ ആഡ് ചെയ്യുക. ആദ്യത്തെ ആള് കീറ്റോൺ ആയിരിക്കും, രണ്ടാമത്തെ ആള് ഫൈനലി എന്താണ്? ആൽക്കഹോളായിട്ട് മാറ്റുക.
മറ്റേ നേരത്തെ കീറ്റോൺ കൊണ്ടുവന്നായിരുന്നു, ഞാനത് ഇവിടുത്തെ 2 സ്റ്റെപ്പിൽ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. എവിടെയാ ഈ കീറ്റോൺ കിട്ടുന്ന ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെയും ഗ്രിഗ്നാർ റിയാൻഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് എന്തേ വരുള്ളൂ? ആൽക്കഹോൾ. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. ഒരു എസ്റ്ററിലേക്ക് ഗ്രിഗ്നാർ റിയാൻഡ് ആഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ഗ്രിഗ്നാർ റിയാൻഡ് ആഡ് ചെയ്താൽ കീറ്റോൺ കിട്ടും, രണ്ടാമത്തെ ആളെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാണ്? പരിപാടി കഴിഞ്ഞില്ലല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം ചെയ്തിട്ട് ഇനിയിപ്പം ആൽക്കഹോൾ വരെ കിട്ടി അല്ലേ? എന്നിട്ട് H2SO4 ട്രീറ്റ് ചെയ്യണം. കഴിഞ്ഞില്ല കേട്ടോ, ഇത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിപ്പോയല്ലോ. നോക്കിയേ, ഈ ആൽക്കഹോൾ കിട്ടി കേട്ടോ. ഞാൻ ഇവിടെ എഴുതട്ടെ. ഇതാണ് എൻ്റെ ആൽക്കഹോൾ. ഈ ആൽക്കഹോളിനെ C6H5 കൊണ്ട് ട്രീറ്റ് ചെയ്തു. ഇവിടെ CH3 കിടപ്പുണ്ട്, ഇവിടെ CH3 കിടപ്പുണ്ട്, ഇവിടെ H2SO4 കണ്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത കൺസെപ്റ്റ് പറയാൻ പോവാണ്. ഒരു OHും ഒരു ആസിഡും കണ്ടാൽ ഡീഹൈഡ്രേഷൻ നടന്നിരിക്കും. എങ്ങനെ നടക്കും? ഇവനെ തട്ടിക്കളാ. അപ്പോൾ എന്ത് കിട്ടും എനിക്കിവിടെ? ഇവിടെ കാറ്റോൺ കിട്ടി. ഇതെന്താണ്? ഇവിടെ CH3, ഇവിടെ എന്താണ് താഴെ? ഇതെന്താണ്? CH3, ഇവിടെ എന്താണ്? C6H5. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇന്റർമീഡിയറ്റ് കാർബോകാറ്റോൺ ഉണ്ടായിട്ടുണ്ട്. ഈ കാർബോകാറ്റോൺ ഉണ്ടായാൽ അതിനെ കളയാൻ വേണ്ടി ഒരു ഡീപ്രോട്ടനേഷൻ നടക്കും. എന്ത് നടക്കും? ഡീപ്രോട്ടനേഷൻ. ആ ഡീപ്രോട്ടനേഷൻ ഞാൻ ഇങ്ങനെ കാണിക്കട്ടെ. ഈ CH3നെ ഞാൻ CH2 ഇങ്ങനെ എഴുതി. ഞാൻ എന്നിട്ട് എന്താണ്? ഈ ബോണ്ടിനെ വലിച്ചെടുത്തു. ആര് വെളിയിൽ പോയി? ഡീപ്രോട്ടനേഷൻ വെളിയിൽ പോയി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇവിടെ C6H5 കിട്ടി. ഇവിടെ എന്താണ്? ഇവിടെ CH3 കിട്ടി. ഇവിടെ എന്താണ്? ഡബിൾ ബോണ്ട് CH2. ഇതാണ് പ്രോഡക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെ വരെ നമ്മൾ വന്ന് കൊണ്ട് നിർത്തിയേക്കുന്നത്? ഞാൻ എൻ്റെ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയത് C9. എനിക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയ കാര്യമാണ്. എന്താണ്? C9H10 O2 എന്ന ഒരു എസ്റ്റർ ഞാൻ കളക്ട് ചെയ്തു. 4ാമത്തെ ഓപ്ഷനാണ് ആ എസ്റ്റർ. ആ എസ്റ്ററിലേക്ക് 2 ഗ്രിഗ്നാർ റിയേജന്റ് കൊടുക്കണം. 2 ഗ്രിഗ്നാർ റിയേജന്റ് കൊടുത്താൽ ആദ്യം കീറ്റോണും പിന്നെ അഡീഷൻ ഓഫ് എന്താണ്? എനിക്ക് രണ്ടാമത്തെ ഗ്രിഗ്നാർ റിയേജന്റ് ആഡ് ചെയ്തു, ഹൈഡ്രോളിസിസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എനിക്ക് ആൽക്കഹോൾ കിട്ടി. ഇതാണ് എൻ്റെ ആൽക്കഹോൾ. അതിലേക്ക് H2SO4. എനിക്കറിയാവുന്ന കൺസെപ്റ്റ് OHും ആസിഡും ഉണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ നടക്കും. ആദ്യം OH പോയി, പിന്നെ ഇവിടെ നിന്ന് H പോയി. അങ്ങനെ എന്താണ്? ശരിക്കും OHും കൂടി ചേർന്ന് H2 ആയിട്ട് പോകുന്നു. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിൽ പോസിറ്റീവ് ചാർജ് വന്നാൽ അൺസ്റ്റേബിൾ എന്നാണ് കൺസെപ്റ്റ്. അങ്ങനെ അൺസ്റ്റേബിൾ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് സൈനൊന്നും ഇല്ലെങ്കിൽ ഡീപ്രോട്ടനേഷൻ വഴി ഡബിൾ ബോണ്ട് ആക്കാം. അങ്ങനെ ഡബിൾ ബോണ്ട് കിട്ടി. ഇനി ഞാൻ പറയട്ടെ, ഇതിനെ ഓസോണോളിസിസ് ആണ് നടത്താൻ പറഞ്ഞേക്കുന്നത്. ഇവനെ ഓസോണോളിസിസ് നടത്താൻ പറഞ്ഞാൽ O3 ആൻഡ് ഇസഡൻ വാട്ടർ ആണ് ഓസോണോളിസിസ്. ഓക്സിജൻ ഇവിടെ എങ്ങനെ ആഡ് ചെയ്യത്തില്ലേ? ശരിയല്ലേ? എങ്ങനെയാണ് ഓസോണോളിസിസ് നടത്താൻ ഇത് ആഡ് ചെയ്യുന്നത്? പറഞ്ഞേ. C6H5 CH3 ഓസോൺ ഇങ്ങനെ ആഡ് ചെയ്യും. ഇവിടെ എന്താണ്? CH2, ഇവിടെ എന്താണ്? ഓക്സിജൻ, ഇവിടെ എന്താണ്? ഇവിടെയും ഓക്സിജൻ വരും. എന്നിട്ട് ഇതിന് ക്ലീവേജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെയല്ലേ ക്ലീവേജ് നടക്കുന്നത്? എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടി? ഇവിടെ C6, ഇവിടെ H5, ഇവിടെ എന്താണ്? C ഡബിൾ ബോണ്ട് O, ഇവിടെ എന്ത് കിട്ടി? CH3 കിട്ടി. പ്ലസ് എന്ത് കിട്ടി? HCHO കിട്ടി. ഇത് നിങ്ങൾ ആൽക്കിനകത്ത് പഠിച്ചിട്ടുള്ളതല്ലേ? നമുക്ക് അസറ്റോഫിനോൺ എന്ന കീറ്റോണും അൾഡിഹൈഡും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്താണ്? 4. ഏതാണ് 4? ഏതാണ്? ഓൾറെഡി തന്നെ എസ്റ്റർ കിട്ടിയായിരുന്നല്ലേ? നമ്മൾ ഇത്ര ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണ്? നമ്മൾ ഓൾറെഡി തന്നെ ആൻസറിലേക്ക് വന്നായിരുന്നു. 49ാമത്തെ ആൻസർ ഏതാണ്? ആ എസ്റ്റർ ഏതാണ്? ഇതാണ് ആ എസ്റ്റർ, 4ാമത്തെ എസ്റ്റർ. ഈ എസ്റ്ററിനെ ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് വന്നത്. ഞാൻ ആദ്യം തന്നെ ആ എസ്റ്റർ ഇത് നോക്കി മനസ്സിലാക്കിയായിരുന്നു. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ എല്ലാം ചെയ്ത് വരണം. ഞാനപ്പോൾ ഇത്രയും റിയാക്ഷൻ നിങ്ങൾ പഠിച്ചു അല്ലേ? ഇത് വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്. ഒരു വലിയൊരു കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നേക്കുന്നത്. നന്നായിട്ട് ഈ റിയാക്ഷൻ ഒന്ന് മനസ്സിലാക്കുക. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതാദ്യം മനസ്സിലാക്കുക. ഒരു അഡീഷൻ, രണ്ടാമത്തെ എന്താണ്? പിന്നെ അത് എലിമിനേഷൻ, C2H5O- എലിമിനേഷൻ. ഫസ്റ്റ് കീറ്റോൺ കിട്ടുന്നു, പിന്നെ രണ്ടാമത്തെ ഗ്രിഗ്നാർ റിയേജന്റ് ആഡ് ചെയ്യുന്നു. ഇവിടെ എന്ത് കിട്ടുന്നു? ഗ്രിഗ്നാർ റിയേജന്റ് ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഹൈഡ്രേഷൻ, H+ഉം OH- ഹൈഡ്രേഷൻ കൂടി നടത്തുന്നു. അങ്ങനെയാണ് ആൽക്കഹോൾ എന്ന കൺസെപ്റ്റിലേക്ക് വന്നത്. ആൽക്കഹോൾ, പിന്നെ ആൽക്കഹോളിൽ എന്താണ്? ഡീഹൈഡ്രേഷൻ നടക്കുന്നു. ആൽക്കഹോൾ എന്ത് നടക്കുന്നു? ആൽക്കഹോളിൽ കിട്ടി. അങ്ങനെ H2SO4 കണ്ട ഉടനെ ഡീഹൈഡ്രേഷൻ നടത്തി ആൽക്കീൻ ഉണ്ടാകുന്നു. ഓസോണോളിസിസ് ഇങ്ങനെ ആഡ് ചെയ്യും. ഇതിൻ്റെ പേരൊക്കെ അറിയാമല്ലോ, ഓസോണൈഡ്. എന്നിട്ട് ക്ലീവേജ് നടത്തുന്നു, കീറ്റോൺ കിട്ടുന്നു, HCH കിട്ടുന്നു. അപ്പോൾ ആൻസർ അത് എത്രയാണ്? 4. അപ്പോൾ ഇത് പറയാതെ തന്നെ നിങ്ങൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എങ്കിലും ഞാനങ്ങ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ലാസ്റ്റ് നമ്മുടെ സൾഫണേഷൻ ഓഫ് ദ നൈട്രോബെൻസിൻ. എന്താണ് സൾഫണേഷൻ ഓഫ് ദ നൈട്രോബെൻസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രോബെൻസിൻ പറഞ്ഞാൽ എന്താ? ഇത് NO2 അല്ലേ? സൾഫണേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേറ്റഡ് H2SO4 അല്ലേ? ഉറപ്പായിട്ടും NO2 എന്താണ്? ഒരു മെറ്റാ ഡയറക്ടറാണ്. എന്താണ്? മെറ്റാ ഡയറക്ടർ. അങ്ങനെ എന്ത് കിട്ടും ആൻസർ?
NO2 എന്ത് കിട്ടും ഇവിടെ? SO3H. ഇതല്ലേ പ്രോഡക്റ്റ്? യെസ്. അങ്ങനെ 50ാമത്തെ ആൻസർ എത്രയാണ്? 2. മെറ്റാനൈട്രോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇതാണ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പം 1, 2, 3 ഇവന്റെ മെറ്റൽ ഇവൻ വന്നു. അങ്ങനെ മെറ്റാനൈട്രോ ബെൻസീൻ, ഇവന്റെ പേര് സൾഫോണിക് ആസിഡ്. പേര് ഇത്. ഡിയർ സ്റ്റുഡൻസ്, യു അണ്ടർസ്റ്റുഡ്? My dear students, I hope you understood this all the concept, learned very well. Here it is very nicely. I hope you followed all the things in very well, right? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം. 6282553262 അയക്കാം. പേര് നിഷാന്ത് ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ ചെയ്തോളേ. Anyway, take care. Wish you all the best. May God bless you. Thank you. Hi students, welcome to the question discussion. നമ്മുടെ 16-ാം തീയതിയിലെ സ്ക്രീനിങ് ടെസ്റ്റ് മോഡലിൻ്റെ ബോട്ടണി പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് സുവോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളും ചർച്ച ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈസി ക്വസ്റ്റ്യൻസുകളാണ്, +2 സിലബസിൻ്റെ ആണ്, കൂടുതൽ പരിചയമുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്കതിൻ്റെ ആൻസർ കൂടെ ചെക്ക് ചെയ്ത് പോയാലോ? യെസ്. 51ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് പ്രോസസ് ഇൻ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ടു പ്രൊഡ്യൂസ് സുപ്പീരിയർ ക്രോപ്പ് വെറൈറ്റീസ് ഇൻ ബൈസെക്ഷൽ ഫ്ലവർ. റീപ്രൊഡക്ഷൻ ഫ്ലവറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ സ്ട്രാറ്റജീസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ക്രോസ് പോളിനേഷൻ അല്ലേ. അപ്പം എൻ്റെ സ്റ്റെപ്പുകൾ എന്താണ്? വളരെ ഡയറക്റ്റ് അല്ലേ. പേരൻസിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു പേരൻറ്റിൻ്റെ ഫ്ലവറിൻ്റെ മെയിൽ ഓർഗൻ കട്ട് ചെയ്ത് കളയുന്ന ഇമാസ്കുലേഷൻ, അതിനെ കവർ ചെയ്യുന്ന ബാഗിങ്, എന്നിട്ട് അടുത്ത പ്ലാന്റിൻ്റെ ഫ്ലവറിൽ നിന്നും പോളൻ ഗ്രെയിൻ കൊണ്ടുവന്ന് ബാഗ് കഴിച്ച് പോളൻ ടെസ്റ്റിംഗ്, ദെൻ റീബാഗിങ്. തീർച്ചയായിട്ടും ഓപ്ഷൻ 2 സെലക്ഷൻ ഓഫ് പേരൻറ്റ്, ഇമാസ്കുലേഷൻ, ബാഗിങ്, ടെസ്റ്റിംഗ് ആൻഡ് റീബാഗിങ്. ഓപ്ഷൻ 2. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അഡ്വാൻറ്റേജ് ഓഫ് ക്ലീസ്റ്റോഗമീസ്. എന്താ ക്ലീസ്റ്റോഗമി എന്ന് പറഞ്ഞാൽ? ക്ലീസ്റ്റോഗമി എന്ന് പറഞ്ഞാൽ ഫ്ലവർ നെവർ ഓപ്പൺസ് ആണ്. ഫ്ലവർ എപ്പോഴും അടഞ്ഞിരിക്കും അല്ലേ. ക്ലിസ്റ്റോഗാമസ് ഫ്ലവറുകൾക്ക് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. തീർച്ചയായിട്ടും അവിടെ സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം വേരിയേഷൻ ഒന്നും വരികയില്ല. കാരണം ഫ്ലവർ തുറന്നാൽ മാത്രമേ പോളിനേറ്റിംഗ് ഏജൻസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലിസ്റ്റോഗാമസ് ഫ്ലവറുകൾക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ്? സെൽഫ് പോളിനേഷനോട് നടക്കുന്നത് കൊണ്ട് ദേ ആർ നോട്ട് ഡിപ്പെൻഡൻറ്റ് പോളിനേറ്റേഴ്സ് അല്ലേ. ഇപ്പോൾ ക്രോസ് പോളിനേഷന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് നടക്കണമെങ്കിൽ ക്രോസ് പോളിനേഷൻ ഏജൻസ് ആയിട്ട് വരുന്നവർ വരണം അല്ലേ. ഇപ്പോൾ ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ അവർക്കൊരു അഡ്വാൻറ്റേജ് പറയാൻ പറ്റിയാൽ അതെന്താണ്? ഇതേ ഉള്ളൂ, നോ ഡിപ്പെൻഡൻസ് ഓൺ പോളിനേറ്റേഴ്സ്. ഓക്കെ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഗൈഡിങ് ദ പോളൻ ട്യൂബ് ഇൻടു ദ സൈനർജിറ്റ്. അപ്പോൾ അതിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. ഫീമെയിൽ ഗാമിറ്റോഫിറ്റ് എന്ന് പറയുന്ന എംബ്രിയോസാക്കിനകത്തിരിക്കുന്ന 7 സെൽസുകളിൽ സൈനർജിഡിൻ്റെ അകത്തൂടെയാണ് പോളൻ ട്യൂബ് ഫീമെയിൽ ഗാമിറ്റോഫിറ്റിൻ്റെ അകത്തോട്ട് കയറുന്നത് നമുക്കറിയാം. അപ്പോൾ അത് കയറാൻ സഹായിക്കുന്ന കാര്യം എന്താണ്? നമുക്കറിയാം സൈനർജിഡ്സിൻ്റെ അകത്തൊരു ഫിംഗർ ലൈക്ക് ഇൻഫോൾഡിങ്സ് ഉണ്ട്. അതിനെ വരുന്നത് ഫിലിഫോം അപ്പാരറ്റസ്. അത് സെക്രേറ്റ് ചെയ്യുന്ന കെമിക്കൽസിനോട് റെസ്പോൺസ് കാണിച്ചുകൊണ്ടാണ് പോളൻ ട്യൂബ് ഈ പറഞ്ഞ സെല്ലിൻ്റെ അകത്തോട്ട് കയറുന്നതും അകത്ത് വെച്ച് ടിപ്പ് ബ്രേക്ക് ചെയ്യുന്നതും. അങ്ങനെ സൈനർജിഡിൻ്റെ അകത്ത് വെച്ചാണ് മെയിൽ ഗമേറ്റ് ഫ്രീ ആകുന്നതും. ശരിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പോളൻ ട്യൂബിനെ ഫീമെയിൽ ഗാമിറ്റോഫിറ്റിനെ ഗൈഡ് ചെയ്യാനായിട്ട് സൈനർജിഡ് സെല്ല് സഹായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഫിലിഫോം അപ്പാരറ്റസ്. ഫിലിഫോം. ഓപ്ഷൻ 4. ഓക്കെ. ഫിംഗർ ലൈക്ക് ഇൻഫോൾഡിങ്. ദേ സെക്രേറ്റ് കെമിക്കൽസ്. അടുത്തത്, യെസ്, ഫസ്റ്റ് സെൽ ഓഫ് ദ മെയിൽ ഗാമിറ്റോഫൈറ്റ്. വളരെ ബേസിക് അല്ലേ. നമുക്കറിയാം മെയിൽ എന്നുള്ള വാക്ക് വിടുക, അഞ്ചിയോസ്പെമിനൊക്കെ മറക്കുക. തൽക്കാലം ആദ്യം ഇങ്ങനെ ഓർക്കുക, ഗാമിറ്റോഫൈറ്റ് ഈസ് വാട്ട്? സ്പോർ എന്ന് പറയുന്ന ഹാപ്ലോയിഡ് സെല്ലിൽ നിന്നും മൈറ്റോസിസ് വഴിയാണ് സ്ട്രക്ചറാണ് ഗാമിറ്റോഫൈറ്റ്. അപ്പോൾ ഗാമിറ്റോഫൈറ്റിൻ്റെ ഫസ്റ്റ് സെൽ എപ്പോൾ സ്പോറാണ്. സ്പോറിൽ നിന്നാണ് ഗാമിറ്റോഫൈറ്റ് ഉണ്ടാകുക. ഇനി ഒരു പ്ലാന്റ് ഹെട്രോസ്പോറസ് ആകുമ്പം തീർച്ചയായിട്ടും ഗാമിറ്റോഫൈറ്റ് 2 ടൈപ്പ് വരും, മെയിൽ ഗാമിറ്റോഫൈറ്റ് ആൻഡ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. അതിനകത്ത് മെയിൽ ഗാമിറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത് മൈക്രോസ്പോറിൽ നിന്നുമാണ്, ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് മെഗാസ്പോറിൽ നിന്നും. മൈക്രോസ്പോറിന്റെ വേറൊരു പേരാണെന്ത്? പോളൻ ഗ്രെയിൻ. അപ്പം ഫസ്റ്റ് സെൽ ഓഫ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മെഗാസ്പോറാണ്. ഫസ്റ്റ് സെൽ ഓഫ് മെയിൽ ഗാമിറ്റോഫൈറ്റ് ഏതാ? മൈക്രോസ്പോർ. അതിന്റെ വേറൊരു പേരാണ് പോളൻ ഗ്രെയിൻ. ഓക്കെ. അപ്പൊ പോളൻ ഗ്രെയിനിൽ നിന്നുമാണ് മെയിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടായി വരുന്നത്. ഓക്കെ. യെസ്. അടുത്തത്, യെസ്, ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് പോളൻ വിച്ച് ആർ ലൈറ്റ് ഇൻ വെയിറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി ഇൻ നേച്ചർ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് വിച്ച് ഷോ.
അപ്പം നമുക്കറിയാം ഒരു പ്ലാന്റ് നാച്ചുറലി ക്രോസ് പോളിനേറ്റഡ് ആണെങ്കിൽ ക്രോസ് പോളിനേറ്റിംഗ് ഏജൻസിന് അത് നടത്താൻ പറ്റുന്ന രീതിയിൽ ഫ്ലവറിനും പോളഗ്രെയിൻസിനും കുറേ പ്രത്യേകതകളുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതനുസരിച്ച് പോളഗ്രെയിൻസിലേക്ക് വരുമ്പോൾ സ്പൊറാഞ്ചിയത്തിൻ്റെ അകത്ത് ലാർജർ എമൗണ്ട് ഓഫ് പോളഗ്രെയിൻസ് ഉണ്ടാകുന്ന ഏത് കേസിലാണ്? ഇഫ് ദ പോളിനേറ്റിംഗ് ഏജൻസ് ആർ എബയോട്ടിക് ലൈക്ക് വിൻഡ് ഓർ വാട്ടർ. കാരണം എബയോട്ടിക് ഏജൻസ് പോളിനേറ്റ് ചെയ്യപ്പെടുമ്പം അവിടെ വേസ്റ്റേജിന് ചാൻസ് ഉള്ളത് കൊണ്ട് വളരെ ചുരുക്കം ചില പോളഗ്രെയിൻസ് സ്റ്റിഗ്മായി പോയി വീഴുള്ളൂ. അപ്പോൾ കൂടുതൽ പോളഗ്രെയിൻ ഫോം ചെയ്യും അല്ലേ. അതേസമയം സൂഫിലസ് പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിൻ്റെ സ്പൊറാഞ്ചിയ പോളഗ്രെയിൻസ് കമ്പാരിറ്റീവ് അളവ് കുറവാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഭാഗം കൊണ്ട് ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് പോളൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പോളിനേഷൻ ബൈ വിൻഡ് ഓർ വാട്ടർ ആകാം. പക്ഷെ ബാക്കി നോക്കിയേ, ലൈറ്റ് ഇൻ വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത് പറന്നു പോകാൻ വേണ്ടി, ശരിയല്ലേ? നോൺ സ്റ്റിക്കി, ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഒക്കെ എന്തിൻ്റെ നേച്ചറാ? തീർച്ചയായിട്ടും പോളിനേഷൻ ബൈ വിൻഡ്. ഓക്കെ, വെയിറ്റും കുറഞ്ഞ് ഒട്ടിപ്പിടിച്ചിരിക്കാതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ കാറ്റത്ത് പറന്നു പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും പോളിനേഷൻ ബൈ വിൻഡ്. അടുത്തത് ഇപ്പം പറഞ്ഞ വളരെ ബന്ധപ്പെട്ടതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫ്ലോറൽ റിവാർഡ്സ് ടു ദി ആനിമൽ പോളിനേറ്റേഴ്സ്? നമ്മുടെ സിലബസിൽ പഠിക്കുന്നുണ്ട് ആനിമൽ പോളിനേറ്റേഴ്സ് ഫ്ലവറിലേക്ക് വരുമ്പോൾ ആനിമൽസ് അൺനോയിങ്ങിലാണ് പോളിനേഷൻ പെർഫോം ചെയ്യുക. അതിനുവേണ്ടി പ്ലാന്റ്സ് ആനിമൽസിൻ്റെ ചില കാര്യങ്ങൾ റിവാർഡ് ഓഫർ ചെയ്യുവാണ്. അത് പ്രധാനമായിട്ടും എന്താണ്? സിമ്പിൾ ലോജിക്, നെക്ടർ, ഹണി അല്ലേ, തേനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുണ്ടോ, നെക്ടർ ആൻഡ് പോളഗ്രെയിൻ. കുറച്ച് പോളഗ്രെയിൻസും ഈ ആനിമൽസ് കൺസ്യൂം ചെയ്യും. അതിൻ്റെ ഒപ്പം ചില പോളഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, പിന്നെ നെക്ടറും വരും. ഓക്കെ, ഡയറക്റ്റ് ആൻസറാണ്. അടുത്തത് യെസ്, ഇപ്പം മുമ്പ് പറഞ്ഞ കാര്യം ഇന്ന ഫ്ലവറിംഗ് പ്ലാന്റ് പോളൻഡ് ഫസ്റ്റ് അറൈവിൻ അല്ല, മുമ്പ് പറഞ്ഞല്ലോ ഒരു ക്വസ്റ്റിൻ്റെ കൂടെ. എവിടെയാണ്? സൈനർജിറ്റ്. കാരണം ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഓവ്യൂളിൻ്റെ അകത്തിരിക്കുന്നു. അതിങ്ങനെ 7 സെൽസ് ഉണ്ട്. ഇത് മൈക്രോപൈലാറൻറ്റും ഇത് ചലാസലൻറ്റും ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എഗ് അപ്പാരറ്റസ് നടുക്ക് ഫീമെയിൽ ഗമേറ്റ്, ഇത് രണ്ടുമാണ് സൈനർജിൻ. ഇസ് ഇറ്റ്? സ്റ്റിഗ്മായി വന്ന പോളൻ ഗ്രെയിന് പോളൻ ട്യൂബായിട്ട് വളർന്ന് സ്റ്റൈലിലൂടെ ഓവറിൽ കയറി ഓവ്യൂളിനകത്തോട്ട് കയറിയാൽ അവൻ ആദ്യം പ്രവേശിക്കുന്ന അങ്ങോട്ടേക്ക് പോളൻ ട്യൂബ് ആദ്യം കയറുന്നത് സൈനർജിനിലേക്ക്, ഇതിലൂടെയാണ്. ഓക്കെ, ടു വൺ ഓഫ് ദ സൈനർജിൻ പോളൻ ട്യൂബ് എൻറ്റർ. എന്നിട്ട് ഇവിടെ വെച്ച് ടിപ്പ് പൊട്ടുന്നു അല്ലേ. ഇപ്പോൾ ഡയറക്റ്റ് ആൻസറാണ്. ഇപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റിൽ പോളൻ ട്യൂബ് എങ്ങോട്ട് ആദ്യം കയറുക എന്ന് ചോദിച്ചാൽ സൈനർജിൻ. ഓക്കെ, നോ ഡൗട്ട്. അല്ല, നേരെ എഗ്ഗിലേക്കാണോ? അല്ല, ഓർത്തോണം. അടുത്തത് നമ്മുടെ എക്കോളജി എന്നാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് സ്പീഷീസ് പെർ യൂണിറ്റ് ഏരിയ ആൻഡ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ്. ഒരു നിശ്ചിത സമയപരിധി അല്ലെങ്കിൽ നിശ്ചിത സമയത്ത് ഒരു പർട്ടിക്കുലർ ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന സ്പീഷീസിലെ ആൾക്കാരുടെ എണ്ണം. ഡയറക്റ്റ് ആൻസർ പോപ്പുലേഷൻ ഡെൻസിറ്റി, റെപ്രസെൻറ്റ് ബൈ ദ സിമ്പൽ ക്യാപിറ്റൽ എൻ അല്ലേ. യെസ്, പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. അടുത്തത് അഗൈൻ എക്കോളജി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക് സ്പീഷീസ് ഇൻട്രാക്ഷൻ ഭാഗത്തു നിന്നുമാണ്. കുക്കു ബേർഡ്സ് ലേ എഗ്സ് ഇൻ ദ നെസ്റ്റ് ഓഫ് ക്രോ, പ്ലാസ്മോഡിയം ആർ ബി സി, മൈക്കോറൈസ ആർ എക്സാമ്പിൾസ് റെസ്പെക്റ്റീവ്ലി. ഡയറക്റ്റ് ആൻസറാണ്. സ്പീഷീസ് ഇൻട്രാക്ഷൻ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പോൾ അതിനകത്ത് ലൂസർ എന്ന് പറയുന്ന ആൾക്കാരില്ലാത്ത ഇൻട്രാക്ഷനാണ് പോസിറ്റീവ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പോസിറ്റീവ് ഇൻട്രാക്ഷന് വരുന്നത് മ്യൂച്വലിസവും കമൻസലിസവും മാത്രമാണ്. ഒരാളെങ്കിലും ലൂസറായിട്ട് വന്നാൽ അത് നെഗറ്റീവ് ഇൻട്രാക്ഷനാണ്. അപ്പോൾ അതിനകത്ത് പാരാസിറ്റിസം വരാം, പ്രൊഡക്ഷൻ വരാം, കമൻസലിസം വരാം. ഇതൊക്കെ കോമ്പറ്റീഷനൊക്കെ നെഗറ്റീവാണ്. ഇപ്പോൾ ചോദ്യം നോക്കാം. കുക്കുബേർഡ് ലെഗിൻ്റെ നെസ്റ്റ് ഓഫ് ക്രോ, വളരെ ഡയറക്റ്റ് ആൻസർ. അതെന്താ? ഇത് ബ്രൂഡ് പാരാസിറ്റിസം ആണ്. പ്ലാസ്മോഡിയം ആർ ബി സി, പ്ലാസ്മോഡിയത്തിൻ്റെ കോമൺ നെയിം തന്നെ മലേറിയൽ പാരാസൈറ്റ് എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാരാസൈറ്റിസം ആണ്. മൈക്രോറൈസ എന്നതായിരുന്നു? ഫംഗസും റൂട്ട് ഓഫ് പ്ലാന്റ്സുമായിട്ട് സിംബയോട്ടിക് അസോസിയേഷൻ. അപ്പോൾ അത് മ്യൂച്വലിസം ആണ്. സോ ആദ്യത്തെ ബ്രൂഡ് പാരാസൈറ്റിസം, രണ്ടാമത്തെ ആർ ബി സിക്ക് ബോഡിക്കകത്താണ്. അപ്പോൾ അത് എൻഡോ പാരാസൈറ്റ്, പിന്നെ ലാസ്റ്റ് മ്യൂച്വലിസം. ഓപ്ഷൻ 4. ഓക്കെ, അടുത്തത് യെസ്, ക്യാരക്ടേഴ്സ് ഓഫ് എ ഹാബിറ്റാറ്റ് ഇൻക്ലൂഡ്. ഹാബിറ്റാറ്റ് എന്നതാ? ഹാബിറ്റാറ്റ് ദ പ്ലേസ് വെയർ അൻ ഓർഗനിസം ലീവ് അല്ലേ, ജീവിക്കുന്ന സ്ഥലം, ഡ്വെല്ലിംഗ് പ്ലേസ്. അപ്പം അതിൻ്റെ സവിശേഷത വരുന്നത് എന്തൊക്കെ നമുക്ക് നോക്കാം. ഇറ്റ് പ്രൊവൈഡ് മോസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻ ടു അൻ ഓർഗനിസം. ശരിയല്ലേ? ജീവിക്കാൻ പറ്റിയ കണ്ടീഷൻ എല്ലാ ഫാക്ടേഴ്സിലും ഓപ്റ്റിമം ആയിരിക്കും. ഫുഡ് സപ്ലൈസ് ഓപ്റ്റിമം, മിനിമം സ്ട്രെസ്, എല്ലാം ശരിയല്ലേ? സോ ഓൾ ദി അബവ്. ഇതൊക്കെ ഡയറക്റ്റ് ആൻസറാണ്. എവറിത്തിങ് ഹാബിറ്റാറ്റ് വളരെ ബേസിക്. അടുത്തത്
സം ഓർഗനിസംസ് ആർ ടോളറന്റ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് സലൈനിറ്റി ആർ കോൾഡ് വൈഡ് റേഞ്ച്. നമ്മൾ എക്കോളജി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ടായിട്ട് എബിലിറ്റി ഫാക്ടേഴ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കുന്ന 4 പ്രധാനപ്പെട്ട 2 കാര്യമാണ് ടെമ്പറേച്ചറും വാട്ടറും, അല്ലേ? ഈ ടെമ്പറേച്ചറും വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട റേഞ്ച് ഓഫ് ടോളറൻസ്, ടെമ്പറേച്ചറുമായിട്ട് റേഞ്ച് ഓഫ് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജീവിയുടെയും ഓപ്റ്റിമത്തിൻ്റെ ബിയോണ്ട് ദ സൈറ്റ്, എവിടെ വരെ പോകാം, ഓപ്റ്റിമത്തിൽ നിന്ന് താഴേക്കും മുകളിലേക്കുമുള്ള റേഞ്ചാണ് റേഞ്ച് ഓഫ് ടോളറൻസ്. അപ്പോൾ അത് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വാട്ടറിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്ന വലിയൊരു കാര്യമാണ് സലൈനിറ്റി, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സോൾട്ട് കോൺസെൻട്രേഷൻ്റെ അളവ് വെച്ചുള്ള റേഞ്ച് ഓഫ് ടോളറൻസ്. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ ആണെങ്കിലും സോൾട്ട് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആണെങ്കിലും വൈഡ് റേഞ്ച് ഓഫ് ടോളറൻസ് ജീവിക്കുന്നവരാണ് യൂറി പറയാം, അല്ലെ? യൂറി തെർമിൻ, യൂറി ഹാലൻ. നാരോ റേഞ്ച് ആണെങ്കിൽ അവർ സ്റ്റീനോ ആയി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വൈഡ് റേഞ്ച് ഓഫ് സലൈനിറ്റി. ഇപ്പം വൈഡ് റേഞ്ച് ഓഫ് സലൈനിറ്റി എന്ന് പറയുമ്പോൾ അവരാരാ? യൂറി ഹാലൈൻ. നാരോ റേഞ്ച് ആണെങ്കിൽ സ്റ്റീനോ ഹാലൈൻ. ഓക്കെ, ടെമ്പറേച്ചർ ആണെങ്കിൽ നാരോ റേഞ്ച് സ്റ്റീനോ തെർമൽ വരും. ഓക്കെ, യെസ്. ഇപ്പോൾ ഇവിടെ ആൻസർ വൈഡ് റേഞ്ച് ഓഫ് സലൈനിറ്റി ആകുമ്പം യൂറി ഹാലൈൻ. ദാറ്റ് മീൻസ് ട്രൂ. യു മീൻസ് ട്രൂ. ഓക്കെ, ഇവരാണ് കൂടുതലും. അടുത്തത് യെസ്, ബ്രേക്ക് ഡൗൺ ഓഫ് ഡെട്രൈറ്റസ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ് ബൈ ഡെട്രൈറ്റ് ബോർഡ്സ്. എന്തിൻ്റെ ഭാഗമാണ്? നമുക്കറിയാം വൺ ഓഫ് ദി ഫങ്ഷൻ ഓഫ് എക്കോസിസ്റ്റം നെയിമിൽ ഡീകമ്പോസിഷൻ. അതിലെ പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ, ആദ്യം ലാർജ് സൈസിലെ പാർട്ടിക്കിൾ ചെറുതായിട്ട് മുറിയുന്നു, ദെൻ ലീച്ചിങ്, വാട്ടർ സോൾബിൾ മെറ്റീരിയൽസ് ഒഴുകി പോകുന്നു, പിന്നെ മൈക്രോബിയൽ ആക്ഷൻ വരുന്ന കാറ്റബോൾസ്. ഇത് കഴിയുമ്പോഴാണ് ഹ്യൂമസ് ഒക്കെ ഫോം ചെയ്യുന്നത്, അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് ഡെട്രൈറ്റസ് ഇൻ സ്മോൾ പാർട്ടിക്കിൾ, തീർച്ചയായിട്ടും ഫ്രാഗ്മെന്റേഷൻ. അത് കഴിഞ്ഞാണ് ലീച്ചിങ്, അത് കഴിഞ്ഞാണ് കാറ്റബോൾസ്, അതിന്റെ ഭാഗമായിട്ട് ഹ്യൂമിഫിക്കേഷൻ വരും. ഓക്കെ, യെസ്. അടുത്തത് യെസ്, ലാർജസ്റ്റ് റിസർവയർ ഓഫ് ഫോസ്ഫറസ് ഇൻ ദ ബയോസ്ഫിയർ ഈസ്. തീർച്ചയായിട്ടും ഫോസ്ഫറസ് എന്ന് പറയുന്നത് സെഡിമെന്ററി സൈക്കിൾ ആണെന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, എന്നാ സെഡിമെന്ററി സൈക്കിൾ എന്ന് പറഞ്ഞാൽ റിസർവയർ ഓഫ് ന്യൂട്രിയന്റ് ഈസ് എർത്ത് ക്രസ്റ്റ് ആണ്. അപ്പോൾ ഫോസ്ഫറസ് ഒരു സെഡിമെന്ററി സൈക്കിൾ ആണെങ്കിൽ റിസർവയർ അറ്റ്മോസ്ഫിയർ അല്ല, ഓഷ്യൻസ് അല്ല, ഓർഗനിസം അല്ല, പിന്നെയോ റോക്ക്. വെതറിങ് ഓഫ് റോക്കിലൂടെ പ്രധാനമായിട്ട് ഫോസ്ഫറസ് വരുന്നു. ഓക്കെ, യെസ്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് എക്കോസിസ്റ്റം? നോട്ട് എ ഫംഗ്ഷൻ എന്നാ സിമ്പിളാ. എക്കോസിസ്റ്റം ഫംഗ്ഷൻ എന്തൊക്കെയാ ഉള്ളത്? എന്തൊക്കെയാ എക്കോസിസ്റ്റം ഫംഗ്ഷൻ? പ്രൊഡക്ടിവിറ്റി, എനർജി ഫ്ലോ, ഡീകമ്പോസിഷൻ, ന്യൂട്രിയൻ സൈക്ലിംഗ് ഒക്കെ ഇതിന്റെ ഫംഗ്ഷൻസുകളാണ്. ആ ഫംഗ്ഷൻ അതിനകത്ത് ഏതാ? മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറയുന്നൊരു പോപ്പുലേഷൻ ക്യാരക്ടർ, അണ്ടർസ്റ്റാൻഡ്? പോപ്പുലേഷൻ. ഓക്കെ, അത് ഇമിഗ്രേഷൻ ആകാം, ഇമിഗ്രേഷൻ ആകാം. ഓക്കെ, യെസ്. അടുത്തത് ടേം എക്കോളജി ഈസ് കോയിൻഡ് ബൈ ഡയറക്റ്റ് ആൻസർ ഏണസ്റ്റ് ഹെയ്ക്കൽ. മക്കളൊക്കെ ഫേമസ് ആണ്. ഓഡവും ടാൻസിലിയും ഒക്കെ എക്കോസിസ്റ്റം എക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ, അപ്പം ഹെയ്ക്കലാണ് ടേം എക്കോളജി കോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഫൈൻഡ് ഔട്ട് ദി ഇൻകറക്റ്റ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ഫ്രം ദ ടേബിൾ. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ്റെ ആ 2 സ്പീഷീസുകളുടെ അവസ്ഥ, അത് ഗെയിനർ ആണോ ലൂസർ ആണോ ന്യൂട്രൽ ആണോ എന്ന് വരയിട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ തെറ്റാണ്. നമുക്ക് നോക്കാം. പ്രഡേഷനിൽ 1 ഈസ് ഗെയിനർ, അതർ 1 ഈസ് ലൂസർ. ശരിയാണ്, അല്ലേ? അപ്പോൾ അവിടെ സാധാരണ ഗെയിനർ ലൂസറിനെ കംപ്ലീറ്റ് ഇല്ലെന്നാക്കുന്നുള്ളതേ ഉള്ളൂ. ദെൻ അമൻസലിസം, ഒരാൾ ഗെയിനർ ഒരാൾ ന്യൂട്രൽ, ഒരാൾ ലൂസർ. തെറ്റാണ്. തെറ്റെന്താണ്? അമൻസലിസം എന്ന് പറയുമ്പം ഒരാൾ ലൂസർ മറ്റേ ന്യൂട്രലുമാണ്, അല്ലേ? അതായത് വേറൊരാൾക്ക് അല്ലെങ്കിൽ ഒരാൾ ലാഭം ഒന്നും ഇല്ലാതിരിക്കെ തന്നെ മറ്റൊരാൾക്ക് നഷ്ടം വരുത്തുന്നതാണ് അമൻസലിസം. അപ്പം അമൻസലിസം ഒരാൾ ന്യൂട്രലും ഒരാൾ ലൂസറുമാണ്. ഓക്കെ, അപ്പം ഇതിവിടെ തെറ്റാണ്. മ്യൂച്വലിസം 2 പേരും ഗെയിനേഴ്സ് ശരിയാണ്. കോമ്പറ്റീഷൻ 2 പേര് ലൂസേഴ്സ് ശരിയാണ്. അമൻസലിസം ഒരാൾ ഗെയിനർ മറ്റാൾ ന്യൂട്രൽ ശരിയാണ്. അപ്പം തെറ്റായിട്ട് വരുന്നത് അമൻസലിസം ഓൺലി ഓപ്ഷൻ 2. ബാക്ടീരിയാസുകളൊക്കെ ഒരു പർട്ടിക്കുലർ ഫേസിൽ ആന്റിബയോട്ടിക് ഫോം ചെയ്യുമ്പം അത് മറ്റുള്ളവർക്ക് ദോഷകരമായിട്ട് വരുന്നത് അമൻസലിസമാണ്. അപ്പോൾ അവിടെ മറ്റുള്ളവരവിടെ ലൂസറാണ്, പക്ഷേ ബാക്ടീരിയ അവിടെ ശരിക്കും പറഞ്ഞാൽ ന്യൂട്രലാണ്. അതിനകത്ത് വലിയ ഗെയിനൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരാൾ ന്യൂട്രലും ഒരാൾ ലൂസറുമായിട്ട് വരുന്നതാണ് അമൻസലിസം. ഓക്കെ, ഓർത്തോണം. അപ്പോൾ ഇത് തെറ്റാണ്. ഇവിടെ സൈൻ ശരിക്കും വരേണ്ടത് അങ്ങനെയായിരുന്നു, മൈനസും ഒരു 0 വരേണ്ടത്. ഓക്കെ, യെസ്. അടുത്തത്
യെസ്, ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ഈസ്റ്റ്. എന്താ ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ? ഈസ്റ്റിവേഷൻ ഈസ് സമ്മർ സ്ലീപ്പിംഗ് ആണ്. ഹൈബർനേഷനായി വിന്റർ സ്ലീപ്പിംഗ്. ഇപ്പോൾ ഈസ്റ്റിവേഷൻ ഇപ്പോൾ കിടക്കുന്നത് സ്നെയിൽ ഫിഷസ് ഒക്കെ ആണ്. സ്നെയിൽ സ്ലഗ് ഒക്കെയാണ് ഈസ്റ്റിവേഷൻ വരിക. പോളാർ ബിയർ ഒക്കെ ആണെങ്കിൽ ഹൈബർനേഷൻ വരും. പിന്നെ ബേഡ്സ് ഒക്കെ ആണെങ്കിൽ മൈഗ്രേഷൻ വരും. അപ്പോൾ ഇതിനകത്ത് ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ സ്നെയിൽ, സമ്മർ സ്ലീപ്പിംഗ്. ഓക്കെ, അടുത്തത് യെസ്, dn/dt is equal to rn into k minus n by k. ദിസ് ഇക്വേഷൻ റെപ്രസെന്റ് വിച്ച് ഓൺ ഇസ് ഫോളോയിങ്. നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ രണ്ട് ടൈപ്പായ ലോജിസ്റ്റിക് ആൻഡ് എക്സ്പോണൻഷ്യൽ. രണ്ടിനെ വ്യത്യാസം നമുക്കറിയാം. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അവിടെ ഗ്രോത്ത് റേറ്റ് വളരെ ഫാസ്റ്റാണ്. അപ്പോൾ അവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ നോട്ട് കൺസിഡറിങ് എൻവയോൺമെന്റൽ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പോപ്പുലേഷൻസ് dn/dt എടുക്കുമ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു സിംപ്ലി rn. അവിടെ k-n/k എന്ന് പറയുന്ന റെസിസ്റ്റൻസ് പരിഗണിക്കുക എന്നുള്ള ഗ്രോത്ത്. അപ്പം അത് ജെ ഷേപ്പ് വരുന്ന കഥയൊക്കെ നമുക്കറിയാം. ലോജിസ്റ്റിക്കിന്റെ പ്രത്യേകത ദറ്റ് ഇസ് എ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഇൻ റെസ്പോൺസ് ടു എൻവയോൺമെന്റൽ റെസിസ്റ്റൻസ്. അതായത് ക്യാരിയിങ് കപ്പാസിറ്റിയുടെ അപ്പുറത്തേക്ക് പോപ്പുലേഷൻ പോകാതിരിക്കാൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് വിവേകപൂർവമുള്ള ഗ്രോത്താണ് ലോജിസ്റ്റിക് ഗ്രോത്ത്. അപ്പം അതിൻ്റെ അർത്ഥം അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പോപ്പുലേഷൻസ് dn/dt എടുക്കുമ്പോൾ rn എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്തിന്റെ റെസ്പോൺസ് ആയിട്ടാണ്? k-n/k. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണിച്ചിരിക്കുന്നത് k-n/k എന്ന് പറയുന്ന എൻവയോൺമെന്റൽ റെസിസ്റ്റൻസ് പരിഗണിച്ചുകൊണ്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. അപ്പോൾ ഇതെന്നാ ഗ്രോത്താ? ലോജിസ്റ്റിക്. അതിൻ്റെ തന്നെ വേറൊരു പേരാണ് വേൾഡ് സ്പേഡ് ലോജിസ്റ്റിക് ഗ്രോത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ലോജിസ്റ്റിക് ശരിയാണ്, വേൾഡ് സ്പേഡ് ശരിയാണ്. ഓപ്ഷൻ 4 മോസ്റ്റ് കറക്റ്റ് കമ്പൈനിങ് 2 and 3. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണെങ്കിൽ എങ്ങനെ വരും? അത് dn/dt ഈസ് ഈക്വൽ ടു സിംപിളി rn. n സ്റ്റാൻഡ്സ് ഫോർ ഡെൻസിറ്റി, r സ്റ്റാൻഡ്സ് ഫോർ ബയോട്ടിക് പൊട്ടൻഷ്യൽ ഒക്കെ നമുക്കറിയാം. അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ ഇതിന്റെ അർത്ഥം എന്നതാ? n നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ അവരുടെ ബയോട്ടിക് പൊട്ടൻഷ്യൽ എക്സ്പ്രസ് ചെയ്യുന്നു, നോട്ട് മൈൻഡിങ് എൻവയോൺമെന്റൽ റെസിസ്റ്റൻസ്. ഇങ്ങനെ എഴുതുമ്പോൾ ഇതിന്റെ അർത്ഥം എന്നതാ? n നമ്പർ ഓഫ് ആൾക്കാർ എക്സ്പ്രസിങ് ദ പൊട്ടൻഷ്യൽ കൺസിഡറിങ് ദി എൻവയോൺമെന്റൽ റെസിസ്റ്റൻസ്. അങ്ങനെ വളരുന്നത് ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ ബി ആണ്. നോക്കാം. എക്സ്ട്രാക്ഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് ഫ്രം അഗാറോസ് ജെൽ ആഫ്റ്റർ ഇലക്ട്രോഫോറസിസ് ഈസ് കോൾഡ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഭയങ്കര തെറ്റല്ലേ? തെറ്റെന്താണ്? ഇലക്ട്രോഫോറസിസ് കഴിഞ്ഞ് DNA ഫ്രാഗ്മെന്റ് സെപ്പറേറ്റ് ചെയ്യുന്ന പരിപാടി എന്നതാ? അത് എലൂഷൻ ആണ്. അതുപോലെ അടുത്ത് നോക്കുക. ഓൺ എഥിരിയം bromide staining DNA can be seen in blue colored bands on exposure to UV light. തെറ്റാണ്. എന്താണ് തെറ്റ്? ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്ത ഫ്രാഗ്മെന്റ്സുകളെ കാണാൻ വേണ്ടി എഥിഡിയം ബ്രോമൈഡ് കൊണ്ട് സ്റ്റെയിൻ ചെയ്തിട്ട് നമ്മൾ UV ലൈറ്റ് കൊടുക്കുമ്പോൾ എന്ത് കളറാണ് വരുന്നത്? ഓറഞ്ച് കളറാണ്, അല്ലാതെ ബ്ലൂ കളർ അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടും അസേർഷൻ റീസൺ ആർ ഫോൾസ്. ഓപ്ഷൻ 4. ഓക്കെ, അടുത്തത് യെസ്, ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ ഈസ് യൂസ്ഡ് ആസ്. ഡയറക്റ്റ് ആൻസർ സെലക്ടബിൾ മാർക്കർ ഓർ മാർക്കർ ജീൻ. എന്തിന്റെ ഭാഗമാണ്? വെക്ടർ. ക്ലോണിംഗ് വെക്ടർ എന്ന് പറയുന്ന മോസ്റ്റ് കോമൺലി യൂസ്ഡ് വെക്ടറുകൾക്ക് ഉണ്ടായിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട റിക്വയർമെന്റ്: 1 ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം, 2 മാർക്കർ ജീൻ വേണം, അതുപോലെ അതിനകത്ത് ക്ലോണിംഗ് സൈറ്റ്. ഈ മാർക്കർ ജീൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനാണ്. അതിനകത്ത് എക്സാമ്പിളാണ് ആംബിസിലിൻ. അതുകൊണ്ട് ആംബിസിലിൻ ഇസ് എ സെലക്ടബിൾ മാർക്കർ വിച്ച് ഇസ് ദ പാർട്ട് ഓഫ് ക്ലോണിംഗ് വെക്ടർ. അവിടെ ഓർത്തിരുന്നോളൂ, ഇറ്റ് ഈസ് നോട്ട് എ കമ്പൽസറി പാർട്ട് ഓഫ് എക്സ്പ്രഷൻ വെക്ടർ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ക്ലോണിംഗ് വെക്ടേഴ്സ്. ഓക്കെ, അടുത്തത് The stickiness of cutting ends of DNA facilitate the action of the enzyme. തിരിച്ച് DNA നമ്മൾ ബാക്ക് സ്റ്റാൻഡ് കട്ടായി കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? ഡയറക്റ്റ് ആൻസർ DNA ലിഗേസ്. ഓപ്ഷൻ 2. അതുകൊണ്ടാണല്ലോ എൻ്റെ കോമൺ നെയിം തന്നെ എന്താണ്? ലിഗേസ് ഇസ് കോമൺലി നോൺ ആസ് മോളിക്കുലാർ ഗ്ലൂ, അല്ലേ? മോളിക്കുലാർ ഗ്ലൂ ആണ് ജോയിനിങ്. അടുത്തത് in gel electrophoresis DNA fragments move towards.
ഡയറക്റ്റ് ആൻസർ ആനോഡ് അല്ലേ, അതൊക്കെ അറിയാലോ. ജെൽ പ്ലേറ്റേല് ഏരിയ നോൺ ആസ് വെൽ അല്ലേ. ഇത് നമുക്കറിയാം കാഥോഡാണ്, നെഗറ്റീവ് ഇലക്ട്രോണാണ്. ഇവിടെയാണ് നമ്മൾ DNA ലോഡ് ചെയ്യുന്നത്. isn't it? They are having a medium normally made up of agar. നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഈ ഫ്രാഗ്മെന്റ്സുകൾ ഓപ്പോസിറ്റ് എൻഡിലേക്ക് മൂവ് ചെയ്യും. ഓപ്പോസിറ്റ് എൻഡ് എന്ന് പറയുന്നത് ആനോഡാണ്, പോസിറ്റീവ് ഇലക്ട്രോൺ. അങ്ങനെ പോയുള്ള കാരണം എന്നതാ? DNA ഫ്രാഗ്മെന്റ്സ് ആർ നെഗറ്റീവ്ലി ചാർജ്. അപ്പം നെഗറ്റീവ്ലി ചാർജ് DNA ഫ്രാഗ്മെന്റ്സ് കാഥോഡിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുമ്പം അവിടെ നിന്ന് വരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ആനോഡിലേക്ക്. ദാറ്റ്സ് ഓൾ അക്കോർഡിംഗ് ടു ദി സൈസ്. സൈസ് കുറഞ്ഞ ആൾക്കാർ പെട്ടെന്ന് ചെല്ലും, സൈസ് കൂടിയ ആൾക്കാർ ഇങ്ങനെ പുറകിലേക്ക് വരും. isn't it? Yeah, സിമ്പിൾ. അടുത്തത്, yes, crystals of beta toxin produced by some bacteria do not kill the bacteria because. അപ്പോൾ ബാക്ടീരിയയുടെ അകത്ത് തന്നെ ഇരിക്കുന്ന ക്രൈജീൻ ഫോം ചെയ്യുന്ന ക്രിസ്റ്റൽ പ്രോട്ടീൻ ഓൾറെഡി ബാക്ടീരിയയ്ക്ക് അകത്തുണ്ട്. അത് ഇൻസെക്റ്റിലേക്ക് ചെന്ന് കഴിയുമ്പം ഇൻസെക്റ്റിനെ അത് ഡാമേജ് ആക്കും. പക്ഷെ ബാക്ടീരിയയ്ക്ക് ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ട്? ഡയറക്റ്റ് ആൻസർ, ടോക്സിൻ ഇൻസൈഡ് ഓഫ് ദ ബാക്ടീരിയ ഈസ് ഇനാക്റ്റീവ്. ഓക്കെ, യെസ്. അടുത്തത്, യെസ്, RNA interference technique is used successfully to control the nematode മെലയഡോഗൈൻ ഐങ്കോണീഷ്യ അല്ലെ. ബയോടെക് 2-ൽ നിന്നുമാണ്. അതായത് നമ്മൾ പേടിക്കുന്ന പാത്തോജന്റെ പ്രോബ്ലമാറ്റിക് ജീന് നമ്മുടെ ഒരു വെക്ടറിന്റെ സഹായത്താൽ ഹോസ്റ്റിലോട്ട് കയറ്റിവിട്ട് ഹോസ്റ്റിൽ അതിൻ്റെ RNA ഫോം ചെയ്യിപ്പിച്ച് ആ RNA അവിടെ നിൽക്കുന്നിടത്തോളം കാലം പിന്നീട് ഈ പ്രോബ്ലമാറ്റിക് ജീന് ഈ പറയുന്ന പാത്തോജൻ കയറ്റിവിടുമ്പോൾ അവൻ്റെ സെൻസ് mRNA ഓൾറെഡി അവിടെ ഇരിക്കുന്ന ആൻറ്റിസെൻസ് mRNAയുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടഡായി. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് ട്രാൻസ്ലേഷൻ്റെ സമയത്ത് എക്സ്പ്രഷനെ ബ്ലോക്ക് ചെയ്യുന്ന പരിപാടിയാണ് RNA ഇന്റർഫിയറൻസ്. അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ മെലയഡോയിൻ ഐങ്കോണീഷ്യ പോലുള്ള നെമാറ്റോൺ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടുബാക്കോ പോലുള്ള പ്ലാന്റ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കഥ NCERT ബുക്കിൽ വ്യക്തമായിട്ടുണ്ട് അല്ലേ. യെസ്. അടുത്തത്, ലാസ്റ്റ് വൺ അണ്ടർ ബോട്ടണി ഐ തിങ്ക്. Yes, ADA is an enzyme which is deficient in a genetic disorder SCID. What is the full form of ADA? Direct answer, adenosine deaminase. അല്ലേ, ഈ എൻസൈം എന്തിനു വേണം? This enzyme is essential for the normal functioning of T lymphocyte, that is giving the natural immunity. അപ്പം അതിനെ കോഡ് ചെയ്യുന്ന ജീൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ ജീൻ മ്യൂട്ടേറ്റ് ചെയ്ത എൻസൈം ഇല്ലാതെ വരുമ്പോൾ ലിംഫോസൈറ്റ് T ലിംഫോസൈറ്റ് ഇല്ലാതെ വരുമ്പം ഇമ്മ്യൂണിറ്റി വീക്കായി ആള് തന്നെ പോകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ അഡിനോസിൻ ഡിഅമൈനേസ് ഡെഫിഷ്യൻസി എന്നറിയപ്പെടുന്ന സ്കിഡ് അല്ലേ. അപ്പം അതിൻ്റെ ക്യൂറായിട്ട് നമ്മൾ ബയോടെക് ഇമ്പ്രൂവ്മെൻറ്റിലൂടെ ജീൻ തെറാപ്പിയിലൂടെ അല്ലേ നമുക്കത് ക്യൂർ വരും. പക്ഷെ അത് ഒത്തിരി ചിലവുള്ള പരിപാടിയാണ്, എംബ്രിയോണിക് സ്റ്റേജിലൊക്കെ ചെയ്യണം. എനിവേ, സ്കിഡിന് കാരണമാകുന്നത് ഈ പറയുന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനിൻ്റെ മ്യൂട്ടേഷനാണ്. അപ്പോൾ ഫോൾട്ടി ജീൻ മാറ്റി ഹെൽത്തി ജീൻ കൊടുക്കുന്ന പരിപാടിയാണ് ജീൻ തെറാപ്പി. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ബോട്ടണി പാർട്ട് വരിക. അപ്പോൾ നമുക്കിനി സുവോളജിയിലൊരു ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ജെനറ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്കത് നോക്കാം. യെസ്, നമുക്ക് നോക്കാം. സുവോളജി പാർട്ടിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. സുവോളജിയിൽ ആദ്യത്തെ ഒരു 7-8 ക്വസ്റ്റ്യനേ ഉള്ളൂ, ബാക്കി പ്യുവർ സുവോളജിയാണ്. പിന്നെ സെക്ഷൻ ബിയിൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്ഷൻ എയിലേക്ക് ആദ്യം വരാം. സെക്ഷൻ എയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ക്രോസിംഗ് 2 പ്ലാന്റ്സ് ഹാവിംഗ് ഡിഫറെൻറ്റ് ജീനോടൈപ്പ്. നമ്മൾ മുമ്പേ ബോട്ടണി കണ്ട ഒരു ക്വസ്റ്റ്യനോട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. ജീനോടൈപ്പിൽ വ്യത്യാസമുള്ള 2 പേരെ ക്രോസ് ചെയ്യുന്ന പരിപാടി എന്നതാ? അതാണ് ഹൈബ്രിഡൈസേഷൻ. അത് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇമാസ്കുലേഷന് ഭാഗ്യം. അപ്പം ക്രോസിംഗ് ഓഫ് 2 ഇൻഡിവിജ്വൽ, അപ്പോൾ ചുമ്മാ 2 ആയിട്ട് കാര്യമല്ല, അവർ ജീനോടൈപ്പിൽ ഡിഫറെൻ്റ് ആയിരിക്കണം. ദറ്റ് ഇസ് നോൺ ആസ് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, യെസ്. അടുത്തത്, യെസ്, വിച്ച് ലോ ഈസ് കോൾഡ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്? ഡയറക്റ്റ് ആൻസർ, ലോ ഓഫ് സെഗ്രിഗേഷൻ. എന്തുകൊണ്ടാണ്? ലോ ഓഫ് സെഗ്രിഗേഷൻ കൺവേസ് the concept of separation of 2 alleles of gene so that one gamete always contain any one allele of gene അല്ലേ. അപ്പം എൻ്റെ പ്രാധാന്യം, ഒരു 2n സെൽ ഫോർ ദ ടൈം ബീങ് അത് ഹെട്രോസൈഗസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് 2 ഡിഫറെൻറ്റ് അലീൽ ഓഫ് 1 ജീൻ ഇരിക്കുവാണ്. അപ്പോൾ അതിനകത്ത് ഒന്നിന് മാത്രം എക്സ്പ്രഷൻ ഉള്ളുവെങ്കിലും ഈ 2 അലീൽസ് ഇരിക്കുന്നത് കൊണ്ട് ഒരു ഡിപ്ലോയിഡ് സെൽ ഇംപ്യൂവർ ആണ്. എന്നാലും ഈ 2n സെൽ ഗമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് the 2 alleles will separate.
എന്നിട്ട് ഓരോ സെല്ലും ഗമീറ്റ് ആയിട്ട് മാറുമ്പോൾ ഒരു പേരിൽ നിന്ന് ഏതെങ്കിലും ഒന്നേ ഒരു ഗമീറ്റിലേക്ക് വരുള്ളൂ അല്ലേ. അതുകൊണ്ട് ഗമീറ്റ് എപ്പോഴും പ്യുവറാണ്. അപ്പം അതുകൊണ്ട് പെയർഡ് ആയിട്ടുള്ള അലീൽസിൽ നിന്നോ ഏതെങ്കിലും ഒന്ന് മാത്രം ഗമീറ്റിലേക്ക് വരുന്ന ആ ഫിനോമിന കൊണ്ടുവന്ന ഐഡിയ ലോ ഓഫ് സെഗ്രിഗേഷൻ. അതുകൊണ്ട് ലോ ഓഫ് സെഗ്രിഗേഷൻ ഇസ് നോൺ ആസ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്. ഓപ്ഷൻ 2. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. യെസ്, കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ബ്രോഡ് യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ് ഇൻക്ലൂഡ്. ഓർക്കുന്നില്ലേ, വൈ ഷുഡ് ബി കൺസർവ് ഡൈവേഴ്സിറ്റി? അതിൻ്റെ 3 ആർഗ്യുമെന്റുകളുണ്ട്. ഒന്ന് നാരോ യൂട്ടിലിറ്റേറിയൻ, ഇടുങ്ങിയ ചിന്താഗതി. അതിൻ്റെ അർത്ഥം എന്നതാ? ഡൈവേഴ്സിറ്റി നമുക്ക് ചില പ്രൊഡക്റ്റുകൾ തരുന്നതുകൊണ്ട് ഞാൻ അതിനെ കൺസർവ് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആകാം. അടുത്തത് ബ്രോഡ് യൂട്ടിലിറ്റേറിയൻ, അത് വിശാല ചിന്താഗതിയാണ്. അതിൻ്റെ അർത്ഥം എന്നതാ? ഒറ്റ വാക്കിൽ ഡൈവേഴ്സിറ്റി നമുക്ക് തരുന്ന എക്കോസിസ്റ്റം സർവീസസ് കൊണ്ട് കൺസർവേഷൻ നടത്തുന്നു. ഈ എക്കോസിസ്റ്റം സർവീസിനകത്ത് വരുന്നതാണ് പോളിനേഷന്, അല്ലേ, ഗേഷ്യസ് സസ്റ്റഞ്ച് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ബ്രോഡ് യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റിൽ വരുന്നത് കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റുകളല്ല, ഫുഡല്ല, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകളല്ല. ഈ പറഞ്ഞതെല്ലാം നാരോ യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു സാധനം വരുന്നത് പോളിനേഷൻ. അപ്പം പോളിനേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാലേ നമ്മൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ഭൂമി നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. കാരണം പോളിനേഷൻ നടന്നാലേ ആൻജിയോസ്പേംസ് ഒക്കെ വരികയുള്ളൂ, അല്ലേ. അപ്പം ആൻജിയോസ്പേംസ് പോലെയുള്ള പ്ലാന്റ്സുകൾ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ പോളിനേഷനൊക്കെ അത്യാവശ്യമാണ്. അവിടെ പോളിനേഷൻ അത്യാവശ്യമാണെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആനിമൽസ്, മേ ബി ഇൻസെക്റ്റുകളൊക്കെ, അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ആവശ്യമാണെന്ന് ചിന്തിക്കുമ്പോൾ അത് വിശാല ചിന്താഗതിയാവും. ഓക്കെ, അടുത്തത് ഡയറക്റ്റ് ആൻസർ. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ്റെ 2nd പേജിൽ കിടപ്പുണ്ട്. ഇന്ത്യ ഹാസ് മോർ ദാൻ എത്ര വെറൈറ്റീസ് ഓഫ് മാംഗോ? 1000, മോർ ദാൻ 1000 വെറൈറ്റീസ്. ഡയറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് മാച്ച് ദ ഫോളോയിങ് ഫ്രം മൈക്രോബ്സ് ഇൻ വെൽഫെയർ ആണ്, അല്ലെ. നമുക്ക് ആവശ്യമുള്ള ചില പ്രൊഡക്റ്റുകൾ അതിൻ്റെ സോഴ്സുമാണ്. ആസ്പെർജിലസ് നൈഗർ തീർച്ചയായിട്ടും സിട്രിക് ആസിഡാണ്. സോ എ മാച്ചസ് 4. അപ്പോൾ തന്നെ ഈ 2 ഓപ്ഷൻ ഔട്ടായി കഴിഞ്ഞു. അസറ്റോബാക്ടർ അസറ്റായി തീർച്ചയായിട്ടും ബാക്കി വെച്ചിട്ടുണ്ട് അസറ്റിക് ആസിഡ് B3. A4 B3 ആൻസർ ആയി കഴിഞ്ഞു. ഓപ്ഷൻ 3 ഇസ് ഇറ്റ്. ബാക്കി ശരിയല്ലേ നോക്കിയേ. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം തീർച്ചയായിട്ടും ബ്യൂട്രിക് ആസിഡ് B3. അവിടെ ഡി ആ കിടക്കുന്നത്, ഓർഡറിലല്ല കിടക്കുന്നത്. ഡി നോക്കിയേ, ലാക്ടോബാസിലസ് ലാക്ടിക് ആസിഡ്. സോ D1. ദെൻ ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം C2 വരണം, ബ്യൂട്രിക് ആസിഡ്. സോ C2D1 ശരിയാ. സോ A4 B3 D1 C2 ഓപ്ഷൻ 3. ഓക്കെ, ഇവിടെ ABCD എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ അല്ല. ഇവിടെ ADBC ABDC നടക്കുന്നു. ഓക്കെ, അത് നോക്കി വേണം സെലക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് ഓരോന്ന് ശരിയാണോ നോക്കി എഴുതിയിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് ടെർഷ്യറി ട്രീറ്റ്മെന്റ് ഈസ് ഡൺ ടു റിമൂവ് വീണ്ടും മൈക്രോബ്സിൽ നിന്നുമാണ്. നമുക്കറിയാം പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. പ്രൈമറി ട്രീറ്റ്മെന്റ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ലാർജ് സൈസ് പാർട്ടിക്കിൾസ് ആണ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ആക്ഷൻ, അവിടെയാണ് ഡീഗ്രേഡബിൾ വേസ്റ്റുകളൊക്കെ മാറും. പിന്നെ ലാസ്റ്റ് ടെർഷ്യറി ട്രീറ്റ്മെന്റ് നമുക്കറിയാം കെമിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പോൾ അത് റിമൂവിങ് വാട്ട്? നൈട്രേറ്റ് ആൻഡ് ഫോസ്ഫേറ്റ്സ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്തത് യെസ്, കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ സം മൈക്രോബ്സ് വിച്ച് ക്യാൻ കിൽ ഓർ റിട്ടാർഡ് ദ ഗ്രോത്ത് ഓഫ് അതർ മൈക്രോബ്സ്. ഡയറക്റ്റ് ആൻസർ ആന്റിബയോട്ടിക്സ്, അല്ലേ. ബാക്ടീരിയ പോലുള്ള ആൾക്കാർ ഫോം ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ബാക്കിയുള്ളവരുടെ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യും, അതാണ് ആന്റിബയോട്ടിക്സ്. ബാക്കിയൊന്നും വരികയല്ലോ ഇല്ല. അടുത്ത് നോക്കിയേ, ജനറ്റിക്സ് 2-ൽ നിന്നുമാണ്. മോളിക്കുലർ ബേസിസ് സ്പ്ലൈസിംഗ് ഈസ് ദ റിമൂവൽ ഓഫ്. എന്നാ സ്പ്ലൈസിംഗ്? നമ്മുടെ യൂക്കാരിയോട്ടിൽ DNA-യിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്നത് mRNA അല്ല, ആദ്യം ഉണ്ടാകുന്നത് HNRNA, ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA, അല്ലേ. എന്താ RNAയുടെ കുഴപ്പം? ഈ RNAക്കകത്ത് ഇങ്ങനെ കോഡിങ് നോൺ കോഡിങ് പാർട്ടുകളുണ്ട്. കോഡിങ് പാർട്ടുകൾക്ക് പറയുന്നവർ എക്സോൺ, അല്ലേ, കോഡിങ് പാർട്ട്. നോൺ കോഡിങ് പാർട്ടുകൾ ഇൻട്രോൺ. ഇതിലേതാ കൂടുതൽ? ഇൻട്രോൺസാ കൂടുതൽ. ചിലത് മച്ചുറാകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഈ നോൺ കോഡിങ് പാർട്ടുകളായ ഇൻട്രോൺസുകളെ മുറിച്ചു മാറ്റിയിട്ട് എക്സോൺസുകളെ കൂട്ടിച്ചേർക്കും. അപ്പോൾ കിട്ടുന്നതാണ് നമുക്ക് mRNA. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷന്റെ പ്രോഡക്റ്റ് HNRNA-യിൽ നിന്നും ഇൻട്രോൺസിനെ മുറിച്ചു മാറ്റി എക്സോൺസിനെ ജോയിൻ ചെയ്യുന്ന പരിപാടിയല്ല. വാട്ട് ഈസ് ഇറ്റ്? സ്പ്ലൈസിങ്. അപ്പോൾ എന്നാ സ്പ്ലൈസിങ്? നോക്കിയേ, റിമൂവൽ ഓഫ് ഇൻട്രോൺ ഫ്രം DNA ആണോ? അല്ല.
എവിടുന്ന് ഇൻട്രോൺസിനെ മുറിച്ചു മാറ്റുന്ന HNRNA നിന്നുമാണ്. അപ്പൊ നോക്കിയേ, റിമൂവൽ ഓഫ് ഇൻട്രോൺസ് ഫ്രം HNRNA ടു ഫോം mRNA. ഇതല്ലേ കറക്റ്റ്? ബാക്കിയൊക്കെ നോക്കി. എക്സോൺസ് ഫ്രം DNA ആണോ? DNA നിന്നും അല്ലാതെ ഒരു ബന്ധവുമില്ല. ഇനി അടുത്ത് നോക്കി, എക്സോൺസ് ഫ്രം HNRNA ടു ഫോം mRNA ആണോ? അല്ല. കാരണം എക്സോൺ അതിനകത്ത് കോഡിംഗ് പാർട്ട്. എക്സോണിനെ മുറിച്ചു മാറ്റി പിന്നെ കാര്യമില്ല. അപ്പൊ മുറിച്ചു മാറ്റുന്ന എന്തിനാ? ഇൻട്രോൺസിനെ മുറിച്ചു മാറ്റി എക്സോൺസിനെ ചേർക്കണം. അപ്പൊ ഏതൊരു ആൻസർ? റിമൂവൽ ഓഫ് ഇൻട്രോൺസ് ഫ്രം HNRNA ടു ഫോം mRNA. അപ്പൊ അവിടെ എന്താ കൂടിച്ചേരുന്നത്? എക്സോൺസ് ആർ ജോയിന്റ്, ഇൻട്രോൺസ് ആർ ഔട്ട്. ഓക്കെ. അടുത്ത പ്യുവർ സുവോളജിയാണ്. നമുക്ക് സെക്ഷൻ ബിയില് രണ്ട് ക്വസ്റ്റ്യൻ ഐ തിങ്ക്. യെസ്, നോക്കിയേ. എൻസൈം ദാറ്റ് ജോയിൻസ് ഡിസ്കണ്ടിന്യൂവസ്ലി സിന്തസൈസ്ഡ് ഫ്രാഗ്മെന്റ് ഡ്യൂറിംഗ് DNA റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ മെക്കാനിസം ഒക്കെ ഓർക്കുന്നില്ലേ? റെപ്ലിക്കേഷൻ യൂണിറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒറിജിൻ, ഒരു പേരന്റ് സ്റ്റാൻഡ് 3' അടുത്ത സ്റ്റാൻഡ് 5'. റെപ്ലിക്കേഷൻ വരുന്ന എൻസൈം DNA പോളിമറൈസ്. ഈ എൻസൈമിന്റെ കുഴപ്പം എന്നതാ? ദേ ക്യാൻ ഫോം എ ന്യൂ ചെയിൻ ഓൺലി ഫ്രം 5' ടു 3'. അപ്പൊ അതിന്റെ അർത്ഥം ഏത് പേരന്റ് സ്റ്റാൻഡാണോ ഒറിജിനില് 3' അവസാനിച്ചിരിക്കുന്നത് അവിടെ 5' ബിഗിനിങ്ങിൽ പ്രൈമർ ഫോം ചെയ്തിട്ട് ഇങ്ങനെ ഫോർവേഡ് ആയിട്ട് ഡോട്ടർ ചെയിൻ പോകുന്നു. പിന്നെ ലീഡിങ് സ്റ്റാൻഡ് എന്ന് പറയും അല്ലേ? എന്നാൽ ഇപ്പുറത്തെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ 5' നിൽക്കുന്ന സ്റ്റാൻഡിൽ ഒറിജിനിൽ നിന്ന് ഡോട്ടർ ചെയിൻ ഫോർമേഷൻ ആരംഭിക്കുകയില്ല. കാരണം ആരംഭിക്കണമെങ്കിൽ 3' ബിഗിനിങ് കിടക്കണം. ആ കഴിവില്ല. അതുകൊണ്ട് ഓപ്പോസിറ്റ് എൻഡിൽ പോയി പ്രൈമർ ഫോം ചെയ്തിട്ട് ഇങ്ങനെ സെഗ്മെന്റുകളായിട്ട് മുറിഞ്ഞാണ് താഴേക്ക് DNA ഉണ്ടാകുക അല്ലേ? ഇത് ഓരോന്നിന് പറയുന്ന ഒരു ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഇതിനെ ജോയിൻ ചെയ്ത് വിടുന്ന ആരാ? DNA ലിഗേസ് എന്ന് പറയുന്ന മോളിക്കുലാർ ഗ്ലൂ അല്ലെ? ഗ്ലൂ മീൻസ് ഗം. ഓക്കെ. അടുത്തത്, യെസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് HGP is incorrect? ഹ്യൂമൻ ജീനോം പ്രോട്ടീനെ പറ്റി ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. HGP is involved in mapping and sequencing of model organisms like E. coli. ശരിയാണ്. നമ്മുടെ പ്രൊജക്ട് ആരംഭിക്കുന്നതിന് മുമ്പ് ഇത് സാധ്യമാകുമോ എന്നൊക്കെ ഒരു സംശയം വന്നപ്പം സാധ്യമാണെന്ന് തെളിയിക്കാനായിട്ട് വേറെ നോൺ ഹ്യൂമൻ മോഡൽസിൽ നമ്മളിത് ചെയ്തു നോക്കി. അതിനകത്ത് എക്സാമ്പിൾ ആയിക്കോളെ. ശരിയാണ്. ദെൻ HGP is involved in finding the genes related to human disease in Arabidopsis thaliana. അതൊരിക്കലും വരികയല്ല. Arabidopsis thaliana എന്ന് പറയുന്നത് ഒരു ആൻജിയോസ്പേംസ് ആണ്. ആൻജിയോസ്പേമിന്റെ നമ്മൾ ഇതുപോലെ ജീൻ പുറത്തേക്ക് ഐസൊലേറ്റ് ചെയ്ത് നോക്കി എന്നുള്ള ഡിസീസ് ഒന്നും പഠിച്ചിട്ടില്ല. ദെൻ HGP is involved in study of gene function of model. ശരിയാണ്. The HGP is involved in greater understanding of human evolution by studying the genes in flies, roundworm, mice, etc. ശരിയാണ്. അപ്പൊ തെറ്റ് ഏതാ? ഓപ്ഷൻ 2. ഓക്കെ. അപ്പം നമുക്കിനി സുവോളജിയിലെ ജനറ്റിക്സ് കിടക്കുന്ന ക്വസ്റ്റ്യൻസുകളില്ല. യെസ്. അപ്പം നമ്മുടെ 16-ാം തീയതി മോഡലിന്റെ ബോട്ടണി ക്വസ്റ്റ്യൻസുകൾ പരിപൂർണമായിട്ടും സുവോളജിയിൽ ജനറ്റിക്സ് പോലെയുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഡയറക്റ്റ് NCERT ബുക്കിൽ നിന്നുമാണ്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയി പരീക്ഷ എഴുതുക. കൂടുതൽ സ്ട്രോങ് ആയിട്ട് പഠിക്കാനായിട്ട് റെഡി ആയിട്ട് വരിക. സംശയങ്ങളൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ആശംസകളും. നമുക്ക് വീണ്ടും കാണാം. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ബൈ. Hi dear students, welcome to Zoology part question discussion. Question number 84. Cocaine extracted from cocaine, a drug obtained from Erythroxylum coca. No doubt. Erythroxylum coca എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നാണ് അല്ലേ? ബട്ട് ക്ലാവിസെപ്സ് പർപ്യൂറിയ അതെന്താണ്? അതൊരു ആക്ച്വലി ഒരു എർഗട്ട് ഫംഗസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. an ergot fungus. ഈ ഫംഗസിൽ നിന്നും ഡെറൈവ് ചെയ്യുന്ന ഒരു ഡ്രഗ് ഉണ്ട്, എ സ്ട്രോങ് ഹാലൂസിനോജനിക് ഡ്രഗ്. ദാറ്റ് ഈസ് ആക്ച്വലി LSD, lysergic acid diethylamide. That is actually obtained from a type of fungus, ergot fungus named Claviceps purpurea. And tobacco we know from Nicotiana tobacum. നിക്കോട്ടിനൊക്കെ അതിൽ നിന്നുള്ള ആ
poisonous substance ആണ് നിക്കോട്ടിൻ. നിക്കോട്ടിൻ. Tobacco plant, Nicotiana tabacum. And cannabis, from cannabis sativa, hemp plant. നമ്മൾ പറയുന്ന മരിജുവാന, ഹാഷിഷ്, ചരസ് ഇതൊക്കെ ഒപ്റ്റൈൻ ചെയ്യുന്ന പ്ലാന്റ് ആണ് ആര്? cannabis sativa. So cannabinoids are obtained from cannabis sativa hemp plant, and LSD obtained from Claviceps purpurea, and tobacco plant is Nicotiana tabacum, and this cocaine extracted from, like coke or cocaine extracted from Erythroxylum coca. So answer fourth option. And question number 85. To which type of barriers under innate immunity do the saliva in mouth and tears from the eyes belongs? Saliva and tears. You know, these two immunity, saliva contain different lysozymes which provide immunity, and tears also provide lysozymes, other microbial action prevent ചെയ്യുന്ന ലൈസോസൈംസുകളൊക്കെ ഉണ്ട്. So all these immunity belongs to physiological barriers, അല്ലെ? physiological barriersകളാണ്. Physical barriers we know ആരൊക്കെയാ? Mainly our skin, our mucous membrane, etc. So our skin, entire body is covered and protected by stratified keratinized squamous epithelium, which act as a physical barrier, which act as the first line of defense. First line of defense. That is the physical barrier in our body, skin and mucous membrane. And what is cytokine barriers? Cytokines are special chemicals mostly secreted by our immune cells and also some other cells, some infected cells. For example, a typical cytokine chemical is interferon. Interferon, produced and secreted by virus infected cells, right? Virus infected cells secrete a special defensive chemicals called interferons. That is a typical example of cytokines. Cytokines are the special defensive chemicals secreted by different types of cells. Here virus infected cells produce a chemical called interferon, which protect other cells from viral infection. Okay, so that is cytokine barriers. Then cellular barriers, we know variety cells in our body which can ingest and digest unwanted things, mainly phagocytic cells like our PMNL neutrophil, one of the abundant phagocytes in our body. More than 60% of our WBCs belongs to neutrophil, polymorphonuclear leukocytes. Our abundant PMNL is neutrophil, act as a soldiers in our body. So that is cellular barrier, one of the main cellular barrier. And another one we know monocytes. Monocytes. And also natural killer cells, NK cells. NK cells protect our body from tumor formation. It helps in tumor suppression. And also these cells fight against viruses. So such as very special cells are NK cells. And a collection of phagocytic cells throughout our body collectively called macrophages. Macrophages.
Each and every tissue in our body possesses certain phagocytic cells, collectively called macrophages. All these macrophages means phagocytic cells actually derived from these monocytes. So that is cellular barriers. But physiological barriers means the physiological secretions like HCl present in our gastric juice, lysozymes present in our various secretions like saliva, tears, etc. Clear? So that's about physiological barriers. So that saliva, tears containing lysozymes belongs to physiological barriers. Okay. So answer fourth option. Question number 86. The antibody which can cross placental barrier. Okay, mainly 5 classes of antibodies, of which only one class that crosses placenta. And that antibody belongs to immunoglobulin G. That antibody that crosses placenta is immunoglobulin G. So, fetal stage ഒരു maternal body യിൽ നിന്നും fetusലേക്ക് വരുന്ന only one class of antibodies, that is IgG, and other class cannot cross placenta. And actually IgA is the most abundant one, most abundant immunoglobulin, that is IgA. And this IgA is abundantly present in colostrum. That colostrum containing, that initial yellowish milk. So that colostrum contain rich antibody called IgA category. And IgE, an antibody that mediate allergic response, antibody produced in response to allergic condition, that is IgE. And IgM is the large sized antibody. It's a pentamer antibody, pentamer type. ഒരു വൈ ഷേപ്ഡ് ആന്റിബോഡി മോളിക്യൂൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ മോണോമറിക് ഫോം. അങ്ങനെയുള്ള 5 മോണോമേഴ്സ് അസംബിൾഡ് ഫോമാണ് an IgM. So IgM is the largest sized antibody. Clear? So that's about different types of antibody. And next question. So here the answer IgG, that cross placenta. Then which of the following is celebrated as World AIDS Day? That is December 1. December 1 is observed as World AIDS Day. Not celebrated, so observed. Observed as World AIDS Day. Okay, next. Question number 88. Cleavage in the fertilized ovum on humans. Cleavage, that initial special mitotic division of zygote, that is called cleavage. As a result of cleavage, the number of daughter cells, blastomeres, increase, but their size gradually decreases, and such a special initial mitotic division of zygote is called cleavage. And that cleavage division occurs when that zygote moves through that fallopian tube. ആ fallopian ട്യൂബിൽ കൂടി മൂവ് ചെയ്യുമ്പോഴുള്ള
ക്ലീവേജിനെ മാത്രമാണ് നമ്മൾ ഡിവിഷനെ മാത്രമാണ് നമ്മൾ ക്ലീവേജ് എന്ന് വിളിക്കുക. അത് കഴിഞ്ഞ് വരുന്ന ഡിവിഷൻ നോർമൽ മൈറ്റോട്ടിക് ഡിവിഷൻ ആയിരിക്കും. The special mitotic division called cleavage. So as a result of cleavage, the zygote become finally a bunch of daughter cells, blastomeres. Okay, yes. So cleavage in the fertilized ovum of human beings starts when the zygote is inside the fallopian tube. So the correct answer is third option. Okay, next. Question number 89. The first milk produced during initial few days of lactation, just after parturition or within, normally that lactation begins within 24 hours of parturition. So that the initial milk released from mammary gland during that few days, initial few days, is called colostrum, and that colostrum is an yellowish milk which contain rich antibodies, and that rich antibodies provide passive immunity to her baby, and that initial milk is called colostrum. That colostrum containing IgA provide passive immunity to her baby. So the only antibody that present in colostrum is IgA. So here answer colostrum. Corpus callosum is a feature present in human brain. That cerebral hemispheres are interconnected by special nerve band called corpus callosum. That's a property of a mammalian brain. Then corpus albicans is a degenerated structure of corpus luteum. Corpus luteum, that ruptured graphene follicle transformed into an yellowish endocrine body called corpus luteum. Later, that degenerated corpus luteum structure is called corpus albicans. Then, question number 90. Given below is an incomplete table about certain hormones and their source gland and their major effect on human body. Identify the correct option for the three blanks A, B, C and D. Not three blanks, this is four blank. A, B, C and D. Okay. So, first, regarding testis, their secretion is called androgens. So, A, androgens. So, 2 or 3 option agam. Androgens. So, testis secretes androgens which regulate spermatogenesis. Correct. And second, that gland secretion is estrogen. So, no doubt, it's ovary. Ovary. So, here ovary. Here androgen or testosterone. Ovaries secrete estrogen which regulate female sexual behavior. And third, adenohypophysis, anterior pituitary, produce luteinizing hormone, LH. So, LH produced in both the male and female in their adenohypophysis, luteinizing hormone. And what is the role here? So, in male and female, there is separate role. In male, it causes androgen secretion. Stimulate Leydig cells to secrete androgen. And in female, it trigger ovulation. So, here, androgen secretion and ovulation രണ്ടും തന്നിട്ടുണ്ട്.
ആൻഡ്രോജൻ സെക്രീഷനും ഓവുലേഷനും. ഓവറി ഓക്കെ. അപ്പോൾ അതിലേത് ചൂസ് ചെയ്യുന്നു നമുക്ക് നെക്സ്റ്റ് ചോയ്സ് നോക്കിയിട്ട് മനസ്സിലാക്കാം. സോ ഡി ഫില്ലിംഗ് follicle stimulating hormone FSH. FSH also released from both the male and female adenohypophysis, but here it helps in spermiogenesis. So in male FSH secreted from their anterior pituitary. Both the male and female FSH secreted from anterior pituitary adenohypophysis. So anterior pituitary. So D is anterior pituitary. So FSH is not produced from Leydig cells. So the correct option is second option. Clear? So here fourth option wrong ആണ്. ഇത് രണ്ടും നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. But fourth option വരേണ്ടത് not FSH source Leydig cells, FSH source anterior pituitary. So the correct answer second option. Okay, yes. Which among the following is not a copper releasing intrauterine device? IUCD or IUD. So different types of intrauterine device. The device which introduced into uterus or cervix, which prevent fertilization. So here not a copper releasing CT, copper T. So it's a copper releasing, no doubt. Copper 7, that is also a copper releasing. And LNG20. LNG20 is not a copper releasing one. LNG20 is a hormone releasing IUD. So this is a hormone releasing IUD. So, but multiload 375 is also a copper releasing IUD. So, three typical examples of copper releasing IUD: copper T, copper 7 and multiload. And this is a hormone releasing LNG20 and also progestasert. So, here the answer, third option. Then, question number 92. According to MTP Act, Medical Termination Pregnancy Act, a pregnancy may be terminated on certain grounds within the first 12 weeks of pregnancy. Within the first 12 weeks of pregnancy on the opinion of. നമുക്ക് MTPക്ക് രണ്ട് കണ്ടീഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ ലേറ്റസ്റ്റ് അമെൻമെന്റ് പ്രകാരം 24th വീക്ക് വരെ പ്രഗ്നൻസി ഇല്ലാതാക്കാം, MTP ചെയ്യാം. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി പോസിബിൾ അപ് ടു 24th വീക്ക്. അവിടെ രണ്ട് കണ്ടീഷനായിട്ടാണ് പറയുന്നത്. അപ് ടു 12 വീക്ക് ഒപ്പീനിയൻ ഓഫ് one doctor, one medical practitioner. But from 12th to 24th week, opinion of 2 medical practitioner, 2 doctor. അപ്പോൾ 24th വീക്ക് വരെ നമുക്ക് MTP അലൗഡ് ആണ് ആസ് പെർ ന്യൂ ലോ അല്ലേ. അപ്പോൾ അവിടെ അപ് ടു 12th വീക്ക് വരെ ഒരു മെഡിക്കൽ ഡോക്ടറുടെ ഒപ്പീനിയനോട് കൂടിയും 12th വീക്ക് കഴിഞ്ഞ് 24th വീക്ക് വരെയുള്ള MTPക്ക് 2 മെഡിക്കൽ പ്രാക്ടീഷണറുടെയും കൂടി ഒപ്പീനിയൻ ആവശ്യമാണ് അല്ലേ. യെസ്, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അക്കോർഡിംഗ് ടു MTP ആക്ട് എ പ്രഗ്നൻസി മേ ബി ടെർമിനേറ്റഡ് ഓൺ സർട്ടൺ കൺസിഡർഡ് ഗ്രൗണ്ട് വിത്തിൻ ദ ഫസ്റ്റ് 12 വീക്സ് ഓഫ് പ്രഗ്നൻസി അല്ലെ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നടത്തുന്ന MTPക്ക് ഒരു ഡോക്ടറുടെ കൺസെന്റ് മതിയാകും. എന്നാൽ 12th വീക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ് ടു 24th വീക്ക് വരെ നമുക്ക് MTP അലൗഡ് ആണ് അറ്റ് സ്ട്രിക്ട് കണ്ടീഷൻസ്. അത് വിത്ത് ദ ഒപ്പീനിയൻ ഓഫ് 2 മെഡിക്കൽ പ്രാക്ടീഷണർ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിത്തിൻ 12 വീക്സ് ആണ്, സോളി 1 മെഡിക്കൽ പ്രാക്ടീഷണർ. എന്നാൽ 24th വീക്ക് വരെയുള്ളതാണെങ്കിൽ 2 രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്. ഓക്കെ, സോ ആൻസർ തേർഡ് ഓപ്ഷൻ.
Then, section B, question number 95. During parturition, which of the following does not happen? Which of the following does not happen during parturition? Parturition is induced by a complex neuroendocrine mechanism. Correct ആണ് അല്ലേ? Parturition നടക്കണമെങ്കിൽ അല്ലെ pregnancy period അവസാനമാകുമ്പോഴത്തേക്ക് there is special signals, neural signals arising from mature fetus and placenta, and that signal causes mild contraction called the fetal ejection reflex, and that fetal ejection reflex stimulate maternal pituitary to release a parturition hormone called oxytocin. So here the second statement, that fetal ejection reflex triggers the release of oxytocin from fetal pituitary. So it's wrong. So oxytocin from maternal pituitary. So fetal ejection reflex means that mild contraction of uterus stimulate maternal pituitary to release oxytocin. So that's a wrong statement. Okay. Then the stimulatory reflex between the uterine contraction and oxytocin secretion continues, which results in stronger and stronger contraction. Correct ആണ്. Then soon after the delivery, placenta is also expelled. After birth എന്നൊക്കെ പറയുന്ന process. After birth. Just after delivery, parturition, that remnants of placenta, umbilical cord, and other features are also expelled to outside, called after birth. That's also right. So here does not happen. Here oxytocin release from fetal pituitary, alla maternal pituitary. So answer second option. Okay. Then, question number 96. In a secondary follicle, each primary oocyte is surrounded by primary oocyte. ഒരു primary follicle എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫീച്ചർ? അവിടെ a single layer of granulosa cells. എന്നാൽ ഇത് transforms to secondary follicle എന്ന് പറഞ്ഞാൽ ഇവിടെ more layers of granulosa cells വരും അല്ലെ? More layers of granulosa cells. More layers of granulosa cells. And externally there is special layer called theca layer. Theca layer. അപ്പൊ externally എന്ത് വന്നു? Theca layer, and here more layers of granulosa. പക്ഷെ ഇത് രണ്ടും എന്ത് തന്നെയാണ്? പ്രൈമറി oocyte തന്നെയാണ് അല്ലെ? പക്ഷെ ഈ ഫോളിക്കിളിന് നമ്മൾ പ്രൈമറി ഫോളിക്കിൾ എന്നും ഈ ഫോളിക്കിളിന് നമ്മൾ സെക്കൻഡറി ഫോളിക്കിൾ എന്നും പറയുക. ഓക്കെ. അപ്പോ in a secondary follicle, both are primary oocyte. Inside the primary follicle and inside the secondary follicle, that condition is called a primary oocyte. In primary oocyte, it is covered by a single layer of follicular cells, but in a secondary follicle, that primary oocyte is surrounded by many layers of granulosa cells and a new layer called a theca. So, answer second option. Zona pellucida appear only in a mature Graafian follicle after the tertiary follicle stage. Okay. Yes. Then question number 97. Separate the following into homologous and analogous. Homologous and analogous. So homologous and analogous organ. Homologous
similar embryonic origin. But analogous, different embryonic origin but almost similar function varanam. Sweet potato and potato. Sweet potato and potato in the they are different embryonic origin but almost similar function. Similar function, storage function. Sweet potato and potato. So it is analogous. Flippers of penguin and flippers of dolphin. Two different groups of animals. So their origin of that flippers is different. Different embryonic origin. But both are aquatiforms and helps to perform similar function. So flippers of penguins and dolphins also analogous. Then hearts of different vertebrates, different vertebrate heart, so similar embryonic origin. Forelimbs of whales, bat, cheetah, so mammals. Forelimbs of mammals. So their forelimbs have similar embryonic origin. So here similar embryonic origin. So these two are homologous. Okay. So separate the following into homologous. First two analogous. And 3 and 4 homologous. 3 and 4 homologous. So here the second option. Clear? So here different embryonic origin but almost similar function. So it is analogous. Then in a population of Hardy-Weinberg equilibrium, the dominant allele for fur color is B, capital B, for black, and the recessive allele small b, recessive allele white color. So B representation, and here fur color B for black. If 16% of the population is homozygous recessive, 16% homozygous recessive. So what will be the percentage allelic frequency of capital B and capital B small b? In a population Hardy-Weinberg equilibrium, so we know according to Hardy-Weinberg equilibrium, we know the allelic frequency in a population remain constant in a non-evolving population. In a non-evolving population, that allelic frequency remain constant. That is Hardy-Weinberg equilibrium. So according to Hardy-Weinberg equilibrium, we know that allelic frequency P square 2pq plus q square is equal to 1. That is Hardy-Weinberg equilibrium. P square, allelic frequency, P and Q allelic frequency remain constant in a non-evolving population. So that Hardy-Weinberg equilibrium equation is P square plus 2pq plus Q square is equal to 1. That is P plus Q the whole square is equal to 1. And we substitute the P plus Q is equal to 1 and so here P square P നമുക്കറിയാം P എന്ന് പറയുന്നത് എന്താണ്? P എന്ന് പറയുന്നത് ആ ഡോമിനന്റ് അലീലും Q എന്ന് പറയുന്നത് റിസസീവ് അലീലുമാണ് അല്ലേ? P dominant allele, Q recessive allele. So their sum total remain constant in a non-evolving population. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് എന്ത് തന്നിട്ടുണ്ട്? Dominant allele for color B. Dominant allele. അപ്പോൾ ഇവിടെ P equivalent ആയിട്ട് എന്താ തന്നിരിക്കുന്നത്? B എന്നാണ് തന്നിരിക്കുന്നത്. And the recessive allele ഇവിടെ small b എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി
തന്നിരിക്കുന്ന കണ്ടീഷൻ 16% ഓഫ് ദ പോപ്പുലേഷൻ ഹോമോസൈഗസ് റിസസീവ്. അപ്പൊ ഹോമോസൈഗസ് റിസസീവ്, ഇത് ഹോമോസൈഗസ് റിസസീവ് അല്ലേ? ഹോമോസൈഗസ് റിസസീവ്, അതായത് ബി ബി അല്ലെ. പി സ്ക്വയർ എന്താണ്? ഇതും പ്രകാരം ക്യാപിറ്റൽ ബി അല്ലെ. ഹോമോസൈഗസ് ഡോമിനന്റ്, ദാറ്റ് ഈസ് പി സ്ക്വയർ. സ്മോൾ ബി ദാറ്റ് ഈസ് ഹോമോസൈഗസ് റിസസീവ്, ദാറ്റ് ഈസ് ക്യൂ സ്ക്വയർ അല്ലെ. അപ്പോ നമുക്ക് ഇവിടേക്ക് എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? ക്യാപിറ്റൽ ബി ഹോമോസൈഗസ് ഡോമിനന്റ് കണ്ടുപിടിക്കണം. ഹെട്രോസൈഗസ് ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്താണെന്ന് കണ്ടുപിടിക്കണം, അതിന്റെ ഫ്രീക്വൻസി അല്ലെ. അതായത് ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് പറയുന്നത് എന്താ? ഇവിടെ 2pq അല്ലെ, ക്യൂ സ്ക്വയർ. നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മുടെ ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, യെസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ തന്നിരിക്കുന്നത്? ഹോമോസൈഗസ് റിസസീവ്. ആസ് പെർ ദിസ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഹോമോസൈഗസ് റിസസീവ് ക്യൂ സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലെ. അതിന്റെ ഫ്രീക്വൻസി ഹോമോസൈഗസ് റിസസീവ് എത്രയാ? 16% എന്ന് തന്നിട്ടുണ്ട്. ക്യൂ സ്ക്വയർ 16%. അതായത് ബി ബി തന്നിട്ടുണ്ട്. ക്യൂ സ്ക്വയർ 16% എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 16/100 അല്ലെ. 16%, 16/100 ദാറ്റ് ഈസ് ഫ്രീക്വൻസി എത്ര വരിക? 0.16 ആണ് എത്ര? അലീലിക് ഫ്രീക്വൻസി, അതായത് 16%, 0.16. അപ്പൊ ക്യൂ സ്ക്വയർ എത്ര ആണ്? 0.16. അങ്ങനെയാണെങ്കിൽ therefore q is equal to എന്താണ്? റൂട്ട് ഓഫ് 0.16. റൂട്ട് ഓഫ് 0.16 is equal to എത്രയാ വരിക? 0.4 ആണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? q കണ്ടുപിടിച്ചു. q is equal to 0.4 എന്ന് കണ്ടുപിടിച്ചു അല്ലെ. ആ ഫ്രീക്വൻസി നിന്ന് q കണ്ടുപിടിച്ചു. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു p plus q is equal to 1. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? q അല്ലേ. അപ്പോ p plus q എത്രയാ ഇവിടെ? 0.4 is equal to 1 എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ p is equal to 1 minus 0.4. 1 minus 0.4 അല്ലേ അപ്പൊ p എന്ന് പറയുന്നത്. അപ്പൊ p എത്ര കിട്ടി? 1 minus 0.4 0.6 എന്ന് കിട്ടി. അപ്പൊ p കിട്ടി, q കിട്ടി അല്ലെ. p plus q ആണ് നമ്മൾ പറഞ്ഞത് 1. So p is equal to 1 minus 0.4, so 0.6. അങ്ങനെയാണെങ്കിൽ p സ്ക്വയർ അല്ലേ. ഇവിടെ നമ്മൾ q സ്ക്വയർ ആണ് ഈ ബി ബി അല്ലെ. അപ്പൊ p സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? p കിട്ടി. അപ്പൊ p സ്ക്വയർ is equal to എന്താ? 0.6 into ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 0.36. ശരിയാണോ? 0.36 അല്ലേ p സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് എന്നാ? 36%. ഇവിടെ 0.16 കിട്ടിയപ്പോ 16% എങ്കിൽ ഇവിടെ 0.36 36%. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി ഒരെണ്ണം കൂടി വേണമല്ലോ. ഇവിടെ പി സ്ക്വയർ, അതായത് ബി ബി കണ്ടുപിടിച്ചു നമ്മൾ. ക്യാപിറ്റൽ ബി കണ്ടുപിടിച്ചു. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ക്യാപിറ്റൽ ബി കണ്ടുപിടിച്ചു 36%. ഇനി ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് പറഞ്ഞാൽ എന്താ? 2pq. ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ അവിടെ എന്തുണ്ട്? 2pq കണ്ടുപിടിക്കണം അല്ലെ. 2pq 2 into p എത്ര? p here 0.6. എത്ര? q ഓൾറെഡി നമ്മൾ q കണ്ടുപിടിച്ചിട്ടുണ്ട് 0.4. അപ്പൊ 2pq എത്ര? 2pq 2 into 6 into 4 24 24 into 2 48. So it's equal to 0.48 അല്ലെ. 0.48 എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ്? 48%. അപ്പൊ ഇവിടെ 2pq
അല്ലെങ്കിൽ BB എന്ന് പറയുന്നത് എത്ര? ഹെട്രോസൈഗസ് കണ്ടീഷൻ 48%. ഹോമോസൈഗസ് ഡോമിനന്റ് കണ്ടീഷൻ എത്ര? 36%. അല്ലേ? അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ എന്താ കണ്ടിരിക്കുന്നത്? വാട്ട് വിൽ ബി ദ പെർസെന്റേജ് അലീലിക് ഫ്രീക്വൻസി ഓഫ് homozygous dominant and heterozygous. Homozygous dominant എത്ര? Homozygous dominant BB P square 36 and heterozygous എത്ര? 48. അപ്പോ 36 and 48. So the correct answer, fourth option. Clear? That is derived from this Hardy-Weinberg equilibrium. Okay, next. Question number 99. Which among the following is an analogous organ? Analogous. നേരത്തെ പറഞ്ഞു. Different embryonic origin but almost similar function. Analogous organ. So fins of fishes and flipper of whale. Fins of fishes used for swimming. Flippers of whale also helps in swimming. So similar function but different embryonic origin. So that is the answer. Analogous organ. But mouth parts of insects, they have similar embryonic origin. And vertebrates heart, similar embryonic origin. And vertebrate brain, similar embryonic origin. So all others are homologous. So analogous organ, different embryonic origin but have similar function. So answer first one. Next. Question number 100. Match the following. Column 1, column 2. So column 1, കുറച്ച് ഒറിജിൻ തന്നിട്ടുണ്ട്, അതിൻ്റെ പീരിയഡ്സും തന്നിട്ടുണ്ട്. സോ 1, 2, 3, 4. 1. Invertebrates became active. Invertebrates became active. അതായത് വെർട്ടിബ്രേറ്റ്സ് അല്ലെങ്കിൽ കോഡേറ്റ്സുകൾ ഒറിജിൻ ചെയ്യുന്നതിന് അടുത്തുള്ള സമയം, ഇൻവെർട്ടിബ്രേറ്റ്സ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സമയത്തെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇൻവെർട്ടിബ്രേറ്റ്സ് become active and codates begins to form around 500 million years ago. So 1 C ആയിരിക്കും. And jawless fish, അതായത് ഫസ്റ്റ് വെർട്ടിബ്രേറ്റ്സ് ഒറിജിൻ അത് ഏതാണ്ട് കുറച്ചും കൂടി കഴിഞ്ഞ് 350 million years തന്നിട്ടുണ്ട്. 350 million years. Then seaweeds existed during 320 million years തന്നിട്ടുണ്ട്. And ichthyosaurs, that fish-like reptiles originated. Fourth അവിടെ തന്നിട്ടുള്ളത് അതാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും ലേറ്റസ്റ്റ് 200 million years ago അല്ലെ. ഇക്തിയോസോസ് അല്ലെ, അത് ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ് ആണ്. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും അഡ്വാൻസ് റെപ്റ്റൈൽസ് അതെവിടെയാ? 200 million years ago. പിന്നെ ഇവിടെ ഏറ്റവും ഏർലിയർ എന്ന് പറയാവുന്നത് ഇൻവെർട്ടിബ്രേറ്റ്സ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയം തന്നിട്ടുണ്ട് 500 million years ago. പിന്നെ ജോലസ് ഫിഷ് ഒറിജിനേറ്റഡ് 350 million years ago. So the correct match in the order C, D, A, B. C, D, A, B. So the correct answer, second option. Okay. So that's about zoology part questions. Okay. So thank you. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.